നമസ്കാരം, എൻ്റെ പേര് അജിത് കുമാർ. ശബരിയുടെ എൻട്രൻസ് വിങ് ആയ സെൻസ് ടെക്കിൻ്റെ മാത്തമാറ്റിക്സിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യപ്പെടുകയാണ്. അപ്പോൾ നമ്മൾ പല ടോപ്പിക്കുകൾ ഇവിടെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു, ഈ പ്ലാറ്റ്ഫോമിൽ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പം ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്താൽ നമ്മൾ ഗണിതശാസ്ത്രത്തിൻ്റെ മറ്റൊരു അധ്യായം നമ്മൾ പഠിക്കാൻ പോവുകയാണ്. ഇന്ന് നമ്മൾ എടുക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയും. പ്രോബബിലിറ്റി എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് ഇയറിൽ പ്രോബബിലിറ്റി പഠിക്കുന്നുണ്ട്, സ്റ്റാറ്റിസ്റ്റിക്സും പഠിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ സെക്കൻഡ് ഇയറിൽ നമ്മൾ ലാസ്റ്റ് പഠിക്കുന്ന ഒരു ടോപ്പിക്കാണ് പ്രോബബിലിറ്റി. സെക്കൻഡ് ഇയറിലെ 13ാമത്തെ ചാപ്റ്ററാണ് പ്രോബബിലിറ്റി. അപ്പോൾ എൻ്റെ ചോദ്യം വളരെ ലളിതമാണ്. എന്താണ് പ്രോബബിലിറ്റി എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഒരാൾ ചോദിക്കുകയാണ്, ഇപ്പോൾ +1 +2 ഒക്കെ പഠിച്ചു കഴിഞ്ഞു, എന്താണ് പ്രോബബിലിറ്റി എന്ന് ചോദിച്ചാൽ വ്യക്തമായ മറുപടി, നിങ്ങൾ പറയുന്ന ഒരു മറുപടി, പലപ്പോഴും വിദ്യാർത്ഥികൾ പറയുന്ന, ഞാൻ കേൾക്കുന്ന മറുപടി ചാൻസ് എന്ന. പ്രോബബിലിറ്റിയുടെ മറ്റൊരു വാക്ക് മാത്രമാണ് ചാൻസ്, ഒരിക്കലും പ്രോബബിലിറ്റിയുടെ നിർവചനമല്ല. പ്രോബബിലിറ്റിയുടെ നിർവചനം എന്താണെന്ന് ചോദിച്ചാൽ, പ്രോബബിലിറ്റി is the ratio between number of favorable cases by total cases. Number of favorable cases by total cases നെ വിളിക്കുന്ന പേരാണ് പ്രോബബിലിറ്റി എന്ന് പറയും. പ്രോബബിലിറ്റി ഇസ് എ റേഷ്യോ ബിറ്റ്വീൻ നമ്പർ ഓഫ് ഫേവറബിൾ കേസസ് ബൈ ടോട്ടൽ കേസ്. അതുകൊണ്ടാണ് നമ്മളൊരു കോയിൻ ടോസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പ്രോബബിലിറ്റി ചോദിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് പറയും, 1/2 എന്ന് പറയും. ഒരു കോയിൻ ടോസ് ചെയ്യുന്ന സമയത്ത് ഹെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി ചോദിച്ചാൽ 1/2, ടെയിൽ കിട്ടാനുള്ള പ്രോബബിലിറ്റി ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും, 1/2 എന്നൊക്കെ പറയും. അപ്പോൾ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഇസ് എ റേഷ്യോ ബിറ്റ്വീൻ നമ്പർ ഓഫ് ഫേവറബിൾ കേസസ് ബൈ ടോട്ടൽ കേസസ്. അല്ലെങ്കിൽ ഒരു ഡൈ ത്രോ ചെയ്യുന്ന സമയത്ത് ഈവൻ സംഖ്യ കിട്ടാനുള്ള പ്രോബബിലിറ്റി എത്രയാണ്? ഡൈ ത്രോ ചെയ്യുന്ന സമയത്ത് 1 മുതൽ 6 വരെയുള്ള സംഖ്യകൾ വരും. അതിൽ ഈവൻ സംഖ്യ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? 2 വരാം, 4 വരാം, 6 വരാം. അപ്പോൾ നമ്മുടെ പ്രോബബിലിറ്റി എന്തായി മാറും? 3/6 എന്ന് വരും. അതും 1/2 തന്നെ വരും. അപ്പോൾ പ്രോബബിലിറ്റി എന്ന് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്പർ ഓഫ് ഫേവറബിൾ കേസസ് ബൈ ടോട്ടൽ കേസിന് വിളിക്കുന്ന പേരാണ് പ്രോബബിലിറ്റി. അത് ആദ്യത്തെ കൺസെപ്റ്റ്. രണ്ടാമത്തെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ പ്രോബബിലിറ്റിയുടെ സാമ്പിൾ സ്പേസ് എന്ന് പറയും. ഒരു കോയിൻ ടോസ് ചെയ്യുന്ന സമയത്ത് സാമ്പിൾ സ്പേസ് ഏതാണെന്ന് ചോദിച്ചാൽ ഏതൊക്കെ പറയും? നമ്മൾ ഹെഡും ടെയിലും എന്ന് പറയും. സാമ്പിൾ സ്പേസ് എന്ന് വെച്ചാൽ ദി സെറ്റ് ഓഫ് ഓൾ പോസിബിൾ ഔട്ട്കംസ് ഓഫ് എ റാൻഡം എക്സ്പെരിമെൻറ്റ്. റാൻഡം എക്സ്പെരിമെൻ്റ് പോസിബിൾ ആയിട്ടുള്ള ഔട്ട്കംസിൻ്റെ കളക്ഷൻ വിളിക്കുന്ന പേരാണ് സാമ്പിൾ സ്പേസ്. രണ്ടാമത്തെ കാര്യം, ഈ റാൻഡം എക്സ്പെരിമെൻറ്റ് എന്താണെന്ന് അറിയണം. റാൻഡം എക്സ്പെരിമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ റിസൾട്ട് ഏതാണെന്ന് അറിയാം, പക്ഷേ ഒരിക്കൽ പോലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് റാൻഡം എക്സ്പെരിമെൻറ്റ്. ആ ഒരു കാര്യം കൂടെ നോട്ട് ചെയ്യണം. അപ്പോൾ ഒരു കോയിൻ ടോസ് ചെയ്യുക എന്ന് പറയുന്ന സമയത്ത് ഹെഡ് അല്ലെങ്കിൽ ടെയിൽ വീഴുമെന്ന് വ്യക്തമായിട്ട് അറിയാം, പക്ഷേ ഏത് വീഴുമെന്ന് ഒരിക്കൽ പോലും നമുക്ക് വ്യക്തമായി പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അത്തരത്തിലുള്ള എക്സ്പെരിമെൻറ്റ് വിളിക്കുന്ന പേരാണ് റാൻഡം എക്സ്പെരിമെൻറ്റ്. പ്രോബബിലിറ്റി എപ്പോഴും ബന്ധപ്പെട്ട് നിൽക്കുന്നത് ഈ പറയുന്ന റാൻഡം എക്സ്പെരിമെൻറ്റുമായിട്ട് ബന്ധപ്പെടുത്തിയാണ്. റാൻഡം എക്സ്പെരിമെൻറ്റ് ബന്ധപ്പെടുത്തി മാത്രമേ പ്രോബബിലിറ്റി എന്ന് പറയുന്ന ടേം ഡിഫൈൻഡ് ആയിട്ടുള്ളൂ. അപ്പോൾ ഈ കാര്യങ്ങൾ ഓർമ്മയിരിക്കുക. പ്രോബബിലിറ്റി ഞാൻ പറഞ്ഞു, പ്രോബബിലിറ്റി ഇസ് ദി റേഷ്യോ ബിറ്റ്വീൻ നമ്പർ ഓഫ് ഫേവറബിൾ കേസസ് ബൈ ടോട്ടൽ കേസസ്. സാമ്പിൾ സ്പേസ് എന്ന് വെച്ചാൽ സെറ്റ് ഓഫ് ഓൾ പോസിബിൾ ഔട്ട്കംസ് ഓഫ് എ റാൻഡം എക്സ്പെരിമെൻറ്റ് ഈസ് കോൾഡ് സാമ്പിൾ സ്പേസ്. റാൻഡം എക്സ്പെരിമെൻറ്റ് എന്ന് പറഞ്ഞാൽ എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്യും, അതിൻ്റെ റിസൾട്ട് ഏതാണെന്ന് അറിയാം, പക്ഷേ ഒരിക്കൽ പോലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതിന് വിളിക്കുന്ന പേരാണ് എന്താണ്? റാൻഡം എക്സ്പെരിമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ഇയറിൽ പ്രോബബിലിറ്റി നമ്മൾ ഇത്ര കാര്യങ്ങളാണ് പഠിക്കുന്നത്. സാമ്പിൾ സ്പേസ് പറയുന്നുണ്ട്, റാൻഡം എക്സ്പെരിമെൻറ്റ് പറയുന്നുണ്ട്, പ്രോബബിലിറ്റി പറയുന്നുണ്ട്. പിന്നെ അതിനുശേഷം നമ്മൾ പറയുന്ന മ്യൂച്വലി എക്സ്ക്ലൂസീവ് എക്സ്പോസ്റ്റ് ഇവൻറ്റ്സ്. ആ ഇവൻറ്റ്സുകളും ഓർമ്മയിരിക്കുക. ഞാൻ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ആ ഇവൻറ്റ്സിനെ കുറിച്ച് വ്യക്തമായി കുറച്ചുകൂടെ ധാരണ നിങ്ങൾക്ക് തരാം. എല്ലാം നമുക്ക് ഒരു പരിമിതമായ സമയത്തുള്ളിൽ പറയാൻ സാധിക്കുകയില്ല. അപ്പം അത് അന്നേരം ഞാൻ പറഞ്ഞുതരാം. സെക്കൻഡ് ഇയറിൽ പ്രോബബിലിറ്റി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് കണ്ടീഷണൽ പ്രോബബിലിറ്റി തൊട്ടാണ്. അപ്പോൾ എന്താണ് കണ്ടീഷണൽ പ്രോബബിലിറ്റി എന്ന് ചോദിച്ചാൽ എന്ത് പറയാം? കണ്ടീഷണൽ പ്രോബബിലിറ്റി എന്ന് വെച്ചാൽ the probability that depends upon certain conditions. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ the probability that depends upon certain condition. ഒരു വസ്തുവിൻ്റെ പ്രോബബിലിറ്റി മറ്റൊരു വസ്തുവിൻ്റെ പ്രോബബിലിറ്റി ആശ്രയിച്ചാണ് നിലനിൽക്കപ്പെടുന്നതെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് കണ്ടീഷണൽ പ്രോബബിലിറ്റി. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഒരു കോയിൻ ടോസ് ചെയ്യുന്നു. കോയിൻ ടോസ് ചെയ്യുന്ന സമയത്ത് ഹെഡ് വീഴുവാണെങ്കിൽ മാത്രം ഞാൻ ഒരു ബാഗിൽ നിന്ന് ബോൾ എടുക്കുക എന്ന് പറയുമ്പോൾ ആ ബാഗിൽ നിന്ന് എടുക്കുന്ന ബോളിൻ്റെ പ്രോബബിലിറ്റി നിലനിൽക്കപ്പെടുന്നത് ആത്യന്തികമായിട്ട് ഈ പറയുന്ന കോയിനിൽ ഹെഡ് അല്ലെങ്കിൽ ടെയിൽ കിട്ടുമോ എന്നതിനെ ആശ്രയിച്ചാണ്. അതുകൊണ്ട് ദി പ്രോബബിലിറ്റി ദാറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ സർട്ടൻ കണ്ടീഷൻസ് ആർ കോൾഡ് കണ്ടീഷണൽ പ്രോബബിലിറ്റി. നമ്മൾ കണ്ടീഷണൽ പ്രോബബിലിറ്റിയെ ഡിനോട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? പി ഓഫ് എ ബൈ ബി എന്നെഴുതും. പി ഓഫ് എ ബൈ ബി എന്ന് പറഞ്ഞാൽ ഫോർമുല എങ്ങനെയാണ്? പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഡിവൈഡഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് ബി എന്നെഴുതും.
P of A by B is equal to P of A intersection B divided by probability of B എന്ന് എഴുതും. ഇതിന് വിളിക്കുന്ന പേരാണ് പ്രോബിലിറ്റി A by B അല്ലെങ്കിൽ A given B എന്ന് വരും. B സംഭവിച്ചതിന് ശേഷം, എപ്പോഴും ഈ താഴെയുള്ള കാര്യം സംഭവിച്ചതിന് ശേഷമാണ് മുകളിലുള്ള കാര്യം സംഭവിക്കപ്പെടുന്നത്. അതിനാണ് പ്രോബിലിറ്റി ഓഫ് A by B എന്ന് വിളിക്കുന്നത്. പ്രോബിലിറ്റി ഓഫ് A by B കണ്ടുപിടിക്കാനുള്ള ഫോർമുല പ്രോബിലിറ്റി ഓഫ് A intersection B divided by probability of B എന്ന് വരും. That is called conditional probability, where probability of B not equal to 0. അതുകൂടി ഇവിടെ മെൻഷൻ ചെയ്യാം. അപ്പോൾ ഇതിനെ വിളിക്കുന്ന പേരാണ് കണ്ടീഷണൽ പ്രോബബിലിറ്റി എന്ന് പറയും. പിന്നെ സെക്കൻഡ് ഇയർ പഠിക്കുന്ന രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് ഇവന്റ്സ് ആണ്. ഇൻഡിപെൻഡന്റ് ഇവന്റ്സ് എന്ന് പറയുന്ന സമയത്ത് independent events, probability of A intersection B is equal to probability of A into probability of B എന്ന് എഴുതി കഴിഞ്ഞാൽ അതിന് വിളിക്കുന്ന പേരാണ് ഇൻഡിപെൻഡന്റ് ഇവന്റ്സ്. P of A intersection B is equal to P of A into P of B എന്ന് പറഞ്ഞാൽ അതിന് വിളിക്കുന്ന പേരാണ് ഇൻഡിപെൻഡന്റ് ഇവന്റ്സ്. അതും ഓർമ്മയിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ കണ്ടീഷണൽ പ്രോബബിലിറ്റി പറഞ്ഞു, ഇൻഡിപെൻഡന്റ് ഇവന്റ്സ് പറഞ്ഞു. കണ്ടീഷണൽ പ്രോബബിലിറ്റി മീൻസ് probability of A by B is equal to P of A intersection B divided by probability of B, where probability of B not equal to 0. ഇൻഡിപെൻഡന്റ് ഇവന്റ്സ് എടുക്കുന്ന സമയത്ത് P of A intersection B നമുക്ക് എഴുതാം, P of A into P of B എന്ന് എഴുതാൻ അതിന് വിളിക്കുന്ന പേരാണ് ഇൻഡിപെൻഡന്റ് ഇവന്റ്സ് എന്ന് പറയും. അതും നോട്ട് ചെയ്യാം. ഇനി അതിൻ്റെ മൂന്നാമത്തെ സെക്ഷനിലേക്ക് കടക്കുന്ന സമയത്താണ് നമ്മൾ പഠിക്കുന്നത് എന്താണ് ബയേസ് തിയറം എന്ന് പറയും. ബയേസ് തിയറം, ബയേസ് തിയറം, ബയേസ് തിയറം എന്ന് പറയുമ്പോൾ പ്രോബബിലിറ്റി ഓഫ് EI by A is equal to probability of EI into probability of A by EI divided by sigma j is equal to 1 to n probability of EJ into probability of A by EJ. ഇതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞുതരാം. ഇതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ വ്യക്തമായി മനസ്സിലാവും. തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്ന സമയത്ത് സിമ്പിളായിട്ട് പറഞ്ഞാൽ സാധാരണഗതിയിൽ നമ്മളൊരു രണ്ട് ബാഗ് ഉണ്ടെന്ന് വിചാരിക്കുക. ഒരു ബാഗ് സെലക്ട് ചെയ്തിട്ട് അവിടുന്ന് ഒരു വൈറ്റ് ബോർഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി എങ്ങനെയാണ് എന്നാണ് നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ പറയുന്നത്. പക്ഷേ വേറെ നേരെ തിരിച്ച് പറയും. ഒരു വൈറ്റ് ബോർഡ് കിട്ടി, അത് ഇന്ന ബാഗിൽ നിന്നുള്ള പ്രോബബിലിറ്റി എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് പറയുന്നതിന് വിളിക്കുന്ന പേരാണ് ബയേസ് തിയറം എന്ന് പറയുന്നത്. അപ്പോൾ ബയേസ് തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് മാത്രമേ ഞാൻ എഴുതിയിട്ടുള്ളൂ. അതിൽ വലിയ അർത്ഥമൊന്നുമില്ല. ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ അത് വ്യക്തമായി ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് ബയേസ് തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ആപ്ലിക്കൽ ആവുന്നത് എന്നുള്ള കാര്യം. പിന്നെ അതിനുശേഷം നമ്മൾ പറയുന്നതാണ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഓർമ്മയിരിക്കണം. എപ്പോഴും പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ്റെ ടോട്ടൽ സം എല്ലായ്പ്പോഴും 1 ആയിരിക്കും. അതിനൊരു പ്രോബബിലിറ്റി ഓരോ വേരിയബിളിനും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കും. ദാറ്റ് ഈസ് കോൾഡ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ വേരിയബിൾ. പിന്നെ ആ ചാപ്റ്ററിൻ്റെ ഏറ്റവും അവസാനം പഠിക്കുന്നതാണ് ബെർണോളീസ് ട്രയൽസ് ആൻഡ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. ബെർണോളീസ് ട്രയൽസ് എന്ന് പറയുമ്പോഴും ഓർമ്മയിരിക്കണം. ബെർണോളീസ് ട്രയൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Bernoulli's trials and binomial distribution. Bernoulli's trials and binomial distribution എപ്പോഴും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത് Bernoulli's trialsൽ നമ്പർ ഓഫ് ട്രയൽസ് എപ്പോഴും ലാർജ് ആയിരിക്കും. നമ്പർ ഓഫ് ട്രയൽസ് ഈസ് large but finite. Number of trials is large but finite. Number of trials എപ്പോഴും ലാർജ് ആയിരിക്കും, പക്ഷേ ഫൈനൈറ്റ് ആയിരിക്കും. ഒരു കോയിൻ 50 തവണ ടോസ് ചെയ്യപ്പെടുക എന്ന് പറയുമ്പോൾ ലാർജ് ആണ്, പക്ഷേ അതൊരു ഫൈനൈറ്റ് സംഖ്യയാണ്. രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ട്രയൽസ് ഈസ് ലാർജ് ബട്ട് ഫൈനൈറ്റ്. രണ്ടാമത്തെ കേസ് എന്ന് വെച്ചാൽ പ്രോബബിലിറ്റി ഓഫ് സക്സസ് ആൻഡ് ഫെയിലുവർ. സക്സസ് ആൻഡ് ഫെയിലുവർ remains constant in every time. ഏത് സമയത്തും എന്താണ് പ്രോബബിലിറ്റി ഓഫ് സക്സസും പ്രോബബിലിറ്റി ഓഫ് ഫെയിലിയറും എപ്പോഴും തുല്യമായിരിക്കും. എന്ന് പറയാൻ ഒരു കോയിൻ 5 തവണ ടോസ് ചെയ്ത് 5 തവണ ഹെഡ് കിട്ടി എന്ന് വിചാരിച്ച് 6ാമത്തെ തവണ ടെയിൽ കിട്ടിക്കൂടായികയില്ല. അപ്പോൾ അതുകൊണ്ട് പ്രോബബിലിറ്റി ഓഫ് സക്സസ് ആൻഡ് ഫെയിലിയർ റിമെയിൻസ് കോൺസ്റ്റന്റ് ഇൻ എവറി ട്രയൽ. അപ്പോൾ നമ്പർ ഓഫ് ട്രയൽസ് ലാർജ് ആണ് ബട്ട് ഫൈനൈറ്റ് ആണ്. പ്രോബബിലിറ്റി ഓഫ് സക്സസ് ആൻഡ് ഫെയിലിയർ റിമെയിൻസ് കോൺസ്റ്റന്റ് ഇൻ എവറി ട്രയൽ. അതുപോലെ തന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് ആണ്. ഇൻഡിപെൻഡന്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 5 തവണ ഞാൻ പറഞ്ഞല്ലോ ടെയിൽ വീണു, അപ്പോൾ 6ാമത്തെ തവണ ഹെഡ് വിടാം. അപ്പോൾ ഇൻഡിപെൻഡന്റ്, ഓരോ എക്സ്പെരിമെന്റ് എന്നാണ് ഇൻഡിപെൻഡന്റ് ആയിരിക്കും. അപ്പോൾ നമ്പർ ഓഫ് ട്രയൽസ് ലാർജ് ആണ് പക്ഷേ ഫൈനൈറ്റ് ആണ്. പ്രോബബിലിറ്റി ഓഫ് സക്സസ് ആൻഡ് ഫെയിലിയർ റിമെയിൻസ് കോൺസ്റ്റന്റ് ഇൻ എവറി ട്രയൽ. ഏത് ട്രയൽ എടുത്താലും പ്രോബബിലിറ്റി ഓഫ് സക്സസും ഫെയിലിയറും എല്ലായ്പ്പോഴും ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. അവസാനം പറഞ്ഞത് ഇൻഡിപെൻഡന്റ് ആണ്. ഇൻഡിപെൻഡന്റ് മീൻസ് ഒരു ട്രയൽ
സംഭവിച്ചു, അടുത്ത ട്രയലിനെ യാതൊരു വിധത്തിലും ബാധിക്കത്തില്ലെങ്കിൽ മാത്രമേ അത് ബെർണോളിയസ് ട്രയൽസ് ആയി മാറത്തുള്ളൂ. ഈ ബെർണോളിയസ് ട്രയൽസിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ പറഞ്ഞു പോകുന്നത്. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്താണ്? ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഫോർമുല എന്താണ് എന്ന് ചോദിച്ചാൽ, ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ പറയുന്ന സമയത്ത് പി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു, എങ്ങനെയാണ് ഫോർമുല? പി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എൻ സി എക്സ് പി റൈസ് ടു എക്സ് ക്യൂ റൈസ് ടു എൻ മൈനസ് എക്സ്, where x is equal to 0, 1, 2, 3, etc. up to n, and also p, probability of, ഇതൊക്കെ നോട്ട് ചെയ്തോണം, probability of success in a single trial. q എന്ന് പറഞ്ഞാൽ probability of failure, probability of failure in a single trial. അതുപോലെ പി പ്ലസ് ക്യൂ എല്ലായ്പ്പോഴും 1 ആയിരിക്കും. അപ്പോൾ അതോടെ ഓർമ്മയിരിക്കണം, പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എൻ സി എക്സ് പി റൈസ് ടു എക്സ് ക്യൂ റൈസ് ടു എൻ മൈനസ് എക്സ്. പി എന്ന് പറഞ്ഞാൽ പ്രോബിലിറ്റി ഓഫ് സക്സസ് ഇൻ എ സിംഗിൾ ട്രയൽ, ക്യൂ എന്ന് പറഞ്ഞാൽ പ്രോബിലിറ്റി ഓഫ് ഫെയിലിയർ ഇൻ എ സിംഗിൾ ട്രയൽ. എപ്പോഴും പി പ്ലസ് ക്യൂവിന്റെ വില 1 ആയിരിക്കും. ഒരു ട്രയലിലെ സക്സസിനെയാണ് പി എന്ന് വിളിക്കുന്നത്, ഒരു ട്രയലിലെ ഫെയിലിയറിനെയാണ് നമ്മൾ ക്യൂ എന്ന് വിളിക്കുന്നത്. എത്ര ട്രയൽസ് ഉണ്ട്? മൊത്തം n ട്രയൽസ്. എക്സ് എന്ന് പറഞ്ഞാൽ അതിലെ നമ്പർ ഓഫ് സക്സസിന് വിളിക്കുന്ന പേരാണ് എക്സ് എന്ന് പറഞ്ഞാൽ, എക്സിന്റെ വില. അതുകൊണ്ടാണ് ഒന്നിൽ ഒരു ട്രയൽ പോലും നമുക്ക് സക്സസ് ആവണമെന്നില്ല. ചിലപ്പോൾ ഒരു ട്രയലാകാം, 2 ട്രയലാകാം, 3 ട്രയലാകാം, n ട്രയൽസും വേണമെങ്കിൽ സക്സസ് ആവാം. പി എന്ന് പറഞ്ഞാൽ പ്രോബിലിറ്റി ഓഫ് സക്സസ് ഇൻ എ സിംഗിൾ ട്രയൽ, Q is the probability of failure in a single trial, N is the total number of trials, X എന്ന് പറഞ്ഞാൽ the number of success out of n trials എന്നാണ്. അപ്പോൾ ഈ ഒരു കാര്യം ഓർമ്മയിരിക്കുക. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഇതാണ് പറഞ്ഞു പോകുന്നത്. അപ്പോൾ നമ്മൾ സെക്കൻഡ് ഇയറിൽ പഠിച്ചത് കണ്ടീഷണൽ പ്രോബബിലിറ്റി പഠിച്ചു, ഇൻഡിപെൻഡന്റ് കേസ് പറയുന്നു. മൂന്നാമത്തെ കേസ് ബേസ് തിയറം. ബേസ് തിയറത്തിന്റെ ക്വസ്റ്റ്യൻ ചെയ്താൽ കുറച്ചുകൂടെ വ്യക്തമായി മനസ്സിലാവും, അത് ഞാൻ പറഞ്ഞുതരാം. അതിനുശേഷം നമ്മൾ പഠിക്കുന്നതാണ് ഈ പറഞ്ഞ ബെർണോളിയസ് ട്രയൽസ് ആൻഡ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ, അതുപോലെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ. അപ്പോൾ പ്രോബബിലിറ്റി സെക്കൻഡ് ഇയറിലാണ് കുറച്ചുകൂടെ ആധികാരികമായി പഠിച്ചത്. അപ്പോൾ അത് ഏകദേശം ഒന്ന് ഓർമ്മപ്പെടുത്താനാണ് ഞാൻ ശ്രമിച്ചത്. ഇനിയും സ്റ്റാറ്റിസ്റ്റിക്സിലേക്ക് വരുന്ന സമയത്ത് എന്താണ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇയറിൽ പഠിക്കുന്നത്. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സ് ഇസ് എ ബ്രാഞ്ച് ഓഫ് മാത്തമാറ്റിക്സ് ദാറ്റ് ഡീൽസ് വിത്ത് അനാലിസിസ്, സിന്തസിസ് ആൻഡ് ഇവാലുവേഷൻ ഓഫ് ഡേറ്റാസ് എന്ന് പറയും. അനലൈസ് ചെയ്യപ്പെടുക, സിന്തസിസ് ചെയ്യുക, ഇവാലുവേറ്റ് ചെയ്യപ്പെടുക. ഇതാണ് ഈ 3 വാക്കുകൾ: അനാലിസിസ്, സിന്തസിസ് ആൻഡ് ഇവാലുവേഷൻ ഓഫ് ഡേറ്റാസ്. ദാറ്റ് ഈസ് കോൾഡ് സ്റ്റാറ്റിസ്റ്റിക്സ്. അവിടെ നമ്മൾ പഠിക്കുന്ന പ്രധാനമായിട്ടും മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ പഠിക്കുന്നുണ്ട്. മീൻ ഡീവിയേഷൻ അബൌട്ട് മീന്, മീഡിയന്. അതിൻ്റെ കണ്ടിന്യൂസ് ഉണ്ട്, ഡിസ്ക്രീറ്റ് ഉണ്ട്, ഗ്രൂപ്പ്ഡ് അൺഗ്രൂപ്പ്ഡ് കണ്ടിന്യൂസ്, ഗ്രൂപ്പ്ഡ് അൺഗ്രൂപ്പ്ഡ് കണ്ടിന്യൂസ്. അങ്ങനെ 3 ടൈപ്പാണ് നമ്മളവിടെ എന്ത് ചെയ്തത്, മീൻ ഡീവിയേഷൻ അബൌട്ട് മീനും മീഡിയനും കണ്ടെത്തിയത്. ഗ്രൂപ്പ്ഡ്, അൺഗ്രൂപ്പ്ഡ്, കണ്ടിന്യൂസ്. പിന്നെ അതിനുശേഷം ലാസ്റ്റ് പഠിക്കുന്ന ഒരു കാര്യം കൂടെ ഉണ്ട്, കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ. സ്റ്റാറ്റിസ്റ്റിക്സിനകത്ത് ഏറ്റവും ലാസ്റ്റ് പഠിച്ച ഒരു കാര്യമാണ് കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ. കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ കണ്ടുപിടിക്കാൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിവൈഡഡ് ബൈ അരിത്തമെറ്റിക് മീൻ ഇൻറ്റു 100 അല്ലെങ്കിൽ S.D ഡിവൈഡഡ് ബൈ AM ഇൻറ്റു 100. കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ കണ്ടുപിടിക്കാൻ ഒരു ഫോർമുലയാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിവൈഡഡ് ബൈ അരിത്തമെറ്റിക് മീൻ ഇൻറ്റു 100 എന്ന് പറയും. ഇപ്പോൾ ഒരു ക്ലാസ്സിലെ അല്ലെ 2 ക്ലാസ് എടുക്കുന്ന സമയത്ത് അവിടെ അരിത്തമെറ്റിക് മീൻ ഒരുപോലാണ് വരുന്നതെങ്കിൽ ഏത് ക്ലാസ്സാണ് കമ്പാരിറ്റീവ്ലി ബെറ്റർ എന്ന് കണ്ടുപിടിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ ഈ ക്ലാസ്സിൽ 50 പേരുണ്ട്, ആവറേജ് 16 മാർക്കാണ്. അപ്പുറത്തെ ക്ലാസ് കൊണ്ട് അവിടെയും ആവറേജ് 16 മാർക്കാണ്. പക്ഷേ ഒബ്സർവേഷനിൽ വ്യത്യാസമുണ്ട്. നമുക്ക് ഏത് ക്ലാസ്സാണ് ബെറ്റർ എന്ന് പറയാൻ സാധിക്കുന്നില്ല. ആ അരിത്തമെറ്റിക് മീൻ സെയിം ആകുന്ന കേസിലെല്ലാം ഏത് ക്ലാസ്സാണ് ബെറ്റർ എന്ന് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കപ്പെടുന്ന ഒരു മെത്തേഡാണ് ഈ പറഞ്ഞ കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ. കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ കണ്ടുപിടിക്കാൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിവൈഡഡ് ബൈ അരിത്തമെറ്റിക് മീൻ ഇൻറ്റു 100. ഈ കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ ചെറുതായിട്ടിരിക്കുന്ന ക്ലാസ്സാണ് എപ്പോഴും നല്ലത്. ഇറ്റ് ഈസ് മോർ കൺസിസ്റ്റന്റ് ആൻഡ് സ്റ്റേബിൾ എന്ന് പറയും. 2 ക്ലാസ്സുകൾ തമ്മിൽ കമ്പയർ ചെയ്യുന്ന സമയത്ത് കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ ഏറ്റവും ചെറുതായിട്ടിരിക്കുന്ന ക്ലാസ് ഏതാണോ അതാണ് മോർ സ്റ്റേബിളും അതുപോലെ കൺസിസ്റ്റന്റും. ഈ ഒരു കാര്യം എപ്പോഴും ഓർമ്മയിലിരിക്കണം. കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ ചെറുതായിട്ടിരിക്കുന്ന ക്ലാസ്സാണ് എപ്പോഴും മോർ കൺസിസ്റ്റന്റ്, മോർ സ്റ്റേബിൾ. അപ്പോൾ ഇതാണ് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഏറ്റവും അവസാനം പഠിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യപ്പെടുന്ന ടോപ്പിക് എന്ന് പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്സ് പ്രോബബിലിറ്റിയാണ്. സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോബബിലിറ്റി. അതിൽ പ്രോബബിലിറ്റി എന്ന് പറയുന്ന സമയത്ത് ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറോടെ പ്രോബബിലിറ്റി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സ്റ്റാറ്റിസ്റ്റിക്സ് ഫസ്റ്റ് ഇയറിലെ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. അപ്പോൾ ആ മോഡ്യൂൾ നമുക്കൊന്ന് പരിശോധിക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർമ്മയിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓരോ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് അതുമായിട്ട് ബന്ധപ്പെടുത്തിയ കാര്യങ്ങൾ ഞാൻ സൈഡിൽ എഴുതാം, അത് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ആദ്യ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം.
ക്വസ്റ്റ്യൻ ആദ്യത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് ദി മീൻ ഓഫ് n ഒബ്സർവേഷൻ ഓഫ് x1 x2 x3 etc xn be x bar then the mean of observation 2x1 plus 3 2x2 plus 3 etc 2xn plus 3 എന്നാണ്. അതായത് x1 x2 x3 etc xn എന്ന് പറയുന്ന n ഒബ്സർവേഷന്റെ മീൻ എന്താന്ന് പറയുന്നുണ്ട് x bar. x bar ആണ് ഇവയുടെ മീൻ എന്ന് പറയാൻ നമുക്ക് എങ്ങനെ എഴുതാം? x bar is equal to x1 plus x2 plus x3 plus etc plus xn divided by n. മീൻ കണ്ടുപിടിക്കാൻ അറിയാമല്ലോ, സം ഓഫ് ദി ഒബ്സർവേഷൻ ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻ വിളിക്കുന്ന പേരാണ് അരിത്തമെറ്റിക് മീൻ എന്ന് പറയും. അപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റിന്റെ ആദ്യ പാർട്ട് പറയുന്നത് ഇതാണ്, x1 x2 x3 etc xn എന്ന് പറയുന്ന n ഒബ്സർവേഷന്റെ മീനാണ് x bar എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? x1 plus x2 plus x3 plus etc xn by n is equal to x bar എന്ന് വിളിക്കാം. ഇനി നമ്മുടെ ചോദ്യത്തിനകത്ത് ചോദിച്ചേക്കുന്നത് അങ്ങനെയെങ്കിൽ 2x1 plus 3 2x2 plus 3 2x3 plus 3 etc 2xn plus 3 അരിത്തമെറ്റിക് മീൻ. അപ്പം ഞാനത് കണ്ടുപിടിക്കുന്നു. ദെൻ ചെയ്യുന്ന നോക്കിക്കോണം. 2x1 plus 3 plus 2x2 plus 3 plus 2x3 plus 3 plus etc plus 2 xn plus 3 അരിത്തമെറ്റിക് മീൻ കണ്ടുപിടിക്കാൻ ഇവയെല്ലാം കൂട്ടിയിട്ട് n കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ n കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് വരും? വിച്ച് ഈസ് ഈക്വൽ ടു ഇവയുടെ അരിത്തമെറ്റിക് മീൻ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്നാണ് ചോദിക്കുന്നത്. ഇവയുടെ അരിത്തമെറ്റിക് മീൻ കണ്ടുപിടിക്കാൻ ഇവയെല്ലാം കൂടെ കൂട്ടിയിട്ട് n കൊണ്ട് ഡിവൈഡ് ചെയ്യാം. വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് മനസ്സിലാകും എല്ലാ ടൈമിൽ നിന്നും ആരെ കോമ എടുക്കാം? 2 കോമ എടുക്കാം. ഇവിടുന്ന് ഒരു 2 കോമ എടുക്കാം, ഇവിടുന്ന് എടുക്കാം, ഇവിടുന്ന് എടുക്കാം, ഇവിടുന്ന് എടുക്കാം. എല്ലായിടത്തു നിന്നും 2 കോമ എടുത്താൽ ബാക്കി ആര് വരും ബ്രാക്കറ്റിനകത്തിൽ? x1 plus x2 plus x3 plus etc plus xn plus. ഇനി നമ്മൾ മനസ്സിലാക്കണം എത്ര 3 ഉണ്ടെന്ന് മനസ്സിലാക്കണം. ആദ്യത്തെ ടൈമിനകത്ത് ഒരു 3 ഉണ്ട്, രണ്ടാമത്തെ ടൈം ആകുമ്പോൾ ഒരു 3 വരുന്നുണ്ട്, മൂന്നാമത്തെ ടൈമിൽ ഒരു 3 ഉണ്ട്, എന്നാമത്തെ ടൈമിലും 3 ഉണ്ട്. 3 ഈസ് ആഡിങ് n ടൈംസ്. 3 n ടൈംസ് ആഡ് ചെയ്താൽ എത്രയായി മാറി? 3n ആയി മാറി അല്ലേ? 3 ഒരു തവണ കൂട്ടിയാൽ 3, 3 രണ്ട് തവണ കൂട്ടിയാൽ 2 into 3 നേടും, 3 തവണ കൂട്ടിയാൽ 9 വരും, അതായത് 3 into 3, 4 തവണ കൂട്ടിയാൽ 12, 4 into 3 നേടും. അപ്പോൾ n തവണ കൂട്ടുന്ന സമയത്ത് അയാൾ എന്തായി മാറി? 3n ആയി മാറി. ഡിവൈഡഡ് ബൈ ആര് വരും? n, which is equal to 2 into എന്ത് വരും? x1 plus x2 plus x3 plus etc plus xn divided by n plus 3n by n. ഓരോ ടേമിനെയും നമ്മൾ സെപ്പറേറ്റ് ഡിവൈഡ് ചെയ്തു. which is equal to 2 into x1 plus x2 plus x3 plus etc plus xn by n എന്ന് പറഞ്ഞാൽ എന്താണ്? മുകളിൽ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്, അതിന്റെ വിളിക്കുന്ന പേര് ക്വസ്റ്റിനകത്ത് വ്യക്തമായി പറയുന്നുണ്ട് x bar. അപ്പോൾ ഇതെന്തായി മാറി? 2x bar plus 3n by n. n എന്നോട് ക്യാൻസൽ ആയി മാറി, ബാക്കി ആര് വരും? 3. സോ ദി ആൻസർ ഈസ് 2x bar plus 3 എന്ന് വരും. നമ്മുടെ ഓപ്ഷൻ നോക്കുന്ന സമയത്ത് ഓപ്ഷനിലെ രണ്ടാമത്തെ ആൻസർ ഓപ്ഷൻ ബി ആണ്, 2x bar plus 3. അപ്പം ഞാൻ ഒന്നുകൂടെ പറയാം. ആദ്യത്തെ n ഒബ്സർവേഷൻ ഉണ്ട്, അവയുടെ അരിത്തമെറ്റിക് മീൻ x bar എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ x1 plus x2 plus x3 plus xn by n is equal to x bar എന്ന് പറഞ്ഞു. അങ്ങനെയെങ്കിൽ 2x1 plus 2x2 plus 2x3 plus etc 2xn plus 3 അരിത്തമെറ്റിക് മീൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. അരിത്തമെറ്റിക് മീൻ കണ്ടുപിടിക്കാൻ സം ഓഫ് ദി ഒബ്സർവേഷൻ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻ ഇതെല്ലാം കൂടെ കൂട്ടുന്ന സമയത്ത് എല്ലാ ടൈമിനും x1 x2 x3 etc xn എന്ന് പറഞ്ഞ ടൈമിന്റെ കൂടെ വരുന്ന 2 കോമൺ ആയിട്ട് ഇങ്ങ് എടുത്തു. അപ്പോൾ 2 into x1 plus x2 plus x3 plus etc plus xn plus എത്ര 3 ഉണ്ടെന്ന് കൗണ്ട് ചെയ്യണം. n 3s ഉണ്ട്, സോ ഇറ്റ് ഈസ് 3n ഹോൾ ഡിവൈഡഡ് ബൈ n. സെപ്പറേറ്റ് ഡിവൈഡ് ചെയ്യുക പ്ലസ് 3n by n. ഇതിനെ വിളിക്കുന്ന പേരാണ് x bar. അപ്പോൾ 2 into x bar പ്ലസ് എന്നിലൂടെ ക്യാൻസൽ ആയി മാറുമ്പോൾ കിട്ടുന്ന വാല്യൂ ആണ് 3. സോ 2x bar plus 3 എന്ന് പറയുന്നതാണ് നമ്മുടെ അരിത്തമെറ്റിക് മീൻ കണ്ടുപിടിക്കുമ്പോൾ കിട്ടുന്ന ഫോർമുല. അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റിലേക്ക് നമുക്ക് ശ്രദ്ധിക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. ദി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് 1, 2, 3 etc 10 ഈസ് സിഗ്മ. ആദ്യത്തെ 1 മുതൽ 10 വരെയുള്ള ടേമുകളുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷന്റെ ഫോർമുല അറിഞ്ഞിരിക്കണം. അത് എത്രയാണെന്ന് പറയുന്നുണ്ട്? സിഗ്മ. അങ്ങനെയെങ്കിൽ ദെൻ ദി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 11, 12, 13 etc 20 വരെ. അപ്പോൾ 1 മുതൽ 10 വരെയുള്ള ടേമുകളുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 1 മുതൽ 10 വരെയുള്ള ടേമുകളുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തന്നിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈസ് ഈക്വൽ ടു എത്രയാണ്? സിഗ്മ എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. സിഗ്മ. അപ്പോൾ സിഗ്മ ഈസ് ഈക്വൽ ടു ഫോർമുല അറിയാം. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ xi minus x bar the whole square divided by n. അതിന്റെ റൂട്ടിനെ വിളിക്കുന്ന പേരാണ് ശരിക്കും പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അല്ലെങ്കിൽ ഈ റൂട്ട് ഇല്ലെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് വേരിയൻസ് എന്ന് പറയും. വേരിയൻസിന്റെ സ്ക്വയർ റൂട്ടാണ് എപ്പോഴും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന 1 മുതൽ 10 വരെയുള്ള ടേമുകളുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എത്ര എന്ന് പറഞ്ഞിട്ടുണ്ട്? സിഗ്മ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ
ഈ ആദ്യം എന്ത് ചെയ്യണം, എല്ലാ ടൈമിൽ നിന്നും അരിത്തമെറ്റിക് മീൻ കുറയ്ക്കുകയാണ്. xi മൈനസ് എക്സ് ബാർ ദി ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ എന്നിനെ വിളിച്ച പേരാണ് എന്താണ് സിഗ്മ. അപ്പോൾ എക്സ് ബാർ ആദ്യം കണ്ടുപിടിക്കണം. എക്സ് ബാർ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് എന്താണ്, 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് എക്സെട്ര പ്ലസ് 10 ഡിവൈഡഡ് ബൈ 10. ആദ്യത്തെ 10 ടൈമുകളുടെ അരിത്തമെറ്റിക് മീൻ ഫോർമുലയുണ്ട്. ആദ്യത്തെ n നാച്ചുറൽ സംഖ്യയാണ്, n ഇൻറ്റു n പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു ഒരു 10 ഉണ്ട്, വിച്ച് ഈസ് ഈക്വൽ ടു 5.5 എന്ന് വരും. 10 and 10 കൂടെ ക്യാൻസലായി മാറി. ഞാൻ ഫോർമുല അപ്ലൈ ചെയ്തു എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഇത് കൂട്ടി നോക്കാം. ഞാൻ നോക്കുന്ന സമയത്ത് 1 മുതൽ 10 വരെയുള്ള ആദ്യത്തെ നാച്ചുറൽ സംഖ്യയുടെ ഫോർമുല നമ്മൾ പഠിക്കുന്നുണ്ട്. n ഇൻറ്റു n പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2 അത് അപ്ലൈ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ കാൽക്കുലേറ്ററെ അതിൽ കൂട്ടി നോക്കാം, അല്ലെങ്കിൽ അല്ലാതെ കൂട്ടി വേണം. എൻട്രൻസിന് കാൽക്കുലേറ്റർ പറ്റാത്തതുകൊണ്ട് ഞാൻ മാക്സിമം ഫോർമുലാസ് യൂസ് ചെയ്ത് ചെയ്യും. അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയേക്കുന്നത്. 5.5 എന്നായി മാറും. ഇനി എന്ത് ചെയ്യണം, നമ്മൾ ഓരോ ടൈമിൽ നിന്ന് ഇതിന്റെ സ്ക്വയറിന്റെ സം കണ്ടുപിടിക്കണം. ദെൻ നോക്കണം, 1 മൈനസ് 5.5 ദി ഹോൾ സ്ക്വയർ പ്ലസ് 2 മൈനസ് 5.5 ദി ഹോൾ സ്ക്വയർ പ്ലസ് 3 മൈനസ് 5.5 ദി ഹോൾ സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് 10 മൈനസ് 5.5 ദി ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ എന്ത് വരും, 10. അതാണ് സിഗ്മ xi മൈനസ് എക്സ് ബാർ ദി ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ n. ഇതിന്റെ റൂട്ട് കണ്ടുപിടിക്കണം. അപ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, യഥാർത്ഥത്തിൽ സിഗ്മ കിട്ടത്തുള്ളൂ. അപ്പോൾ ഇത് ഓരോന്നും ഇപ്പോൾ 1 മൈനസ് 5.5 എന്ന് പറഞ്ഞാൽ 4.5ന്റെ സ്ക്വയർ എന്നായി മാറും. 4.5ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ റൂട്ട് 20.25. അടുത്ത 2 മൈനസ് 5.5 ദി ഹോൾ സ്ക്വയർ എന്നായി മാറും. 2 മൈനസ് 5.5 ദി ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ 3.5. 3.5ന്റെ സ്ക്വയർ എന്ന് വെച്ചാൽ 12.25 എന്നായി മാറും. 12.25 പ്ലസ് എക്സെട്ര. ഓരോ ടൈമും നിങ്ങൾ കണ്ടുപിടിക്കണം. കണ്ടുപിടിച്ചിട്ട് ഇതെല്ലാം കൂടെ കൂട്ടണം. അവസാന ടൈമോടെ ഞാൻ എഴുതാം. അവസാന ടൈം വരുന്നത് 20. കുറെ കഴിയുമ്പോൾ ടൈം റിപ്പീറ്റ് ചെയ്യും. 20.25 ഡിവൈഡഡ് ബൈ 10 എന്നായി മാറും. സിഗ്മ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 82.5 എന്നായി മാറും. സിഗ്മ ഈസ് ഈക്വൽ റൂട്ട് ഓഫ് 82.5 ഡിവൈഡഡ് ബൈ 10 എന്നായി മാറും, which is equal to root 8.25 എന്ന് കിട്ടും. അപ്പോൾ ആദ്യത്തേതാണ് ഞാൻ ചെയ്ത് കാണിച്ചത്. 1 മുതൽ 10 വരെയുള്ള ടേമുകളുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അവിടെ വിളിച്ച പേരാണ് സിഗ്മ എന്ന് പറയും. അപ്പോൾ ആ സിഗ്മ കണ്ടെത്താനുള്ള ശ്രമമാണ് ഞാൻ നടത്തിയത്. അപ്പോൾ സിഗ്മ കണ്ടുപിടിക്കുന്നതിൻ്റെ ഫോർമുല അറിയാം. സിഗ്മ റൂട്ട് ഓഫ് സിഗ്മ, ഇത് ക്യാപിറ്റൽ സിഗ്മ xi മൈനസ് എക്സ് ബാർ ദി ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ n. ഓരോ ഒബ്സർവേഷനും അരിത്തമെറ്റിക് മീൻ കുറയ്ക്കുക, എന്നിട്ട് അതിനെ സ്ക്വയർ ചെയ്യുക. അതാണ് ചെയ്തേക്കുന്നത്. ആദ്യം അരിത്തമെറ്റിക് മീൻ കണ്ടുപിടിക്കുന്നു, ഓരോ ഒബ്സർവേഷനും സ്ക്വയർ ചെയ്തു, എന്നിട്ട് എന്ത് ചെയ്യണം, 10 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. n മീൻസ് നമ്പർ ഓഫ് ഒബ്സർവേഷൻ ആണ്. 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അതിൻ്റെ റൂട്ട് എടുക്കുക. റൂട്ട് എടുക്കുമ്പോൾ കിട്ടുന്നത് സിഗ്മയാണ്. ദാറ്റ് ഈസ്, ഞാൻ എല്ലാ ടൈമും ചെയ്തിട്ടില്ല, ജസ്റ്റ് നിങ്ങളൊന്ന് ചെയ്തു നോക്കണം. ചെയ്യാനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടി ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ. ഡിവൈഡഡ് ബൈ 10 which is equal to root 82.5 divided by 10 which is equal to root 8.25. ഇതാണ് നമുക്ക് 1 മുതൽ 10 വരെയുള്ള സ്റ്റാൻഡേർഡ് ഒബ്സർവേഷൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കിട്ടുന്നത്. അങ്ങനെയെങ്കിൽ ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്ന 11, 12, 13, 14 എന്ന് പറയുന്ന ടേമുകൾ, 20 മുതലുള്ള ടേമുകളുടെ എന്ത് ചെയ്യണം, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കണം. അപ്പോൾ 11 മുതൽ 20 വരെയുള്ള ടേമുകളുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം, 11 മുതൽ 20 വരെയുള്ള ടേമുകളുടെ മീൻ ആദ്യം കണ്ടുപിടിക്കണം. മീൻ കണ്ടുപിടിച്ചിട്ട് ഇതേപോലെ തന്നെ എന്ത് ചെയ്യണം, ഓരോ ഒബ്സർവേഷനും കുറയ്ക്കണം. എന്നാൽ മാത്രമേ നമുക്കത് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, നൗ കൺസിഡർ, നോക്കണം ചെയ്യുന്ന രീതി. നൗ കൺസിഡർ 11, 12, 13 എക്സെട്ര 20 വരെ. അപ്പോൾ അരിത്തമെറ്റിക് മീൻ കണ്ടുപിടിക്കാൻ അറിയാം. 11 പ്ലസ് 12 പ്ലസ് 13 പ്ലസ് എക്സെട്ര 20 ഡിവൈഡഡ് ബൈ 10 എന്നായി മാറും. അപ്പോൾ ഇതെല്ലാം അവിടെ കൂട്ടണം. കൂട്ടുന്ന സമയത്ത് അതിൻ്റെ മീൻ എന്നിട്ട് 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അതിൻ്റെ മീൻ കിട്ടുന്നത് 15.5 എന്ന് വരും. ഇനി എന്ത് ചെയ്യണം, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇപ്പോൾ കണ്ടുപോലെ കണ്ടുപിടിക്കണം. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കുന്ന സമയത്ത് ഓരോ ഒബ്സർവേഷനും, അതായത് 11 മൈനസ് 15.5 ദി ഹോൾ സ്ക്വയർ പ്ലസ് 12 മൈനസ് 15.5 ദി ഹോൾ സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് ലാസ്റ്റ് ടൈമായി 20 മൈനസ് 15.5 ദി ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ ആര് വരും, 10 which is equal to root of 82.5 ഡിവൈഡ് ബൈ 10 which is equal to root 8.25 എന്നായി മാറും. അപ്പോൾ 8.25 എന്നായി മാറും. അപ്പോൾ എന്ത് പറ്റും, 8.25 എന്ന് പറയുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, രണ്ടിടത്തും സിഗ്മ ഒരുപോലെ വരും. അപ്പോൾ 1 മുതൽ 10 വരെയുള്ള ടൈമുകളുടെ സമ്മിൻ്റെ സിഗ്മ എടുക്കുന്ന സമയത്ത് 8.25 ആണ്. 11 മുതൽ 20 വരെയുള്ള ടൈമുകളുടെയും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഞാൻ കണ്ടുപിടിച്ചു. ആ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വിളിച്ച പേരാണ് സിഗ്മ, അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് കൊടുക്കാം. അപ്പോൾ നമ്മുടെ രണ്ടിടത്തും സിഗ്മ ഒരുപോലെ ആയതുകൊണ്ട് നമ്മുടെ ഓപ്ഷൻ എന്തായിരിക്കും, സിഗ്മ എന്ന് പറയുന്നതായിരിക്കും ഓപ്ഷൻ. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം, വളരെ ഷോർട്ട് കട്ട് ആയിട്ടൊരു കാര്യമാണ്. ഇപ്പോൾ 1 മുതൽ 10 വരെയുള്ള ടൈമുകളുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിച്ചു. അപ്പോൾ ഒരു ഫിക്സഡ് നമ്പർ ഇതിൻ്റെ കൂടെ കൂട്ടിക്കൂട്ടി പോയി കഴിഞ്ഞാലും സ്റ്റാൻഡേർഡ് ഡീവിയേഷനകത്ത് യാതൊരു വ്യത്യാസവും വരത്തില്ല.
അതാണ് അതിൻ്റെ അർത്ഥം. 1 മുതൽ 10 വരെയുള്ള ടീമിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തന്നെ ആയിരിക്കും 11 മുതൽ 20 വരെയുള്ള ടീമുകളുടെയും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഇപ്പോൾ 2 വെച്ച് കൂട്ടി കഴിഞ്ഞാൽ ഒക്കെ പ്രശ്നം. ഒരെണ്ണത്തിൽ 2 വെച്ച് കൂട്ടുന്നു, ഒരിടത്ത് 3 വെച്ച് കൂട്ടുന്നു, അങ്ങനെ കൂട്ടിയാൽ പ്രശ്നം വരും. ഒരു ഫിക്സഡ് നമ്പർ, ഇപ്പോൾ 2 വെച്ച് എല്ലാത്തിനെയും കൂട്ടിയാലും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വ്യത്യാസം വരത്തില്ല. ഒരു ഫിക്സഡ് നമ്പർ വെച്ച് ഒബ്സർവേഷനെ കൂട്ടി എഴുതി കഴിഞ്ഞാൽ ഒബ്സർവേഷനിനകത്ത് യാതൊരു വ്യത്യാസവും, ഒബ്സർവേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷനകത്ത് യാതൊരു വ്യത്യാസവും വരുന്നതല്ല. ഇതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട റിസൾട്ട്. ഇപ്പോൾ നോട്ടായിട്ട് വേണമെങ്കിൽ എഴുതാം, ഇഫ് എ ഫിക്സഡ് നമ്പർ ഈസ് ആഡഡ് to the observation, then the standard deviation remains same. If a fixed number is added to the observation, the standard deviation remains the same. അതൊരു റിസൾട്ട് ആയിട്ട് നിങ്ങൾ എഴുതിക്കോണം. If a fixed number is added to the observation, the standard deviation of the observation remains same. അപ്പോൾ അതാണ്, അത് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ഇത്രയും ഞാൻ എഴുതി കാണിച്ചത്. ഇതാണ് റിസൾട്ട്. ഇനി ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്തു നോക്കാൻ മെനക്കെടരുത്. ആദ്യത്തെ ഒബ്സർവേഷൻ എത്ര പറഞ്ഞിരിക്കുന്നു അതിൻ്റെ മാത്രം സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിച്ചാൽ മതി. അതേ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തന്നെ ആയിരിക്കും ബാക്കി 11 മുതൽ 20 വരെയുള്ള ഒബ്സർവേഷൻ്റെയും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അപ്പോൾ ആ ഒരു കാര്യം വ്യക്തമായി ഓർമ്മയിരിക്കുക. ഇതിൻ്റെ ഓപ്ഷൻസ് നമ്മൾ ശ്രദ്ധിക്കുക, സിഗ്മയാണ്. അപ്പം രണ്ടിടത്തും ഒബ്സർവേഷൻ്റെ എടുക്കുന്നു, ഞാൻ അതിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിച്ചു, രണ്ടിടത്തും സെയിം ആണ്. ബിക്കോസ് എ ഫിക്സഡ് നമ്പർ ഈസ് ആഡഡ് ടു ദി ഒബ്സർവേഷൻ, ദി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ റിമെയിൻ സെയിം. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ മാത്രമല്ല മക്കളെ, ഒരു കാര്യം കൂടെ ഓർത്തോണം, വേരിയൻസും സെയിം ആയിരിക്കും. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ ഓപ്ഷൻ ഫസ്റ്റ് ഓപ്ഷനാണ്, സിഗ്മ തന്നെയാണ്, യാതൊരു വ്യത്യാസമില്ല. സോ ദി ഫസ്റ്റ് ഓപ്ഷൻ എ എന്ന് പറഞ്ഞ ഓപ്ഷനാണ് നമ്മുടെ രണ്ടാമത്തെ ആൻസർ. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയാൽ ദി മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ ഫോർ ദി ഒബ്സർവേഷൻ -104. കഴിഞ്ഞ വർഷം പഠിക്കുന്ന വളരെ എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യനാണ്. മീൻ ഡീവിയേഷൻ ഫ്രം ദി മീൻ ഓഫ് ദി ഒബ്സർവേഷൻസ് ആണ്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം, അതിൻ്റെ മീൻ കണ്ടുപിടിക്കണം. ഒബ്സർവേഷൻസ് ഏതൊക്കെയാണ് നമുക്ക് തന്നിരിക്കുന്നത്? ഒബ്സർവേഷൻ ഏതൊക്കെയാണ്? ഒബ്സർവേഷൻ XI എന്ന് പറഞ്ഞു തന്നിരിക്കുന്ന -1, 0, 4. എന്ത് ചെയ്യണം? എക്സ് ബാർ കണ്ടുപിടിക്കണം. എക്സ് ബാർ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? -1 + 0 + 4 ഡിവൈഡഡ് ബൈ 3 വിച്ച് ഈസ് ഈക്വൽ ടു 1. ഇനി എന്ത് ചെയ്യണം? XI - X ബാർ കണ്ടുപിടിക്കണം. എന്താണ് XI - X ബാർ? ഓരോ ഒബ്സർവേഷനും ഇത് കുറയ്ക്കണം. എക്സ് ബാർ കുറയുമ്പോൾ -1 എന്ത് വരും? -1 എന്നായി മാറും. അതായത് -2ന്റെ മോഡുലസ്, ദാറ്റ് ഈസ് +2. 0 - 1 എന്ന് പറഞ്ഞാൽ 1 ആയി മാറും. ഇത് 3 ആയി മാറും. സോ എന്ത് വിളിക്കാം? മീൻ ഡീവിയേഷൻ. ഫോർമുല എങ്ങനെയാ? മീൻ ഡീവിയേഷൻ ഫ്രം മീൻ ഈസ് ഈക്വൽ ടു സിഗ്മ XI - X ബാർ ഡിവൈഡഡ് ബൈ n എന്ന് പറഞ്ഞാൽ XI - X ബാർ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഇത് കൂട്ടുന്നതിന് വിളിക്കുന്ന പേരാണ് സിഗ്മ. XI - X ബാർ ഈസ് ഈക്വൽ ടു 6 എന്ന് വരും. ദാറ്റ് ഈസ് 6 ഡിവൈഡഡ് ബൈ n എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് ഒബ്സർവേഷൻ ആൻസർ വരുന്നത് 2 ആണ്. അതായത് നമ്മുടെ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ, ഓപ്ഷൻ ഡി. അപ്പം ഞാൻ ഒന്നുകൂടെ പറയാം. ആദ്യം എന്ത് ചെയ്യണം? മീൻ ഡീവിയേഷൻ, ബാക്കി ശ്രദ്ധിക്കുക. മീനിൽ നിന്നുള്ള ഡീവിയേഷൻ, മീൻ ഡീവിയേഷൻ ഫ്രം ദി മീൻ, മീനിൽ നിന്നുള്ള മീൻ ഡീവിയേഷൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? എക്സൈസ് എല്ലാം എഴുതിയിട്ടുണ്ട്. എക്സ് ബാർ എന്ന് പറയുന്ന മീൻ കണ്ടുപിടിക്കും. മീൻ കണ്ടുപിടിക്കാൻ അറിയാമല്ലോ, സം ഓഫ് ദി ഒബ്സർവേഷൻ ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻ എടുക്കുമ്പോൾ മീനായി മാറും. ഓരോ ഒബ്സർവേഷനും എന്ത് ചെയ്യണം? ഈ എക്സ് ബാർ കുറയ്ക്കണം. അതാണ് എഴുതിയിരിക്കുന്നത് XI - X ബാർ. എന്നിട്ട് എന്ത് ചെയ്യണം? സിഗ്മ XI - X ബാർ കണ്ടുപിടിക്കുക. സിഗ്മ XI - X ബാർ കണ്ടുപിടിക്കുമ്പോൾ 6 വരും. മീൻ ഡീവിയേഷൻ ഫ്രം ദി മീൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുല സിഗ്മ XI - X ബാർ ഡിവൈഡഡ് ബൈ n. സിഗ്മ XI - X ബാർ എന്ന് പറഞ്ഞാൽ 6 ആണ്. ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ 3 ആണ്. 6/3 എന്ന് വരും. 6/3 ഈസ് ഈക്വൽ ടു 2. അപ്പോൾ ഇതാണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. മീൻ ഡീവിയേഷൻ ഫ്രം ദി മീൻ ഈസ് ഈക്വൽ ടു 2. സോ ദി ഓപ്ഷൻ ഈസ് ഡി ആണ്. ഓക്കെ, അടുത്ത നാലാമത്തെ ക്വസ്റ്റ്യൻ. ദി വേരിയൻസ് ഓഫ് ദി ഒബ്സർവേഷൻ 22, 26, 28, 20, 24, 30 ഈസ് ദി വേരിയൻസ് ഓഫ് ദി ഒബ്സർവേഷൻ. വേരിയൻസ് കണ്ടുപിടിക്കാനാണ് നമ്മൾ രണ്ടാമത്തെ ക്വസ്റ്റിനകത്ത് വേരിയൻസ് കണ്ടുപിടിക്കേണ്ട ഫോർമുല ഞാൻ പറഞ്ഞു. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ സ്ക്വയറിനെ വിളിക്കുന്ന പേരാണ് വേരിയൻസ് എന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് മീൻ കണ്ടുപിടിക്കണം. വേരിയൻസ് കണ്ടുപിടിക്കാനായിട്ട് ആദ്യം എന്ത് ചെയ്യണം? മീൻ കണ്ടുപിടിക്കണം. അപ്പം മീൻ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് ശ്രദ്ധിക്കാം. അപ്പം മീൻ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? സം ഓഫ് ദി ഒബ്സർവേഷൻ. മീൻ ഈസ് ഈക്വൽ ടു ഒബ്സർവേഷൻസ് ഉണ്ട്, ഒബ്സർവേഷൻസ് എല്ലാം കൂടെ കൂട്ടണം. അപ്പോൾ നമുക്ക് മീൻ കിട്ടും. അതായത് മീൻ എക്സ് ബാർ ഈസ് ഈക്വൽ ടു 22 + 26 + 28 + 20 + 24 + 30 ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻ 6 ആണ്. അതായത് 150 ഡിവൈഡഡ് ബൈ 6 എന്ന് വരും, വിച്ച് ഈസ് ഈക്വൽ ടു 25. നമ്മളോട് ചോദിച്ചിരുന്ന വേരിയൻസ് ആണ്. അതായത് സിഗ്മ സ്ക്വയർ ആണ് കണ്ടുപിടിക്കേണ്ടത്. സിഗ്മ സ്ക്വയർ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ സിഗ്മ XI - X ബാർ ദി ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ n വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് വിളിക്കാം? 22 - 25 ദി ഹോൾ സ്ക്വയർ
പ്ലസ് ഓരോ ഒബ്സർവേഷനിൽ നിന്നും ഈ മീനിന്റെ കുറയ്ക്കുക, സ്ക്വയർ ചെയ്യുക, എന്നിട്ട് n കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 26 മൈനസ് 25 ദി ഹോൾ സ്ക്വയർ പ്ലസ് 28 മൈനസ് 25 ദി ഹോൾ സ്ക്വയർ പ്ലസ് 20 മൈനസ് 25 ദി ഹോൾ സ്ക്വയർ പ്ലസ് 24 മൈനസ് 25 ദി ഹോൾ സ്ക്വയർ പ്ലസ് 30 മൈനസ് 25 ദി ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ നമ്പർ ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ എത്ര ഒബ്സർവേഷൻസ് ഉണ്ട്? 6 ഉണ്ട്. ഇതെല്ലാം കൂടെ ഇതിപ്പോൾ 22 മൈനസ് 25 ചെയ്യാൻ എളുപ്പമാണ്. 22 മൈനസ് 25 3 വരും. 3ന്റെ സ്ക്വയർ 9 പ്ലസ് 1 ഇത് 9 പ്ലസ് ഇത് എത്ര വരും? 25 പ്ലസ് 1 പ്ലസ് 25 ഡിവൈഡഡ് ബൈ 6. 25 25 50, 50 10 60, 61 9 70, 70 ബൈ 6 എന്ന് വരും, which is equal to 11.6 എന്ന് വരും. സോ ദി വേരിയൻസ് ഈസ് 11.6 എന്ന് പറയുന്ന ഓപ്ഷൻ, അതായത് ഓപ്ഷൻ സി ആണ്. ചെയ്യാൻ എളുപ്പമാണ്. ഇതൊക്കെ 1 മിനിറ്റ് കൊണ്ട് ചെയ്യാവുന്നേ ഉള്ളൂ. ഞാൻ ബോർഡിൽ എഴുതുന്നതിന് താമസമേ ഉള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് മീൻ കണ്ടുപിടിക്കുക, ഓരോ ഒബ്സർവേഷൻസ് കുറയ്ക്കുക, സ്ക്വയർ ചെയ്യുക, ആഡ് ചെയ്യുക, എന്നിട്ട് നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് വെച്ച് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഈ ഫോർമുല ഓർമ്മയിരിക്കുക. സിഗ്മ സ്ക്വയർ ഈക്വൽ ടു സിഗ്മ എക്സ് ഐ മൈനസ് എക്സ് ബാർ ദി ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ എൻ. ഓരോ ഒബ്സർവേഷനും മീൻ കുറയ്ക്കുന്നു, സ്ക്വയർ ചെയ്തു. ഓരോ ഒബ്സർവേഷനും മീൻ കുറയ്ക്കുന്നു, സ്ക്വയർ ചെയ്തു. എന്നിട്ട് അതിന്റെ സമ്മിനെ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് വെച്ച് ഡിവൈഡ് ചെയ്യപ്പെടുക. ഫോർമുല വ്യക്തമായി അറിഞ്ഞിരിക്കണം. അതാണ് വേരിയൻസ്. നമ്മളോട് ഈ ക്വസ്റ്റിനകത്ത് വേരിയൻസ് ആണ് ചോദിച്ചേക്കുന്നത്. ഇതിന്റെ റൂട്ടാണ് ശരിക്കും പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അടുത്ത 5ാമത്തെ ക്വസ്റ്റ്യൻ. ദി സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ഡീവിയേഷൻ ഫോർ 10 ഐറ്റംസ് ഫ്രം ദി മീൻ ഈസ്, മീൻ ക്വസ്റ്റൻ തന്നിട്ടുണ്ട്, 50 ഈസ് 250. കോയിഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ കണ്ടുപിടിക്കണം. കോയിഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞു കോയിഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ കണ്ടുപിടിക്കേണ്ട ഫോർമുല നമ്മൾ നേരത്തെ എഴുതി വെച്ചായിരുന്നല്ലോ. കോയിഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിവൈഡഡ് ബൈ അരിത്തമെറ്റിക് മീൻ ഇൻടു 100. കോയിഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ കണ്ടുപിടിക്കാൻ എപ്പോഴും അതിനെ വിളിക്കുന്ന പേരാണ് CV. ചില ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് CV എന്നായിരിക്കും തരുന്നത്. CV കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിവൈഡഡ് ബൈ അരിത്തമെറ്റിക് മീൻ ഇൻടു 100. CV is equal to standard deviation divided by arithmetic mean into 100. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഒന്ന് ചെക്ക് ചെയ്യാം. ദി സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ഡീവിയേഷൻ ഓഫ് 10 ഐറ്റംസ് ഫ്രം ദി മീൻ. മീനിൽ നിന്ന് 10 ഒബ്സർവേഷൻസ് ഉണ്ടാക്കുന്ന ഡീവിയേഷന്റെ സ്ക്വയറുകളുടെ സം എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്നത് എന്താണ്? സിഗ്മ എക്സ് ഐ മൈനസ് എക്സ് ബാർ ദി ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 250. എത്ര ഒബ്സർവേഷൻ ഉണ്ട്? എത്ര ഒബ്സർവേഷൻ? 10 ഒബ്സർവേഷൻ. അങ്ങനെയെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എഴുതാം. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇസിക്കൽ റൂട്ട് ഓഫ് എന്ത് വിളിക്കാം? സിഗ്മ എക്സ് ഐ മൈനസ് എക്സ് ബാർ ദി ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ എൻ. എൻ ഈസ് 10 എന്ന് പറഞ്ഞാൽ 250 ഡിവൈഡഡ് ബൈ 10 25 ആയി മാറും. അതിന്റെ റൂട്ട് എടുക്കുമ്പോൾ 5 ആയി മാറി. അങ്ങനെയെങ്കിൽ കോയിഫിഷ്യന്റ് ഓഫ് വേരിയേഷൻസ് കണ്ടുപിടിക്കാം. കോയിഫിഷ്യൻസ് ഓഫ് വേരിയേഷൻ കണ്ടുപിടിക്കാൻ ഫോർമുല വീണ്ടും ഞാൻ എഴുതുകയാണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിവൈഡഡ് ബൈ അരിത്തമെറ്റിക് മീൻ ഇൻടു 100. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 5 ആണ്. അരിത്തമെറ്റിക് മീൻ ക്വസ്റ്റിനകത്ത് പറയുന്നുണ്ട്. ക്വസ്റ്റിനകത്ത് തന്നിരിക്കുന്ന അരിത്തമെറ്റിക് മീൻ എന്ന് പറഞ്ഞാൽ 50 ആണ്. അപ്പോൾ 5/50 ഇൻറ്റു 100 എന്നായി മാറും, വിച്ച് ഈസ് ഈക്വൽ ടു 2. 50 100 തമ്മിൽ വെട്ടുമ്പോൾ 2 ആയി മാറും. 5 × 2 എന്ന് പറയുന്ന സമയത്ത് എത്ര ആയി മാറും? 10 ആയി മാറും. സോ കോയിഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ ഈസ് ഈക്വൽ ടു 10 എന്നായി മാറും. നമ്മുടെ ലാസ്റ്റ് ഓപ്ഷൻ ആണ്, അതായത് ഓപ്ഷൻ ഇ വരും. ഇ ഈസ് ഈക്വൽ ടു 10 എന്നായി മാറും. അപ്പോൾ ഈ ചെയ്ത കാര്യം ഓർമ്മയിരിക്കുക. സം ഓഫ് സ്ക്വയേഴ്സ്, ആ വാക്കാണ് ശ്രദ്ധിക്കേണ്ടത്. സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ഡീവിയേഷൻസ് ഫോർ 10 ഐറ്റംസ്. സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ഡീവിയേഷൻസ് ഫോർ 10 ഐറ്റംസ് ഫ്രം ദയർ അരിത്തമെറ്റിക് മീൻ. അതാണ് എഴുതിയേക്കുന്ന 250. അപ്പോൾ ആ ക്വസ്റ്റ്യൻ വായിച്ച് വ്യക്തമായി മനസ്സിലാക്കപ്പെടുക. പിന്നെ ഫോർമുല അറിഞ്ഞിരിക്കണം. കോയിഫിഷ്യന്റ് വേരിയേഷൻ കണ്ടുപിടിക്കാൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിവൈഡഡ് ബൈ അരിത്തമെറ്റിക് മീൻ ഇൻറ്റു 100 എന്നായി മാറും. ഓക്കെ. അപ്പോൾ ഇനി ആറാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. ദി ആവറേജ് റൺസ് സ്കോർഡ് ബൈ 3 ബാറ്റ്സ്മാൻ ABC in the last 5 cricket matches are 50, 25 and 75 respectively. The sum of squares of deviations, അതൊക്കെ ശ്രദ്ധിച്ചോണം, വാക്ക് ശ്രദ്ധിച്ചോണം. Sum of squares of deviations of their square from the average എന്ന് പറഞ്ഞാൽ സിഗ്മ എക്സ് ഐ മൈനസ് എക്സ് ബാർ ദി ഹോൾ സ്ക്വയർ. മുകളിൽ ഞാൻ പറഞ്ഞു നിർത്തിയ അതേ കാര്യം തന്നെ. ദി സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ഡീവിയേഷൻസ് ഓഫ് their scores from the average score are
45, 20 and 100 respectively. Who is the most consistent batsman എന്നാണ്. അപ്പോൾ 3 ബാറ്റ്സ്മാൻമാരുണ്ട്, എയും ബിയും സിയും എന്ന് പറയപ്പെടുന്ന 3 ബാറ്റ്സ്മാനുണ്ട്. അവരുടെ അവസാനത്തെയോ അല്ലെങ്കിൽ എപ്പോഴത്തെയോ 5 മാച്ചസിന്റെ ആവറേജസ് ആണ് തന്നിരിക്കുന്നത്. പിന്നെ മാത്രമല്ല ഈ ആവറേജ് അവരുടെ മാച്ചസിൽ നിന്ന് ഉണ്ടാക്കുന്ന സ്ക്വയറുകളുടെ സമം പറയുന്നുണ്ട്. ഇഫ് ദി സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ഡീവിയേഷൻസ് ഓഫ് ദെയർ സ്കോർ, സം ഓഫ് അതാണ് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഭാഗം. സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ഡീവിയേഷൻസ് ഓഫ് ദെയർ സ്കോർ ഫ്രം ദി ആവറേജ്, ആവറേജിൽ നിന്ന് ഉണ്ടാക്കുന്ന ഡീവിയേഷന്റെ സ്ക്വയറുകളുടെ സം. അത് എന്തിനാണ് തന്നിരിക്കുന്നത്? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കാൻ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യത്തുള്ളൂ? കോയിഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. കോയിഫിഷ്യന്റ് ഓഫ് വേരിയേഷനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു ബാറ്റ്സ്മാൻ കൺസിസ്റ്റന്റ് ആണോ അല്ലെങ്കിൽ കൺസിസ്റ്റന്റ് അല്ലയോ എന്ന് പറയുന്നത്. എപ്പോഴും കോയിഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ ചെറുതായിട്ടിരുന്നാൽ അയാൾ എന്തായി മാറും? കൺസിസ്റ്റന്റ് ആയി മാറും. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഓരോ ബാറ്റ്സ്മാന്റെ കാര്യം ചെക്ക് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ ബാറ്റ്സ്മാൻ നമ്മൾ എഴുതുന്നു ഫോർ ബാറ്റ്സ്മാൻ എ. 4A ക്വസ്റ്റൻ അത് പറയുന്നു അരിത്തമെറ്റിക് മീൻ അയാളുടെ 50 ആണ്. സം ഓഫ് ഡീവിയേഷൻസ് ഓഫ് ദെയർ ഒബ്സർവേഷൻ ഫ്രം ദെയർ അരിത്തമെറ്റിക് മീൻ ഈസ് ഈക്വൽ ടു 45 എന്ന് പറയുന്നുണ്ട്. സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ദെയർ ഡീവിയേഷൻസ് ഫ്രം ദി ആവറേജ് സ്കോർ ആർ 45. എ എന്ന് പറയുന്ന ബാറ്റ്സ്മാൻ ഒബ്സർവേഷൻ ഉണ്ടാക്കുന്ന അരിത്തമെറ്റിക് മീനുകളുടെ സ്ക്വയറുകളുടെ സം എന്ന് പറയുന്നത് 45 ആയി മാറി. ഇനി എന്ത് വേണം? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമ്മൾ കണ്ടുപിടിക്കണം. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കാൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈസ് റൂട്ട് ഓഫ് sigma xi minus x bar the whole square divided by n which is equal to root 45 divided by 5 എന്നായി മാറും. 9 എന്ന് വരും. 9ന്റെ റൂട്ട് എടുക്കുമ്പോൾ 3. അങ്ങനെയെങ്കിൽ കോയിഫിഷ്യന്റ് വേരിയേഷൻ കണ്ടുപിടിക്കാൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിവൈഡഡ് ബൈ അരിത്തമെറ്റിക് മീൻ ഇൻടു 100. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ 3 ഡിവൈഡഡ് ബൈ അരിത്തമെറ്റിക് മീൻ എന്ന് പറഞ്ഞാൽ 50 ഇൻടു 100 എന്നായി മാറും. കട്ട് ചെയ്യുന്ന സമയത്ത് 2 വരും. കോയിഫിഷ്യന്റ് വേരിയേഷൻ ഈസ് ഈക്വൽ ടു 6 എന്ന് കിട്ടും. ആദ്യത്തെ ബാറ്റ്സ്മാന്റെ കോയിഫിഷ്യന്റ് വേരിയേഷൻ 6 ആയി മാറി. ഇതുപോലെ രണ്ടാമത്തെ ബാറ്റ്സ്മാൻ കണ്ടുപിടിക്കണം. ഫോർ ബാറ്റ്സ്മാൻ ബി, ബാറ്റ്സ്മാൻ ബി അല്ലെങ്കിൽ ഫോർ ബി എന്ന് എഴുതിയാലും മതി. ഫോർ ബി അവിടെ പറയുന്നുണ്ട് എക്സ് ബാർ ഈസുകൾ എത്രയാണ്? 25 ആണ്. എക്സ് ഐ മൈനസ് എക്സ് ബാർ ദി ഹോൾ സ്ക്വയർ എന്ന് പറയുന്ന ക്വസ്റ്റൻ അത് വ്യക്തമായി പറയുന്നത് 20 ആണ്. അങ്ങനെയെങ്കിൽ സിഗ്മ എക്സ് ഐ മൈനസ് എക്സ് ബാർ ദി ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 20 ആണ്. അപ്പം എക്സ് ബാർ എന്ന് പറയുന്നതിന് ഇയാളെ ഓരോ മാച്ചിൽ നിന്നുള്ള സ്ക്വയറുകളുടെ സമ്മാനി കുറച്ചേക്കുന്നത് 20. അപ്പൊ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കാൻ റൂട്ട് ഓഫ് എന്ത് വിളിക്കാം? സിഗ്മ എക്സ് ഐ മൈനസ് എക്സ് ബാർ ദി ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ എൻ വിച്ച് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 20 ഡിവൈഡഡ് ബൈ എൻ എന്ന് പറഞ്ഞാൽ 4ന്റെ റൂട്ട് എടുക്കുന്ന സമയത്ത് 2 ആയി മാറും. കോയിഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ കണ്ടുപിടിക്കാൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിവൈഡഡ് ബൈ അരിത്തമെറ്റിക് മീൻ ഇൻടു 100 എന്നായി മാറും. വിച്ച് ഇസ് ഈക്വൽ ടു തമ്മിൽ വെട്ടുമ്പോൾ 4 ഇൻടു 2 8 എന്നായി മാറും. അപ്പോൾ ബാറ്റ്സ്മാൻ ബിയുടെ കോയിഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ എന്ന് പറയുന്നത് ബാറ്റ്സ്മാൻ ബിയുടെ കോയിഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ എന്ന് പറഞ്ഞ 8 ആയി മാറും. ഇനി എന്ത് ചെയ്യണം? ഫോർ സി കണ്ടുപിടിക്കണം. ഫോർ സി കണ്ടുപിടിക്കുന്ന സമയത്ത് ഫോർ സി ക്വസ്റ്റനകത്ത് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എക്സ് ബാർ ഈസിക്കൽ എത്ര എന്ന് പറയുന്നുണ്ട്? അരിത്തമെറ്റിക് മീൻ 75 ആണ്. എക്സ് ഐ മൈനസ് സിഗ്മ എക്സ് ഐ മൈനസ് എക്സ് ബാർ ദി ഹോൾ സ്ക്വയർ എന്ന് പറയുന്ന സമയത്ത് 100 ആണ്. അങ്ങനെയെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കാൻ റൂട്ട് ഓഫ് സിഗ്മ എക്സ് ഐ minus x bar the whole square divided by n which is equal to root of xi minus x bar the whole square means 100 divided by 5 എന്നായി മാറും. root 20 എന്നായി മാറും. root 20 അതായത് 4.47. ഇനി എന്ത് ചെയ്യണം? കോയിഫിഷ്യന്റ് വേരിയേഷൻ കണ്ടുപിടിക്കണം. കോയിഫിഷ്യന്റ് വേരിയേഷൻ കണ്ടുപിടിക്കാൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിവൈഡഡ് ബൈ അരിത്തമെറ്റിക് മീൻ ഇൻടു 100 അതായത് 4.47 ഡിവൈഡഡ് ബൈ എക്സ് ബാർ എന്ന് പറഞ്ഞാൽ 75 ഇൻടു 100 എന്നായി മാറും. വിച്ച് ഇസ് ഈക്വൽ ടു 5.96 എന്നായി മാറും. ഈ 3 ഒബ്സർവേഷൻസ് ഉണ്ട്. ഒരിടത്ത് വരുന്ന വാല്യൂ എന്ന് പറയുന്നത് 6 ആണ്. ഒരിടത്ത് വരുന്ന വാല്യൂ 6 ശ്രദ്ധിച്ചോണം. ഒരിടത്ത് വരുന്ന വാല്യൂ 6 ആണ്. മറ്റൊരിടത്ത് വരുന്ന വാല്യൂ 8 ആണ്. ഇവിടെ വരുന്ന വാല്യൂ 5.96 ആണ്. ഏറ്റവും ചെറിയ വാല്യൂ ഏതാണെന്ന് നോക്കണം. ഏറ്റവും ചെറിയ വാല്യൂ ഉള്ള ആളാണ് കൺസിസ്റ്റന്റ് എന്ന് പറയുന്നത്. അതായത് ബാറ്റ്സ്മാൻ സിയുടെ കോയിഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ എന്ന് പറയുന്നത് 5.96 ആണ്. അതുകൊണ്ട് ബാറ്റ്സ്മാൻ സി എന്ന് പറയുന്നതായിരിക്കും മോർ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ബാറ്റ്സ്മാൻ. അത് ഓർമ്മയിലിരിക്കണം. കോയിഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ ചെറുതായിട്ടിരുന്ന ആളാണ് എപ്പോഴും സ്റ്റേബിൾ, അയാളാണ് മോർ കൺസിസ്റ്റന്റ്. ഇവിടെ കോയിഫിഷ്യന്റ് വേരിയേഷൻ ചെറുതായിട്ടുള്ള ബാറ്റ്സ്മാൻ സി ആണ്. അപ്പോൾ സി എന്ന് പറയുന്ന വ്യക്തിയാണ് മോർ കൺസിസ്റ്റന്റ്. കോയിഫിഷ്യന്റ് വേരിയേഷൻ എപ്പോഴും ചെറുതായിട്ടിരിക്കുന്നതാണ് കൺസിസ്റ്റന്റ്. കോയിഫിഷ്യന്റ് വേരിയേഷൻ വെറുതായിട്ടിരുന്നതിന് നമ്മൾ പറയും മോർ വേരിയബിൾ ഇൻകൺസിസ്റ്റന്റ് എന്നൊക്കെ പറയും. ഈ ക്വസ്റ്റൻ അത് ചോദിച്ചേക്കുന്നത് ആരാണ്? കൺസിസ്റ്റന്റ്. അപ്പം കോയിഫിഷ്യന്റ് വേരിയേഷൻ ഏറ്റവും ചെറുതായിട്ടുള്ള ആളാണ് കൺസിസ്റ്റന്റ്. സോ ബാറ്റ്സ്മാൻ സി ഈസ് ദി കൺസിസ്റ്റന്റ് ബാറ്റ്സ്മാൻ. അടുത്തത് നമ്മുടെ 7ാമത്തെ ക്വസ്റ്റ്യൻ. ഇപ്പം നമ്മൾ 6 എണ്ണമാണ് ചെയ്തത്. 7ാമത്തെ ക്വസ്റ്റ്യൻ ദി വേരിയൻസ് ഓഫ് ദി നമ്പേഴ്സ് 1 2 3 4 എക്സെട്ര അപ് ടു 20. ദി വേരിയൻസ് ഓഫ് ദി നമ്പേഴ്സ്
1 2 3 4 എക്സെട്ര അപ് ടു 20 ഈ പറയുന്ന സംഖ്യകളുടെ വേരിയൻസ് കണ്ടുപിടിക്കണം. 1 മുതൽ 20 വരെയുള്ള സംഖ്യകളുടെ വേരിയൻസ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇതിനൊരു പ്രത്യേകത ഉണ്ട്. ഇതൊരു നാച്ചുറൽ സംഖ്യയുടെ വേരിയൻസ് ആണ് 1 മുതൽ 20 വരെ. അപ്പോൾ ഇതൊരു ഷോർട്ട് കട്ട് ഞാൻ പറഞ്ഞുതരാം. വേരിയൻസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല നാച്ചുറൽ സംഖ്യയാണെങ്കിൽ ഫോർമുല ഇതാണ്. വേരിയൻസ് ഈസ് ഈക്വൽ ടു n സ്ക്വയർ മൈനസ് 1 ഡിവൈഡഡ് ബൈ 12 കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ ഈ ഒരു ഷോർട്ട് കട്ട് ഓർമ്മയിരിക്കണം. അപ്പോൾ 1 മുതൽ 20 വരെയുള്ള വേരിയൻസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറയുമ്പോൾ എന്താണ് ഫോർമുല? നാച്ചുറൽ സംഖ്യ ആണെങ്കിൽ ഫോർമുല ഇതാണ് n സ്ക്വയർ മൈനസ് 1 ഡിവൈഡ് ബൈ 12. അപ്പോൾ ഇവിടെ എത്ര ഉണ്ട് മൊത്തം? n എന്ന് പറഞ്ഞാൽ 20ന്റെ സ്ക്വയർ മൈനസ് 1 ഡിവൈഡ് ബൈ 12. വേരിയൻസ് ഈസ് ഈക്വൽ ടു, വളരെ എളുപ്പമാണ്. അപ്പോൾ 20ന്റെ സ്ക്വയർ എന്ന് വെച്ചാൽ 400. 400 മൈനസ് 1 399 ഡിവൈഡഡ് ബൈ 12. വേരിയൻസ് കണ്ടുപിടിക്കാൻ 4 മാർക്കാണ് ഈ ഒരു ക്വസ്റ്റൻ. അപ്പോൾ ഈ ഷോർട്ട് കട്ടുകൾ ഞാൻ പല ക്വസ്റ്റൻ പറഞ്ഞു തരും. അത് വ്യക്തമായി ബുക്കിനകത്ത് എഴുതി മനസ്സിലാക്കണം. അപ്പം നാച്ചുറൽ സംഖ്യ ആണെങ്കിൽ മാത്രമേ ഈ ഫോർമുല അപ്ലൈ ചെയ്യപ്പെടാൻ പറ്റത്തുള്ളൂ. അതുകൂടെ ഞാൻ ഓർമ്മിപ്പിക്കപ്പെടുകയാണ്. ഫോർമുല ഇതാണ് n സ്ക്വയർ മൈനസ് 1 ഡിവൈഡഡ് ബൈ 12. സോ ദി ആൻസർ ഈസ് 399 ഡിവൈഡഡ് ബൈ 12. ഓക്കെ, അടുത്തത് നമ്മുടെ 8ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. Two persons A and B tosses 3 coins. The probability that they obtain the same number of heads is. അപ്പോൾ എയും ബിയും ഉണ്ട്. എയും ബിയും കോയിൻ ടോസ് ചെയ്യുന്നു. ഒരു കോയിൻ എ ആൻഡ് ബി ടോസസ് 3 കോയിൻസ്, 3 കോയിൻ ടോസ് ചെയ്യുന്നു. എയും ബിയും 3 കോയിൻ ടോസ് ചെയ്യുന്നു. ചോദ്യം ഇതാണ്, അങ്ങനെയെങ്കിൽ പ്രോബബിലിറ്റി കണ്ടുപിടിക്കണം. എന്ത് പ്രോബബിലിറ്റിയാണ് കണ്ടുപിടിക്കേണ്ടത്? അവർക്ക് രണ്ടും സെയിം ഹെഡ്സ് കിട്ടണം എന്നാണ്. അപ്പോൾ എയും ബിയും ഉണ്ട്. എയും ബിയും 2 പേരുണ്ട്. കോയിൻ എത്ര തവണ ടോസ് ചെയ്യുന്നു? 3 കോയിൻ ടോസ് ചെയ്യുന്നു. 3 കോയിൻസ് ആർ ടോസ്ഡ്. 2 പേരും എന്താണ്? 3 കോയിൻസ് ആണ് ടോസ് ചെയ്യുന്നത്. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത് ദി പ്രോബബിലിറ്റി ദാറ്റ് ദേ ഒബ്റ്റെയിൻ സെയിം നമ്പർ ഓഫ് ഹെഡ്സ്. സെയിം നമ്പർ ഓഫ് ഹെഡ്സ് 2 പേർക്കും കിട്ടാനുള്ള പ്രോബബിലിറ്റി. അപ്പം ഈ 2 പേർക്കും സെയിം നമ്പർ ഓഫ് ഹെഡ്സ് കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കണം, ഈ 2 പേരും എന്ത് ചെയ്യുന്നുണ്ട്? 3 കോയിൻ ടോസ് ചെയ്യുന്നു. അപ്പോൾ 2 പേർക്കും വേണമെങ്കിൽ ഹെഡ് കിട്ടാതിരിക്കുക. ഒന്നാമത്തെ കേസ്. രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ 2 പേർക്ക് ഓരോ ഹെഡ് വെച്ച് കിട്ടാം, അല്ലേ? മൂന്നാമത്തെ കേസ് എന്ന് വെച്ചാൽ 2 പേർക്കും 2 ഹെഡ് വെച്ച് കിട്ടാം. ലാസ്റ്റ് 4ാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? 2 പേർക്ക് 3 കോയിനും എന്താണ്? ഹെഡ് വെച്ച് വീഴാം. അപ്പം 4 കേസസ് വരുന്നത്, അല്ലേ? 2 പേർക്കും ഹെഡ് കിട്ടാതിരിക്കാം, അതായത് 0 ഹെഡ് കിട്ടാം. പിന്നെ മറ്റേ ആൾക്ക് എന്ത് ചെയ്യാം? അപ്പോഴും 0 ഹെഡ് കിട്ടാം. എക്ക് 1 ഹെഡ് കിട്ടുന്ന സമയത്ത് ബിക്ക് 1 ഹെഡ്, എക്ക് 2 ഹെഡ് കിട്ടുമ്പോൾ ബിക്ക് 2 ഹെഡ്, എക്ക് 3 ഹെഡ് കിട്ടുമ്പോൾ ബിക്ക് 3 ഹെഡ്. ഓക്കെ, അപ്പോൾ ഞാൻ എഴുതും ലെറ്റ് എക്സ് ഡിനോട്ട് ദി നമ്പർ ഓഫ് ഹെഡ്സ് obtained by A. ഇതുപോലെ ഞാൻ പറയുന്നു ലെറ്റ് y denote number of heads obtained by B. അങ്ങനെയെങ്കിൽ റിക്വയർഡ് പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്ത് വരും? റിക്വയർഡ് പ്രോബബിലിറ്റി ഈസ് ഈക്വൽ ടു 2 പേർക്കും എക്സിന് ഹെഡ് കിട്ടുന്നു, ആ സമയത്ത് എക്സിന് ഹെഡ് 1 ഹെഡ് പോലും കിട്ടുന്നില്ല, ആ സമയത്ത് ബിക്കും ഹെഡ് കിട്ടുന്നില്ല. പ്രോബബിലിറ്റി ഓഫ് x 0 × y 0. ഒന്നുകിൽ ഇങ്ങനാകാം, അല്ലെങ്കിൽ മീൻസ് എന്താണ്? പ്ലസ്. ഒന്നുകിൽ ഇങ്ങനാകാം, അല്ലെങ്കിൽ 2 പേർക്കും ഓരോ ഹെഡ് വെച്ച് കിട്ടുന്നു. പ്രോബബിലിറ്റി x = 1, y = 1. അടുത്തത് 2 പേർക്കും 2 കോയിനിൽ ഹെഡ് വെച്ച് കിട്ടുന്നു. പ്രോബബിലിറ്റി x = 2, y = 2, അല്ലെങ്കിൽ പ്രോബബിലിറ്റി x = 3, y = 3. ഇതാണ് നമുക്ക് വേണ്ട പ്രോബബിലിറ്റി. അപ്പം 3 കോയിൻ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ 2 പേർക്കും നമ്പർ ഓഫ് ഹെഡ്സ് കിട്ടുന്ന ഈക്വൽ നമ്പർ ഓഫ് ഹെഡ്സ്, ഒന്നുകിൽ ഒരാൾക്കും കിട്ടുന്നില്ല, അല്ല 2 പേർക്ക് ഓരോ ഹെഡ്സ് കിട്ടാം, 2 പേർക്ക് 2 ഹെഡ്സ് വെച്ച് കിട്ടാം, അല്ലെങ്കിൽ 3 പേർക്ക് 2 പേർക്ക് 3 ഹെഡ്സ് വെച്ച് വേണമെങ്കിലും കിട്ടാം. അപ്പോൾ ഇതിന്റെ എങ്ങനെ എഴുതാം? മൊത്തം എത്ര കോയിൻസ് ഉണ്ട്? 3 കോയിൻസ് ഉണ്ട്. അപ്പോൾ ഇതിന്റെ പ്രോബബിലിറ്റി എഴുതുന്ന സമയത്ത് 3C0 വേണമെങ്കിൽ ഇതിന്റെ പ്രോബബിലിറ്റി ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആയിട്ട് വേണമെങ്കിൽ എഴുതാം. P of x is equal to എന്ന് വിളിക്കാം. P of x is equal to 3cx p raised to x q means 1/2 raised to ആര് വരും? 3 - x. ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി എഴുതാം. ഇവിടെ നമ്മൾ എഴുതുന്ന സമയത്ത് P of y is equal to 3cx 3 കോയിൻ ടോസ് ചെയ്യുന്നു. അവിടെ കിട്ടുന്ന സക്സസ് ആണ് ഈ പറയുന്ന എക്സും വൈയും ഒക്കെ. P raised to x അതായത് 1/2 raised to y into q raised to 1/2 raised to ആര് വരും? n - x എന്ന് പറയുമ്പോൾ 3 - y. അപ്പോൾ ആദ്യ കേസ് എടുക്കുന്ന സമയത്ത് ആര് വരും? 3C0. ഇതിനകത്ത് 0 കൊടുക്കുക. എക്സിന് 0 കൊടുക്കുമ്പോൾ 3C0 1/2 raised to 0 into 1/2 raised to ആര് വരും? 3. വൈക്ക് 0 കൊടുക്കുന്ന സമയത്ത് ആര് വരും? ഇൻറ്റു 3C0. ഇതേപോലെ തന്നെ 1/2 raised to 0 into 1/2 raised to ആര് വരും? 3.
പ്ലസ് പി ഓഫ് എക്സ് ഇസിക്കൽ 1 ആകുന്ന സമയത്ത് ആര് വരും 3c1 1/2 റൈസ് ടു 1 ഇൻറ്റു 1/2 റൈസ് ടു ആര് വരും 3 മൈനസ് 1 എന്നായി മാറും, അതായത് 2. വൈയുടെ കേസ് എടുക്കുമ്പോഴേ പോലെ 3c1 1/2 റൈസ് ടു 1 1/2 റൈസ് ടു 2. അടുത്തെടുക്കുന്ന സമയത്ത് x is equal to y is equal to 2 എന്നാണ്. x is equal to y is equal to അപ്പോൾ എന്ത് വരും 3c2 1/2 റൈസ് ടു 2 ഇൻറ്റു 1/2 റൈസ് ടു 1 ഇൻറ്റു 3c2 1/2 റൈസ് ടു വൈയുടെയാണ് എഴുതുക 1/2 റൈസ് ടു 1 പ്ലസ് അടുത്ത എഴുതുമ്പോൾ എന്ത് വരും 3c3 1/2 റൈസ് ടു ആര് വരും 3 ഇൻറ്റു മറ്റേത് 0 ആയി മാറി. ഇവിടെ എന്ത് വരും 3c3 1/2 റൈസ് ടു 3 എന്നായി മാറും. ഇവിടെ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം സെയിം ആണ്. 3c0 എന്ന് പറഞ്ഞാൽ അതിന്റെ വില എത്രയാണ് 1 ആണ്. 1/2 റൈസ് ടു 0 1 ആയി മാറും. 1/2 ക്യൂബ് എന്ന് പറഞ്ഞാൽ 1/8. ഇവിടെ ഇതുപോലെ 3c0 1 ആണ്. 1/2 റൈസ് ടു 0 1/2 ഉണ്ട് 1/8 ഇൻറ്റു 1/8 പ്ലസ് ഇവിടെ എന്ത് ചെയ്യാം 3c1 എന്ന് പറഞ്ഞാൽ 3 ആണ്. 3 ഇൻറ്റു 1/2 റൈസ് ടു 3 എന്ന് പറഞ്ഞാൽ 1/8 ഇൻറ്റു ആര് വരും 3c1 എന്ന് പറഞ്ഞാൽ 3 ആയി മാറും. 1/2 സ്ക്വയർ ഇൻറ്റു 1/2 എന്ന് പറഞ്ഞാൽ 1/8 പ്ലസ് ഇവിടെ വരും 3c2 എന്ന് പറഞ്ഞാൽ 3c2 മീൻസ് 3 ആണ്. 1/2 റൈസ് ടു 8 എന്ന് വരും 1/8 ഇൻറ്റു അടുത്തതും 3 ഇൻറ്റു 1/8 എന്നായി മാറും പ്ലസ് അടുത്ത 3c3 1 ആയി മാറി 1/8 ഇൻറ്റു 1/8. അതായത് എല്ലാ ടൈമിനും 1/64 കോമൺ ആയിട്ട് ഇങ്ങനെ എടുക്കാം. 1/64 കോമൺ എടുത്ത ബ്രാക്കറ്റിൽ 1 പ്ലസ് 9 പ്ലസ് 9 പ്ലസ് 1 എന്നായി മാറും. അതായത് 20/64 എന്നായി മാറും. 20/64 2 വെച്ച് വെട്ടുന്ന സമയത്ത് അല്ലെങ്കിൽ 4 വെച്ച് വെട്ടാം 5 എത്ര കിട്ടും 16 എന്ന് വരും. ദാറ്റ് ഈസ് 5/16 എന്ന് വരും. 5/16 എന്ന് പറയുന്നതാണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ, അതായത് നമ്മുടെ ഓപ്ഷൻ സി. അപ്പോൾ ഈ ചെയ്ത കാര്യം മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ നമ്മളോട് പറയുന്നത് എയും ബിയും എന്ത് ചെയ്യുന്നുണ്ട് 3 കോയിൻ വെച്ച് ടോസ് ചെയ്യുന്നു. അപ്പോൾ ഞാൻ പറയും 3 കോയിൻ വെച്ച് ടോസ് ചെയ്യുന്ന സമയത്ത് പ്രോബബിലിറ്റി ആണ് ശ്രദ്ധിക്കേണ്ടത്. ക്വസ്റ്റിനകത്ത് പറയുന്ന 2 പേർക്കും തുല്യ നമ്പർ ഓഫ് ഹെഡ്സ് കിട്ടാനുള്ള പ്രോബബിലിറ്റി എത്രയാണ്? ഹെഡ്സിന്റെ മാത്രമല്ല ടൈൽ എടുത്തു കഴിഞ്ഞാൽ തന്നെ കിട്ടുന്ന പ്രോബബിലിറ്റി ഇത് തന്നെ അറിയും. നമ്പർ ഓഫ് ഹെഡ്സ് കിട്ടാനുള്ള പ്രോബബിലിറ്റി എത്രയാണ് എന്നാണ് ചോദ്യം. അപ്പോൾ ഞാൻ പറയുന്നു എക്സ് ഡിനോട്ട് ദി നമ്പർ ഓഫ് ഹെഡ്സ് ഒബ്റ്റൈൻഡ് ബൈ എ. പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എഴുതാം, അതായത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ അപ്ലൈ ചെയ്യപ്പെടാം. പി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 3 കോയിൻ ടോസ് ചെയ്യുന്നു. എക്സ് എന്ന് പറഞ്ഞാൽ സക്സസിനെ ഡിനോട്ട് ചെയ്യുന്നത്. ചിലപ്പോൾ എക്സിന്റെ വില 0 ആയിരിക്കാം 1 ആയിരിക്കാം 2 ആയിരിക്കാം. 1 കോയിൻ ടോസ് ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന പ്രോബബിലിറ്റി വിളിക്കുന്ന പേരാണ് പി. അപ്പോൾ NC(x) P റൈസ് ടു എക്സ്. കിട്ടാതിരിക്കാനുള്ള പ്രോബബിലിറ്റിയാണ് ക്യൂ എന്ന് പറഞ്ഞാൽ 1/2. കാരണം പി പ്ലസ് ക്യൂവിന്റെ വില എത്രയാണ് 1 ആണ്. 1/2 റൈസ് ടു n-6. അപ്പോൾ അത് എയുടെ എഴുതി. ബിയുടെ അതുപോലെ എക്സും വൈയും തമ്മിൽ തിരിച്ചറിയാൻ വേണ്ടി എയും ബിയും തമ്മിൽ തിരിച്ചറിയാൻ വേണ്ടി എക്സും വൈയും കൊടുത്തു എന്ന് മാത്രം. അപ്പോൾ പി ഓഫ് വൈ ഈസ് ഈക്വൽ ടു എന്ത് വിളിക്കാം 3CY 1/p റൈസ് ടു y ഇൻറ്റു q റൈസ് ടു 3 - 5. നമുക്ക് വേണ്ടത് എന്താണ്? നമ്പർ ഓഫ് ഹെഡ്സ് ആണ്. 2 സ്ഥലങ്ങളിലും 0 ആകാം, 2 സ്ഥലങ്ങളിലും 1 ആകാം, 2 സ്ഥലങ്ങളിലും 2 ആകാം, 2 സ്ഥലങ്ങളിലും 3 ആകാം. അതാണ് ഈ കൊടുത്തേക്കുന്നത്. ഇതിനകത്ത് പ്രോബബിലിറ്റിയുടെ വില കൊടുത്തു. ഞാൻ കുറച്ച് സിംപ്ലിഫൈ ചെയ്തു. സ്റ്റെപ്പ് ഇതിലും കുറയ്ക്കാമായിരുന്നു. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ എല്ലാ സ്റ്റെപ്പുകളും ഇവിടെ സ്റ്റെപ്പുകൾ കട്ട് ചെയ്ത് എഴുതാം. അങ്ങനെ എഴുതി പഠിക്കുകയും വേണം. ഇത് കാണുന്ന എല്ലാ ആളുകൾക്കും മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും സ്റ്റെപ്പുകൾ എഴുതി പോകുന്നത്. അപ്പോൾ ബാക്കിയുള്ള ആളുകൾ ഇത് ഷോർട്ടായിട്ട് ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ. അപ്പോൾ 20/64 നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് 5/16 എന്നായി മാറും. അപ്പം നമ്മുടെ ഓപ്ഷനെ സംബന്ധിച്ച് പറയുമ്പോൾ 5/16 ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, 8 ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്ത് കഴിഞ്ഞ് 9ാമത്തെ ക്വസ്റ്റ്യൻ വായിക്കണം. ദി പ്രോബബിലിറ്റി ഓഫ് ഹാവിംഗ് അറ്റ്ലീസ്റ്റ് 1 tail in 4 throws of a coin is the probability of having at least 1 tail in 4 throws with a coin is at least 1 tail in 4 throws with a coin is. അപ്പം 4 തവണ ടോസ് ചെയ്യുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഒരു ഹെഡെങ്കിലും അല്ല ഒരു ടെയിലെങ്കിലും കിട്ടാനുള്ള പ്രോബബിലിറ്റി. വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. അറ്റ്ലീസ്റ്റ് 1 tail, ഞാൻ എഴുതുന്നത് ശ്രദ്ധിച്ചോണം. അറ്റ്ലീസ്റ്റ് 1 tail in 4 throws is equal to 1 minus probability of not getting tail in 4 throws. 4 ത്രോയിൽ എന്ത് കിട്ടുന്നില്ല? ഒരു
ടെയിലെങ്കിലും കിട്ടിയാൽ മതി എന്ന് പറയുമ്പോൾ അതിന് പകരം എന്ത് ചെയ്തത് 1 - ഒന്നും തന്നെ കിട്ടുന്നില്ല. അതാണ് മനസ്സിലാക്കേണ്ട. ഞാൻ പറഞ്ഞ വാചകം ഓർമ്മയിരിക്കുക, ഒരു ടെയിലെങ്കിലും അല്ലെ ഉസ്താദ് പറയുന്നത് അറ്റ്ലീസ്റ്റ് 1 ടെയിൽ എന്നാണ്. ഒരു ടെയിലെങ്കിലും കിട്ടുക എന്ന് പറയുമ്പോൾ 1 - ഒരു ടെയിൽ പോലും കിട്ടുന്നില്ല. എപ്പോഴാണ് 4 ത്രോകൾ. അപ്പൊ ഇതിനെ എങ്ങനെ എഴുതാം? വിച്ച് ഇസ് ഈക്വൽ ടു 1 - ഒരു 4 ത്രോ ഉണ്ട്. അപ്പൊ ആദ്യം ഒരു ഹെഡ് കിട്ടാനുള്ള പ്രോബിലിറ്റി നമുക്കറിയാം 1/2 ആണ്. ഒരു ടെയിൽ കിട്ടാനുള്ള പ്രോബിലിറ്റി എത്രയാണ്? 1/2 ആണ്. അപ്പൊ 4 ത്രോയിലും എന്ത് കിട്ടുന്നില്ല? ടെയിൽ കിട്ടുന്നില്ല. എന്ന് വെച്ചാൽ അവിടെ ഹെഡ് കിട്ടുന്നു. ഓരോ ത്രോസും ഇൻഡിപെൻഡന്റ് ആണ്. അതുകൊണ്ട് 1/2 × 1/2 × 1/2 വിച്ച് ഇസ് ഈക്വൽ ടു 1 - 1 × 2 × 2 4 8 16. ഉത്തരം വരുമ്പോൾ ദാറ്റ് ഈസ് 15/16 എന്ന് പറയും. 15/16 ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. Probability of at least 1 tail in 4 throws is equal to 1 - not getting even a single tail in 4 throws. ഒരു ടെയിലെങ്കിലും കിട്ടുക എന്ന് പറയുമ്പോൾ 1 - ഒരു ടെയിൽ പോലും കിട്ടുന്നില്ല എന്ന് പറയും. കാരണം പ്രോബബിലിറ്റിയുടെ വളരെ പ്രധാനപ്പെട്ട ഐഡിയ എന്ന് പറഞ്ഞാൽ ഒരു കാര്യം സംഭവിക്കാനും അത് സംഭവിക്കാതിരിക്കാനും ഉള്ള ടോട്ടൽ പ്രോബബിലിറ്റിയുടെ സം എന്ന് പറഞ്ഞാൽ എപ്പോഴും 1 ആണ്. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് A പ്ലസ് പ്രോബബിലിറ്റി ഓഫ് A കോംപ്ലിമെന്റ് ഈസ് ഈക്വൽ ടു 1. ആ കൺസെപ്റ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു ടെയിലെങ്കിലും കിട്ടുക, 1 - ഒരു ടെയിൽ പോലും കിട്ടുന്നില്ല എന്നർത്ഥം. 10th question. There are m persons sitting in a row. 2 of them are selected at random. The probability that the selected persons are not sit together. അതായത് ഒരു റോയിൽ m persons ഇരിക്കുന്നു, 2 പേരെ സെലക്ട് ചെയ്യപ്പെടണം. 2 of them are selected at random. The probability that the selected person not sit together, ഒന്നിച്ച് ഇരുന്നവരാകാൻ പാടില്ല എന്നാണ് ചോദ്യം. അപ്പൊ എങ്ങനെ ചെയ്യാമെന്നാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ m persons എന്ത് ചെയ്യുന്നുണ്ട്? റോയിൽ ഇരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെ, 2 പേരെയാണ് എടുക്കേണ്ടത്. അപ്പൊ ശ്രദ്ധിക്കണം. ടോട്ടൽ കേസസ് നമുക്ക് ആദ്യം പറയാം. m പേരുണ്ട്, അതിൽ നിന്ന് 2 പേരെ എടുക്കണമെന്ന് അവർ ക്വസ്റ്റ്യൻ പറയുന്നുണ്ട്. അത് എത്ര രീതിയിൽ പറ്റും? MC2 രീതിയിൽ പറ്റും. m ആളുകൾ റോയിൽ ഇരിക്കുന്നു, 2 പേരെ എടുക്കണമെന്ന് പറയുന്നു. അത് എത്ര രീതിയിൽ എടുക്കാൻ സാധിക്കും? MC2 രീതിയിൽ എടുക്കാൻ സാധിക്കും. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ റോയിൽ എത്ര പേരിരിക്കുന്നു? 1 2 3 4 5 6 7 8 അങ്ങനെ m പേരിരിക്കുന്നു. അപ്പൊ അടുത്തടുത്ത് വരുന്ന ഒരു പെയർ എന്ന് വെച്ചാൽ ഇതാണ്, ഇത് മറ്റൊരു പെയറാണ്, ഇത് 3 4 മറ്റൊരു പേരാണ്, 4 5 ഇങ്ങനെയാണ് അടുത്തടുത്ത് വരുന്ന 2 ആളുകൾ ഒരു റോയിൽ ഇരിക്കുന്ന സമയത്ത്. അപ്പൊ ഞാനൊന്ന് സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇപ്പോൾ 1 2 3 പേരെടുക്കുന്നു. എത്ര രീതിയിൽ പറ്റും? 1 2 എടുക്കാം, അല്ലെ 2 3 എടുക്കാം. അപ്പൊ എത്ര രീതിയിൽ പറ്റും? 2 രീതിയിൽ പറ്റും. അടുത്ത 1 2 3 എടുക്കുന്ന സമയത്തോ, അല്ലെ 1 2 3 4 എടുക്കുന്ന സമയത്തോ 1 2 പറ്റും, 2 3 പറ്റും, 3 4 പറ്റും. അല്ല വേറെ പറ്റൂല. അപ്പൊ 4 എണ്ണം ആണെങ്കിൽ 3 എണ്ണം പറ്റും, 3 എണ്ണം ആണെങ്കിൽ 2 എണ്ണം പറ്റും. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇവിടെ പറഞ്ഞിരിക്കുന്നത് m പേഴ്സൺസ് ഉണ്ട് എന്ന് പറയുന്നു. m പേഴ്സൺ ആണെങ്കിൽ അപ്പൊ ടോട്ടൽ എത്ര വരും? ഫേവറബിൾ കേസസ് ഏത് വരും? ഫേവറബിൾ കേസസ് ദാറ്റ് ഈസ് പേഴ്സൺ സിറ്റ് ടുഗദർ ഔട്ട് ഓഫ് m ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? m - 1 എന്നായി മാറും. m - 1 രീതിയിൽ എടുക്കാൻ പറ്റത്തുള്ളൂ. കാരണം 3 പേര് ഇരിക്കുന്ന സമയത്ത് 2 രീതിയിൽ എടുക്കാൻ പറ്റും. 4 പേര് ഇരിക്കുന്ന സമയത്ത് 3 രീതിയിൽ എടുക്കാൻ പറ്റും. അതാണ് ഞാൻ എഴുതി കാണിച്ചതിന്റെ അർത്ഥം. 3 പേര് ഇരിക്കുന്നു, എത്ര രീതിയിൽ പറ്റും? 2 രീതി. 4 പേര് ഇരിക്കുന്നു, എത്ര രീതിയിൽ പറ്റും? 3 രീതിയിൽ പറ്റും. അപ്പൊ ഫേവറബിൾ കേസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? m - 1. അപ്പൊ therefore probability is equal to m - 1 divided by MC2 എന്ന് എഴുതാം. that is m - 1 divided by MC2 എന്ന് വെച്ചാൽ m × m - 1 divided by 1 × 2 എന്ന് എഴുതാം. m × m - 1 divided by 1 × 2 എന്ന് പറഞ്ഞാൽ ഈ m - 1 1 - 1 ക്യാൻസൽ ആയി മാറും. 2/m. ഇതാണ് നമുക്ക് 2 പേര് ഒന്നിച്ചിരിക്കുന്നതിന്റെ പ്രോബബിലിറ്റി. 2 പേര് ഒന്നിച്ചിരിക്കുന്നതിന്റെ പ്രോബബിലിറ്റി. ക്വസ്റ്റ്യൻ അത് ചോദിച്ചിരിക്കുന്നത് പ്രോബബിലിറ്റി ഓഫ് നോട്ട് സിറ്റ് ടുഗദർ എന്ന് പറയുമ്പോൾ എന്ത് പറയും? വിച്ച് ഈസ് ഈക്വൽ ടു 1 - 2/m എന്ന് എഴുതേണ്ടി വരും. ഒന്നിച്ചിരിക്കാവുന്ന പ്രോബബിലിറ്റിയാണ് ഈ പറയുന്ന 2/m. അപ്പോൾ ഒന്നിച്ചിരിക്കേണ്ടാത്ത പ്രോബബിലിറ്റി എന്ന് പറയുമ്പോൾ 1 - 2/m. അപ്പോൾ ഈ പറഞ്ഞ കാര്യം വ്യക്തമായി ഓർമ്മയിൽ സൂക്ഷിക്കുക. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം. ടോട്ടൽ കേസ് എന്ന് വെച്ചാൽ m പേഴ്സൺസ് ഉണ്ട്, അവിടുന്ന് 2 പേരെ എടുക്കുക എന്ന് പറഞ്ഞാൽ ഏത് രീതിയിലായി മാറും? MC2 രീതിയിലായി മാറും. m പേഴ്സൺസ് ഉണ്ട്, അതിനെ 2 പേരെ എടുക്കുക എന്ന് പറയുമ്പോൾ MC2 ആണ്. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, m പേര് ഒരു റോയിലിരിക്കുകയാണ്, ഒന്നിച്ച് വരുന്ന കളക്ഷനാണ് ഞാൻ ആദ്യം കണ്ടുപിടിക്കുന്നത്. ഒന്നിച്ചെടുക്കാൻ പറ്റും. 2 പേര് ഒന്നിച്ചിരിക്കുന്നു. 1 × 2 ആകാം, 2 × 3 ആകാം, 3 × 4 ആകാം, 4 × 5 ആകാം. ഇപ്പൊ ഞാൻ 3 എണ്ണം വെച്ച് എടുക്കുമ്പോൾ എത്ര രീതിയിൽ പറ്റും? 2 എണ്ണം. 4 പേര് എടുക്കുമ്പോൾ എത്ര രീതിയിൽ പറ്റും? 3 രീതിയിലേ പറ്റത്തുള്ളൂ. അപ്പൊ m ആളുകളുണ്ടെങ്കിൽ 2 പേരെ വെച്ച് എത്ര രീതികളിൽ എടുക്കാമെന്ന് ചോദിച്ചാൽ അത് എത്രയായി മാറി? m - 1. അപ്പോൾ ദാറ്റ് ഈസ് പേഴ്സൺ സിറ്റ് ടുഗദർ ഔട്ട് ഓഫ് m. എമ്മിൽ ഒന്നിച്ചിരിക്കുന്ന 2 പേഴ്സൺ സിറ്റ് ടുഗദർ 2 പേഴ്സൺ. ദാറ്റ് ഈസ് 2 പേഴ്സൺ എന്ന് വേണമെങ്കിൽ വ്യക്തമായി പറയാം. ദാറ്റ് ഈസ്
2 persons sit together out of m is equal to m minus 1. Probability പറയുമ്പോൾ m minus 1 divided by mct. mct ഫോർമുല m into m minus 1 divided by 1 into 2 which is equal to 2 by m. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്ന രണ്ടുപേര് ഒന്നിച്ചിരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ 1 minus 2 by m എന്നായി മാറും. 1 minus 2 by m ഇരിക്കാത്ത പ്രോബബിലിറ്റിയാണ്. ഇരിക്കുന്ന പ്രോബബിലിറ്റിയാണ് 2 by m. ഇരിക്കാത്ത പ്രോബബിലിറ്റി എന്ന് പറയുമ്പോൾ 1 minus 2 by m. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, അടുത്ത 11ാമത്തെ ക്വസ്റ്റ്യൻ. എ ഡിറ്റർമിനന്റ് ഈസ് ചോസൺ അറ്റ് റാൻഡം ഫ്രം എ സെറ്റ് ഓഫ് ഓൾ ഡിറ്റർമിനന്റ്സ് ഓഫ് ഓർഡർ 2 whose elements are 0, 1. The probability that the selected determinant has a non-zero value. A determinant is chosen at random from a set of determinants of order 2. എന്ന് വെച്ചാൽ ഓർഡർ 2 ആയിട്ടുള്ള ഒരു ഡിറ്റർമിനന്റ് ഫോം ചെയ്യണം. Where elements are 0 and 0യും 1 ഉപയോഗിച്ചുകൊണ്ട് ഓർഡർ 2 ആയിട്ടുള്ള ഒരു ഡിറ്റർമിനന്റ് ഫോം ചെയ്യപ്പെടണം. എന്നിട്ട് എന്താ പറയുന്നത്? The probability that the selected determinant has non-zero value. ഒരിക്കലും 0 വരാൻ പാടുള്ളതല്ല. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. ഒരു ഡിറ്റർമിനന്റ് ഉണ്ട്, ആ ഡിറ്റർമിനന്റ് എലമെന്റ്സ് എന്ന് പറയുന്നത് 0യും 1ഉം ആയിരിക്കണം. ഓർഡർ എത്ര എന്ന് പറയുന്നുണ്ട്? 2 ആണ് എന്ന് പറയുന്നു. ഓർഡർ 2 ആണ്, 0യും 1ഉം ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ എഴുതപ്പെടുന്നത്. ചോദ്യം ഇതാണ്, അങ്ങനെയെങ്കിൽ പ്രോബബിലിറ്റി ആണ് കണ്ടുപിടിക്കേണ്ടത്. ദി പ്രോബബിലിറ്റി ദാറ്റ് ദി സെലക്ടഡ് ഡിറ്റർമിനന്റ് ഹാസ് നോൺ സീറോ വാല്യൂ. ഒരിക്കലും 0 വരാൻ പാടുള്ളതല്ല, അതിന്റെ 0 ഒരിക്കലും ആകാൻ പാടില്ല. അപ്പം ഞാൻ ഡിറ്റർമിനന്റ് ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതുന്നു. ഡിറ്റർമിനന്റ് ഈസിക്കൽ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഒരു 2/2 ഓർഡർ അല്ലെങ്കിൽ ഓർഡർ 2 ആയിട്ടുള്ള ഒരു ഡിറ്റർമിനന്റ് ആണ് എയും ഡിയും, എയും ബിയും സിയും ഡിയും. then a, b, c, d may be ഏതാണ് 0 or 1. ഒന്നിൽ എയും ബിയും സിയും ഡിയും 0യും 1 ഉപയോഗിച്ച് മാത്രമേ ഫോം ചെയ്യപ്പെടാൻ പറ്റത്തുള്ളൂ എന്ന് പറയുന്നു. അപ്പോൾ ഇവിടുത്തെ പ്രോബബിലിറ്റി ആണ് കണ്ടുപിടിക്കേണ്ടത്. പ്രോബബിലിറ്റി കണ്ടുപിടിക്കുന്ന സമയത്ത് നമ്മൾ ടോട്ടൽ കേസസ് ആദ്യം ഞാൻ പറയുകയാണ്. ടോട്ടൽ കേസ് ഒന്ന് ശ്രദ്ധിച്ചോണം. ടോട്ടൽ കേസസ് യൂസിങ് 2 എലമെന്റ്സ് ഏതൊക്കെയാണ്? 0യും 1 ഉപയോഗിച്ചുകൊണ്ട് ഉള്ള ഡിറ്റർമിനന്റ് ആണ്. അപ്പോൾ 0യും 1 ഉപയോഗിച്ചുകൊണ്ട് ഡിറ്റർമിനന്റ് ഫോം ചെയ്യണം. അതിന്റെ ഓർഡർ എത്ര എന്ന് പറഞ്ഞു? 2 ആണ് എന്ന് പറഞ്ഞു. അപ്പോൾ 2 എലമെന്റ്സ് ഉപയോഗിച്ചുകൊണ്ട് ഓർഡർ 2 ആയിട്ടുള്ള എത്ര ഡിറ്റർമിനന്റ് ഫോം ചെയ്യപ്പെടാൻ പറ്റും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ 2 into 2 into 2 into 2. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇവിടെ 2 എലമെന്റ്സ് വരാം, ഇവിടെ 2 എലമെന്റ്സ് വരാം, ഇവിടെ 2 എലമെന്റ്സ് വരാം, ഇവിടെ 2 എലമെന്റ്സ് വരാം. അങ്ങനെ 4 രീതികളിൽ പറ്റും. അപ്പോൾ 2 into 2 into 2 into 2. ഒന്നിൽ ഇവിടെ 0 ആകാം, ഇവിടെ 1 ആകാം, ഇവിടെ 0 ആകാം, ഇവിടെ 1 ആകാം, ഇവിടെ 0 ആകാം, ഇവിടെ 1 ആകാം, ഇവിടെ 0 ആകാം, ഇവിടെ 1 ആകാം. അങ്ങനെയാണ് നമ്മൾ ടോട്ടൽ കേസ് ചെയ്ത ടോട്ടൽ എത്ര ഡിറ്റർമിനന്റ് 0യും 1 ഉപയോഗിച്ച് ഫോം ചെയ്യപ്പെടാൻ പറ്റുമെന്ന് ചോദിച്ചാൽ 16 ഡിറ്റർമിനന്റുകൾ ഫോം ചെയ്യപ്പെടാം. ഓർഡർ 2 ആയിട്ടുള്ള എത്ര ഡിറ്റർമിനന്റ് എന്ന് ചോദിച്ചാൽ 16 ഡിറ്റർമിനന്റ്. എങ്ങനെയാണ് ഞാൻ അതിന്റെ ഐഡിയ പറഞ്ഞത്? 0യും 1 ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ 0 ആകാം, ഇവിടെ 1 ആകാം, അപ്പോൾ 2 പോസിബിലിറ്റി. ഇവിടെ 0 ആകാം, ഇവിടെ 1 ആകാം, 2 പോസിബിലിറ്റി. ഇവിടെ 0 ആകാം, ഇവിടെ 1 ആകാം, 2 പോസിബിലിറ്റി. ഇവിടെ 0 ആകാം, ഇവിടെ 1 ആകാം. സംഭവം എഴുതി നോക്കണം. എഴുതി നോക്കുമ്പോൾ കൃത്യമായി കിട്ടും. 2 into 2 into 2 into 2. ഇവിടെ 0 ആകുന്നു, ആ സമയത്ത് ഇവിടെയും 0 ഒക്കെ വരാം. മാറി മാറി കൊടുക്കാം. 0 1 0 1 0 1 0 1. അങ്ങനെ മൊത്തം 16 ഡിറ്റർമിനന്റ് ഫോം ചെയ്യപ്പെടാൻ പറ്റും. അങ്ങനെ ടോട്ടൽ കേസ് നമ്മൾ കണ്ടുപിടിച്ച് 16 ഡിറ്റർമിനന്റ് ആണ് എന്ന് പറഞ്ഞു. ഇനി ഫേവറബിൾ കേസ് കണ്ടുപിടിക്കണം. അപ്പോൾ ഈ ഡിറ്റർമിനന്റ് വാല്യൂ നമുക്ക് അറിയാം. എന്താണ് ഡെൽറ്റയുടെ വാല്യൂ? ദെൻ ഡെൽറ്റ ഈസ് ഈക്വൽ ടു ABCD എന്ന് പറയുന്നു. ABCD എന്ന് പറയുന്നതിന്റെ വാല്യൂ എത്ര? AD മൈനസ് BC. ബൈ ക്വസ്റ്റ്യൻ അത് പറയുന്ന കാര്യം ബൈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നുണ്ട് ഒരിക്കലും 0 ആകാൻ പാടില്ല. AD മൈനസ് BC നോട്ട് ഈക്വൽ ടു 0 എന്ന് പറയുന്നതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ AD മൈനസ് BC എന്ന് പറയുന്നത് 0 ആകുന്നില്ല എന്ന് പറഞ്ഞാൽ 2 പോസിബിലിറ്റീസേ ഉള്ളൂ ഈ ഡിറ്റർമിനന്റ്. കാരണം 1ഉം 0 ഉപയോഗിച്ചുകൊണ്ടാണ് നിങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത്. 1ഉം 0യും 0യും 1 ആണെന്ന് വിചാരിച്ചു, ഈ ഡിറ്റർമിനന്റ് വില 1 വരും. അല്ലെങ്കിൽ ഇതെന്ത് വരട്ടെ? ദാറ്റ് ഈസ് 0 1 പിന്നെ അല്ലെങ്കിൽ 1 അല്ലെ 0 0 1 ഇവിടെ വരുന്നു. ഇതിന്റെ വില എത്ര വരും? ദാറ്റ് ഈസ് -1. ഒന്നിലാ ഡിറ്റർമിനന്റ് വില 1 ആയി മാറാം, അല്ലെങ്കിൽ -1 ആയി മാറാം. അല്ല 0 എന്ന് പറയും 3 കേസാണ്. ഓർഡർ 2 ആയിട്ട് 0 1 ഉപയോഗിച്ച് ഫോം ചെയ്യപ്പെടുന്ന ഡിറ്റർമിനന്റ് വില ഏതൊക്കെ വരത്തുള്ളൂ? ഒന്നിൽ 0 ആകാം, അല്ലെങ്കിൽ 1 ആകാം, അല്ലെങ്കിൽ -1 ആകാം. ഈ ക്വസ്റ്റ്യൻ അത് വ്യക്തമായി പറയുന്നുണ്ട്. ഒരിക്കൽ പോലും എന്താകാൻ പാടില്ല? 0 ആകാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ എന്തൊക്കെ കണ്ടുപിടിച്ചാൽ മതി? 1ഉം -1ന്റെയും അല്ലെ നോൺ 0 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം 1ഉം -1ന്റെയും കേസുകൾ മാത്രം നമ്മൾ കണ്ടുപിടിച്ചാൽ മതിയാകും. അപ്പം 2 കേസസേ ഉള്ളൂ. അപ്പൊ ഇത് നോൺ 0 എന്ന് പറയുന്ന കേസിൽ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. AD മൈനസ് BC = 0. സപ്പോസ് ഞാൻ എഴുതുന്നു, സപ്പോസ് AD മൈനസ് BC ഈസ് ഈക്വൽ ടു 1. AD മൈനസ് BC 1 എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താ? BC ഈസ് ഈക്വൽ ടു 0. BC 0 ആകുന്നു. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്?
ബി സി 0 ആകുന്ന കേസിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എ ബി സി 0 ആകുമ്പോൾ എ ഡിയുടെ വാല്യൂ ആണ് 1, ഇംപ്ലൈസ് എ ഡി ഈസ് ഈക്വൽ ടു 1. എ ഡി 1 എന്ന് പറയുമ്പോൾ എയും 1 ആയിരിക്കണം, ബിയും 1 ആയിരിക്കണം. അപ്പോൾ ബി സിയുടെ കേസിൽ എന്ന് പറയാം ബി 1 ആകാം, സി 0 ആകാം. അപ്പോൾ ബി സി 0 ആയിക്കോളും. അല്ലെങ്കിൽ ബി 0 ആകാം, സിയും 0 ആകും, ബി സി 0 ആകും. അല്ലെങ്കിൽ ബി 0 ആകാം, സി 1 ആകാം. ഇത്രയും പോസിബിലിറ്റീസ് ഉണ്ട്. അതായത് 3 കേസസ് ഇവിടെ പറയാൻ സാധിക്കും. 3 കേസസ് ഒന്നുകൂടെ ഞാൻ പറയാം. ഈ ഡിറ്റർമിനന്റ് വാല്യൂ പറയുന്നത് എ ഡി മൈനസ് ബി സി ആണ്. ആ ഡിറ്റർമിനന്റ് ഒരിക്കൽ പോലും 0 ആകാൻ പാടില്ല എന്ന് പറയുന്നു. 0, 1 ചേർത്ത് എഴുതുന്ന ഡിറ്റർമിനന്റ് ആണ്. അപ്പോൾ 3 പോസിബിലിറ്റീസേ ഉള്ളൂ. ഒന്നിൽ 0 ആകാം, അല്ലെങ്കിൽ 1 ആകാം, അല്ലെങ്കിൽ അതിന്റെ വാല്യൂ -1 ആകാം. അപ്പോൾ ഇതിനകത്തിൽ ക്വസ്റ്റ്യനകത്ത് വ്യക്തമായി പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഒരിക്കൽ പോലും എന്താകാൻ പാടില്ല, 0 ആകാൻ പാടില്ല. പിന്നെ 2 കേസേ ഉള്ളൂ. ഒന്നിൽ എ ഡി മൈനസ് ബി സി = 1, അല്ലെങ്കിൽ എ ഡി മൈനസ് ബി സി = -1. എ ഡി മൈനസ് ബി സി = -1. അപ്പോൾ എ ഡി മൈനസ് ബി സി = 1 എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ബി സി 0 ആകുന്നു. ബി സി 0 ആയാൽ മാത്രമേ എ ഡി മൈനസ് ബി സി എന്താകത്തുള്ളൂ, 0 ആകത്തുള്ളൂ. ഈ എ ഡി എപ്പോഴും എന്തായി മാറും, 1 ആയി മാറും. എ ഡി 1 എന്ന് പറഞ്ഞാൽ എ ഒരിക്കലും 0 ആകത്തില്ല, ഡി ഒരിക്കലും 0 ആകത്തില്ല. അപ്പോൾ എയുടെയും ഡിയുടെ വാല്യൂ ആര് മാത്രമേ ഉള്ളൂ, ഒറ്റ കേസ് മാത്രം. എയുടെ വില 1, ഡിയുടെ വില 1. പക്ഷേ ബി സിയുടെ കേസ് അങ്ങനെയല്ല. ബി സിയുടെ കേസിൽ പറയുന്ന സമയത്ത് ബി 1 ആകാം, ആ സമയത്ത് സി 0 ആകാം, അല്ലെങ്കിൽ ബി 0 ആകാം, സി 0 ആകാം, അല്ലെങ്കിൽ ബി 0 ആകാം, സി 1 ആകാം. 3 കേസ് ഇവിടുത്തെ കേസ്. അതായത് ബി 1 സി 0, അല്ലെങ്കിൽ ബി 0 സി 0, അല്ലെങ്കിൽ ബി 0 സി 1. അങ്ങനത്തെ എത്ര ഡിറ്റർമിനന്റ് ഉണ്ട് നമുക്ക്? 3 ഡിറ്റർമിനന്റ്. എ ഡി മൈനസ് ബി സി 0 എന്ന് പറയുന്ന സമയത്ത് എന്ത് വരും? എ ഡി ഈസ് ഈക്വൽ ടു 0, ബി സി ഈസ് ഈക്വൽ ടു 1 എന്ന് എഴുതാം. കാരണം ഇത് 0 ആയാൽ മാത്രമേ എന്താകത്തുള്ളൂ, ബി സി എ ഡി മൈനസ് ബി സി 1 ആകത്തുള്ളൂ. ബി സി 1 ആകുക എന്ന് പറയുന്ന അർത്ഥം എന്താ? ബിയും സിയും 1 ആയേ പറ്റത്തുള്ളൂ. ഇവിടെ എന്ത് പറയാം? എ 0 ആകാം, ഡി ആ സമയത്ത് 1 ആകാം, അല്ലെങ്കിൽ എ എന്തായി മാറാം, 1 ആകാം, ഡി 0 ആയി മാറാം. അല്ലെങ്കിൽ ഇവിടെ എ 0 ആകാം, ഡിയും 0 ആകാം. 3 കേസസ് ഉണ്ട് അല്ലേ? അപ്പൊ ഇവിടുത്തെ കേസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എ 0 ഡി 1, അല്ലെങ്കിൽ എ 1 ഡി 0, അല്ലെങ്കിൽ എ ഈക്വൽ ടു 0, ഡി ഈസ് ഈക്വൽ ടു 0. അവിടെ എത്ര കേസസ് ഉണ്ട്? 3 കേസ്. അതായത് മൊത്തം 6 ഡിറ്റർമിനന്റിനകത്ത് എന്ത് വരും? അതിന്റെ വില 1ഉം -1ഉം ആയിട്ട് ആവിർഭവിക്കും. സോ റിക്വയർഡ് പ്രോബബിലിറ്റി ഈസ് ഈക്വൽ ടു, ഫേവറബിൾ കേസ് ഏതാ? റിക്വയർഡ് കേസസ് ഈസ് ഈക്വൽ ടു ഏതൊക്കെ വരാം? 3 3 6, 6/16 ഇതുവരെ വെട്ടുമ്പോൾ 2 വെച്ച് വെട്ടാം, 3/8 എന്ന് വരും. പ്രോബബിലിറ്റി എപ്പോഴും ലിസ്റ്റ് വിലയാണ് എഴുതുന്നത്. സോ ദി ആൻസർ ഈസ് 3/8 എന്ന് വരും. നമ്മുടെ ഓപ്ഷൻ ബി ആണ്. ഞാൻ ഒന്നുകൂടെ പറയാം, നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 0യും 1 ഉപയോഗിച്ചുകൊണ്ട് എത്ര ഡിറ്റർമിനന്റുകൾ ഫോം ചെയ്യപ്പെടാൻ പറ്റും, അതിൽ തന്നെ ഏതിന്റെ വിലയാണ് നോൺ 0 എന്നാണ് ചോദ്യം. അപ്പോൾ 0യും 1 ഉപയോഗിച്ചുകൊണ്ട് ഫോം ചെയ്യപ്പെടുന്ന ഡിറ്റർമിനന്റിൽ കുറേ ഡിറ്റർമിനന്റ് വില എന്തായി മാറും? 0 ആയി മാറും. ഇത് എഴുതി കണ്ടുപിടിക്കാൻ കുറച്ച് പാടാണ്. പല ആളുകളും എഴുതി കണ്ടുപിടിക്കാൻ ശ്രമിക്കാറുണ്ട്. പക്ഷേ അതിനേക്കാൾ എളുപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യം ശ്രദ്ധിക്കുക. ഒരു ഓർഡർ 2 ആയിട്ടുള്ള ഡിറ്റർമിനന്റ് ഞാൻ ഫോം ചെയ്യുന്നു. നമ്മൾ ആദ്യം കണ്ടുപിടിക്കുന്ന എത്ര ഡിറ്റർമിനന്റ് ഉണ്ട്. കാരണം പ്രോബബിലിറ്റിക്കകത്ത് ടോട്ടൽ കേസസ് വേണം. അപ്പോൾ നമ്മൾ ചിന്തിക്കണം, ഇവിടെ 0യും 1ഉം ആകാം, ഇവിടെ 0യും 1ഉം ആകാം. അപ്പോൾ ഇവിടെ 2 കേസ്, ഇവിടെ 2 കേസ്, അതുപോലെ തന്നെ ഇവിടെയും 2 കേസ്. അങ്ങനെ മൊത്തം 16 ഡിറ്റർമിനന്റ് കിട്ടി. ഇനി ഡിറ്റർമിനന്റ് വില കണ്ടുപിടിക്കുന്നു. എ ബി സി ഡി എന്ന് പറയുന്ന വില എ ഡി മൈനസ് ബി സി. ക്വസ്റ്റൻ അത് വ്യക്തമായി പറയുന്നുണ്ട്. എ ഡി മൈനസ് ബി സി എന്താകാൻ പാടില്ല? 0 ആകാൻ പാടില്ല. അതായത് നോൺ 0. അപ്പോൾ ഇതൊരു 0യും 1 ഉപയോഗിച്ച് ഫോം ചെയ്യപ്പെടുന്ന ഡിറ്റർമിനന്റ് ആണ്. അതിന് 3 പോസിബിലിറ്റി വാല്യൂ ഉള്ളൂ. ഒന്ന് 0, ഒന്ന് 1, ഒന്ന് -1. ഈ ക്വസ്റ്റൻ അത് പറയുന്നുണ്ട് ഒരിക്കലും 0 ആകാൻ പാടില്ല. അപ്പോൾ പിന്നെ എന്തേ ആകത്തുള്ളൂ? ഒന്നിൽ എ ഡി മൈനസ് ബി സി എന്താകണം? 1 ആകണം, അല്ലെങ്കിൽ എ ഡി മൈനസ് ബി സി -1 ആകണം. എ ഡി മൈനസ് ബി സി 0 എന്ന് പറഞ്ഞാൽ അവിടുന്ന് വ്യക്തമായി പറയാം ബി സി 0 ആയിരിക്കും. കാരണം എന്നാലല്ല എ ഡി മൈനസ് ബി സി 1 ആകത്തുള്ളൂ. ബി സി 0 എന്ന് വെച്ചാൽ ബി എം സിയും 0 ആകാം, അല്ലെങ്കിൽ ബി 1 സി 0, അല്ലെങ്കിൽ ബി 0 സി 1. എ ഡി നിശ്ചയമായിട്ടും 1 തന്നെ ആകത്തുള്ളൂ. എ ഡിയുടെ പ്രോഡക്റ്റ് എയും ഡിയും ആ സമയത്ത് 1 ആയാൽ പറ്റത്തുള്ളൂ. ഇനി രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ എ ഡി മൈനസ് ബി സി -1 ആകുന്നു. എ ഡി മൈനസ് ബി സി -1 എന്ന് പറയുമ്പോൾ എ ഡി 0 ആയി മാറണം. എ ഡി 0 ആകുന്നതിന് 3 കേസ് പറയാം. എ 0 ആകുന്നു, ആ സമയത്ത് ഡി 1, അല്ലെങ്കിൽ എ 1 ആകുന്നു, ഡി 0, അല്ലെങ്കിൽ എയും ഡി എന്തായി മാറുന്നു? 0 ആയി മാറുന്നു. അപ്പോൾ എ ഡി എന്തായി മാറും? 0 ആയി മാറിക്കൊള്ളും. അപ്പോൾ ഇവിടെയും 3 കേസ്. ബി സിയുടെ വില നിശ്ചയമായിട്ട് ഉറപ്പിക്കാം 1 ആണ്. എന്നാൽ മാത്രമേ ഇത് -1 ആയി മാറത്തുള്ളൂ. ബി എം സിയും നിശ്ചയമായിട്ടും 1 ആയിക്കോളും. ഇതിന്റെ പോസിബിലിറ്റീസ് ആണ് ഞാൻ പറഞ്ഞത്. എയുടെയും ഡിയുമായിട്ട് ബന്ധപ്പെടുത്തി 3 കേസ്, ഇവിടെ ബി എം സിയുമായിട്ട് ബന്ധപ്പെടുത്തി 3 കേസ്. അങ്ങനെ 6 ഡിറ്റർമിനന്റുകൾക്ക് ഇതിന്റെ വില 1ഉം -1 ആയിട്ട് മാറി മാറി വരും. അല്ലെങ്കിൽ കൃത്യമായി പറഞ്ഞാൽ ആ ഡിറ്റർമിനന്റ് വില ഒരിക്കൽ പോലും 0 ആകുന്നില്ല. സോ റിക്വയർഡ് കേസസ്, അല്ലെങ്കിൽ റിക്വയർഡ് പ്രോബബിലിറ്റി എന്ന് പറയാം. റിക്വയർഡ് പ്രോബബിലിറ്റി ഈസ് ഈക്വൽ ടു 6/16 എന്നായി മാറും, വിച്ച് ഈസ് ഈക്വൽ ടു 3/8. ഇതാണ് നമുക്ക് വേണ്ട സൊല്യൂഷൻ. അപ്പോൾ നമ്മുടെ 12ാമത്തെ ക്വസ്റ്റ്യൻ, 11 ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞു. ഇതെല്ലാം വ്യക്തമായി ബുക്കിനകത്തൊന്ന് ചെയ്തു നോക്കണം. എന്നിട്ട് വീഡിയോസ് ഒന്നുകൂടെ നിങ്ങൾ ഇട്ട് നോക്കണം. അപ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ.
അപ്പോൾ നമ്മുടെ 12ാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ എ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ there are 4 alternative answers of which one or more alternatives are correct. A candidate will get marks only if he ticks all the correct answers. The candidate decides to pick the answers at random. If he is allowed to 3 chances to answer the question, the probability that he will get marks on it. എന്ന് പറഞ്ഞാൽ ഒരു ക്വസ്റ്റിന് 4 ഓപ്ഷൻസ് ഉണ്ട്. എ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ, എ ക്വസ്റ്റ്യൻ ഹാസ് 4 ഓൾട്ടർനേറ്റീവ് ആൻസേഴ്സ് ഓഫ് വിച്ച് വൺ ഓർ മോർ ഓൾട്ടർനേറ്റീവ്സ് ആർ കറക്റ്റ് എന്നാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്, ഒരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ഉണ്ട്, അതിന് 4 ഓപ്ഷൻസ് ഉണ്ട്. ഒന്നോ അതിലധികമോ ആൻസേഴ്സ് എന്താണ് കറക്റ്റ് ആണ് എന്ന് പറഞ്ഞിരിക്കുന്നു. ഒന്നോ അതിലധികമോ ആൻസേഴ്സ് കറക്റ്റ് ആണ്. ഈ ഒരു കാൻഡിഡേറ്റ് ചാൻസ് കൊടുത്തിരിക്കുകയാണ്, 3 ചാൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് അയാൾക്ക് എന്ത് ചെയ്യണം, എല്ലാ ഓൾട്ടർനേറ്റീവ്സ് ഉൾപ്പെടെ കറക്റ്റ് ആക്കാനുള്ള പ്രോബബിലിറ്റിയാണ് ചോദിച്ചേക്കുന്നത്. ഞാൻ ഒന്നുകൂടെ പറയാം, ഒരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ഉണ്ട്, അതിന് 4 ഓപ്ഷൻസ് ഉണ്ട്. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ ഓപ്ഷൻസ് കറക്റ്റ് ആണ് എന്ന് പറഞ്ഞു. ഈ എല്ലാ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ടിക്ക് ചെയ്താൽ മാത്രമേ ആ കുട്ടിക്ക് എന്ത് ചെയ്യത്തുള്ളൂ, മാർക്ക് കിട്ടത്തുള്ളൂ. അങ്ങനെയെങ്കിൽ ഒരു കാൻഡിഡേറ്റിനോ അല്ലെ ഒരു കുട്ടിക്ക് ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ എന്ത് ചെയ്യുന്നു, 3 ചാൻസ് കൊടുക്കുന്നു. അങ്ങനെയെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യുന്നു, കറക്റ്റ് മാർക്ക് കിട്ടാനുള്ള പ്രോബബിലിറ്റി അല്ലെങ്കിൽ മാർക്ക്, അതായത് കൃത്യമായി പറഞ്ഞാൽ അയാൾ എല്ലാ കറക്റ്റായിട്ടുള്ള ഓപ്ഷനും ടിക്ക് ചെയ്ത് കഴിഞ്ഞു. എന്നാൽ മാത്രമേ മാർക്ക് കിട്ടത്തുള്ളൂ. അതിനുള്ള പ്രോബബിലിറ്റി എത്രയാണ് എന്നാണ് ചോദ്യം. ഇതൊരു JEE മെയിൻ്റെ ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ടാണ് കുറച്ച് പാടായിട്ട് തോന്നുന്നത്. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം, ഒരു ക്വസ്റ്റ്യന്, ആ ക്വസ്റ്റ്യന് 4 ഓൾട്ടർനേറ്റീവ്സ് ഉണ്ട്. 4 ഓൾട്ടർനേറ്റീവ്സിൽ ഒന്നോ അതിലധികമോ ആൻസർ കറക്റ്റാണ്, ഒന്നോ അതിലധികമോ ആൻസർ കറക്റ്റാണ്. ഈ കറക്റ്റായിട്ടുള്ള എല്ലാ ആൻസറും ടിക്ക് ചെയ്താൽ മാത്രമേ അയാൾക്ക് എന്ത് ചെയ്യത്തുള്ളൂ, മാർക്ക് കിട്ടത്തുള്ളൂ. അങ്ങനെയെങ്കിൽ അയാൾക്ക് 3 ചാൻസ് കൊടുക്കുകയാണ്. 3 ചാൻസ് കൊടുത്തതിന് ശേഷം അയാൾക്ക് കറക്റ്റ് ഫുൾ മാർക്ക് കിട്ടാൻ, അതായത് 3 ചാൻസിലും കൂടെ അയാൾ എല്ലാ കറക്റ്റുള്ള ഓപ്ഷൻ ടിക്ക് ചെയ്തിട്ട് മാർക്ക് കിട്ടാനുള്ള പ്രോബബിലിറ്റി എത്രയാണ് എന്നാണ് ചോദ്യം. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിക്കാം. ഒരു ക്വസ്റ്റ്യൻ 4 ഓൾട്ടർനേറ്റീവ് ഉണ്ട് എന്ന് പറഞ്ഞു. 4 ഓൾട്ടർനേറ്റീവ് ഉണ്ടെങ്കിൽ ടോട്ടൽ കേസസ് ആദ്യം ഞാൻ പറയാം. പ്രോബബിലിറ്റിയാണ് കണ്ടുപിടിക്കപ്പെടേണ്ടത്. ടോട്ടൽ കേസ് പറയുന്ന സമയത്ത് 4 ഓപ്ഷൻസ് ഉണ്ട്, അതിൽ ഒന്നായിരിക്കാം കറക്റ്റ്, അല്ലെങ്കിൽ 2 ഓപ്ഷൻസ് കറക്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ 3 ഓപ്ഷൻസ് കറക്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ 4 ഓപ്ഷൻസ് കറക്റ്റ് ആയിരിക്കാം. അപ്പം 4 ഓപ്ഷനിൽ നിന്ന് ഒരു ആൻസർ എത്ര രീതിയിൽ കറക്റ്റ് ആക്കാം എന്ന് പറയുന്നതിന്റെ വ്യക്തമായ മറുപടിയാണ് ഈ 4C1. 4 ഓപ്ഷനിൽ നിന്ന് ഒന്ന് സെലക്ട് ചെയ്യപ്പെടുന്നത് ടിക്ക് ചെയ്യുക. 4 ഓപ്ഷനിൽ നിന്ന് 2 എണ്ണം കറക്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഈ പറയുന്ന 4C2, അല്ലെങ്കിൽ 3 എണ്ണം, അല്ലെങ്കിൽ മീൻസ് പ്ലസ് ആണ്, ഒന്നിൽ ഇത് അല്ലെങ്കിൽ അത്, അല്ലെങ്കിൽ അടുത്തത് എന്നിങ്ങനെ. ഓർ മീൻസ് അഡീഷൻ ഓർ പ്ലസ്. അപ്പോൾ 4C1 പ്ലസ് 4C2 പ്ലസ് 4C3 പ്ലസ് 4C4. 4C1 മീൻസ് 4, 4C2 മീൻസ് 4 into 3 ഡിവൈഡഡ് ബൈ 1 into 4C3 മീൻസ് 4 into 4 തന്നെയാണ്. 4C4 എന്ന് പറഞ്ഞാൽ 1, വിച്ച് ഈസ് ഈക്വൽ ടു 4 പ്ലസ് 6 പ്ലസ് 4 പ്ലസ് 1 എന്ന് വരും. ദാറ്റ് ഈസ് 10, 14 1 15. 15 രീതികളിലാണ്, 15 രീതികൾ അയാൾക്ക് ഈ പറയുന്ന ആൻസേഴ്സിനെ കറക്റ്റ് ചെയ്യാൻ പറ്റും എന്നാണ് ചോദ്യം, എന്നാണ് ടോട്ടൽ കേസസ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ ഞാൻ പറയാം, ഒരു ക്വസ്റ്റ്യൻ 4 ഓൾട്ടർനേറ്റീവ്സ് ഉണ്ട്, ഒന്നോ അതിലധികമോ ഓപ്ഷൻസ് കറക്റ്റ് ആണ്. അയാൾക്ക് എല്ലാ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷനും ടിക്ക് ചെയ്താൽ മാത്രമേ മാർക്ക് കിട്ടത്തുള്ളൂ. ഓക്കെ, ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിക്കേണ്ട ക്വസ്റ്റ്യൻ. ഞാൻ പറഞ്ഞില്ല, JEEയുടെ പ്രിലിംസിന്റെ എല്ലാം മെയിൻ്റെ ക്വസ്റ്റ്യനാണ്, അതുകൊണ്ടാണ് ശകലം പാടായിട്ടുള്ളത്. അപ്പോൾ ഈ പറഞ്ഞ ഒന്നോ അതിലധികമോ ആൻസേഴ്സ് ഉണ്ട്, ആൻസേഴ്സ് ടിക്ക് ചെയ്താൽ മാത്രമേ കറക്റ്റുള്ള മാർക്ക് കിട്ടുകയുള്ളൂ. അങ്ങനെയെങ്കിൽ അയാൾക്ക് 3 ചാൻസ് കൊടുക്കുന്നു. 3 ചാൻസിലൂടെ അയാൾ എല്ലാ മാർക്കും ഫുൾ മാർക്ക് വാങ്ങിക്കാനുള്ള പ്രോബബിലിറ്റി എത്രയാണ് എന്നാണ് ചോദ്യം. ആദ്യ കേസിൽ ഞാൻ പറയുന്നു, ഫസ്റ്റ് കേസിൽ പറയുന്ന സമയത്ത് ഒരേ ഒരു കറക്റ്റ്, അയാളുടെ പ്രോബബിലിറ്റി എത്ര കിട്ടും, 1/15 വരും. കാരണം 15 കേസസ് ഉണ്ട്. ആദ്യത്തെ ചാൻസിൽ അയാൾ എന്ത് ചെയ്തു, ഒരു ആൻസർ കറക്റ്റ് ആകുന്നു. രണ്ടാമത്തെ കേസ് എടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യാം, 14/15 into 1/15 ആയി മാറും. രണ്ടാമത്തെ കേസ് എടുക്കുന്ന സമയത്ത് എന്ത് വരും, 14/15 into ഒരെണ്ണം പോയി കഴിഞ്ഞാൽ ബാക്കി എത്ര വരും, 1/14 ആയി മാറും. 14/15 into 1/14 ആയി മാറും. മൂന്നാമത്തെ കേസ് എടുക്കുന്ന സമയത്ത് എത്ര വരും, മൂന്നാമത്തെ കേസ് എടുക്കുന്ന സമയത്ത് 14/15 into 13/14 into 1/15 എന്നായി മാറും. അതായത് ആദ്യത്തെ കേസിൽ 1/15, രണ്ടാമത്തെ കേസ് എടുക്കുന്ന സമയത്ത് ഒരു ഓപ്ഷൻസ് പോയി കഴിഞ്ഞു, ബാക്കി 14/15 into 1/14, അല്ലെങ്കിൽ 1/14 into 14/15 എങ്ങനെ വേണമെങ്കിലും എഴുതാം. അടുത്ത എടുക്കുന്ന സമയത്ത് 14/15 into 13/14 into 1/13, കാരണം രണ്ടെണ്ണം പോയി കഴിഞ്ഞു, ബാക്കിയുള്ള 13 ആൻസർ അധികം ഒന്ന് സെലക്ട് ചെയ്യപ്പെടുക. അപ്പോൾ 3 ചാൻസസ് ആണ് കൊടുത്തിരുന്നത്, 3 ചാൻസിന്റെ കൂടെ പ്രോബബിലിറ്റി. അപ്പോൾ ടോട്ടൽ പ്രോബബിലിറ്റി എന്ന് പറയുന്ന സമയത്ത്
ടോട്ടൽ പ്രോബബിലിറ്റി ഈസ് ഈക്വൽ ടു എന്ത് വരും 1/15 പ്ലസ് എന്ത് വരും, ഇത് തമ്മിൽ അങ്ങ് വെട്ടിപ്പോകും, ഇത് തമ്മിൽ വെട്ടിപ്പോകുന്ന സമയത്ത് അതും 1/15 വരും, അടുത്തതും 1/15 വരും, അതായത് 3/15 എന്നായി മാറും, വിച്ച് ഈസ് ഈക്വൽ ടു 1/5 എന്നായി മാറും. അപ്പോൾ അതിൻ്റെ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ 1/5 എന്ന് വരും. നമ്മുടെ ഓപ്ഷൻ പറയുകയാണെങ്കിൽ ഓപ്ഷൻ ഇ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം, ഒരു ക്വസ്റ്റിന് 4 ചാൻസസ് ഉണ്ട്, 4 ഓപ്ഷൻസ് ഉണ്ട്, ഒന്നോ അതിലധികമോ ആൻസർ കറക്റ്റാണ്. ഒരു കുട്ടി എല്ലാ കറക്റ്റ് ആൻസറും ടിക്ക് ചെയ്താൽ മാത്രമേ അയാൾക്ക് ഫുൾ മാർക്ക് കിട്ടത്തുള്ളൂ. അങ്ങനെയെങ്കിൽ നമുക്ക് ടോട്ടൽ പ്രോബബിലിറ്റിയാണ് കണ്ടുപിടിക്കപ്പെടേണ്ടത്. ആദ്യത്തെ 1/15, അടുത്തെടുക്കുന്ന സമയത്ത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചെക്ക് ചെയ്യുന്ന സമയത്ത് 4/15 × 1/14 എന്നായി മാറും. ഓക്കെ, അടുത്തെടുക്കുന്ന സമയത്ത് 14/15 ഒരെണ്ണം നഷ്ടപ്പെട്ടു, പിന്നെ 13 13/14 × 1/13 എന്നായി മാറും. ഈ 13 വെട്ടിപ്പോണം, 14 വെട്ടിപ്പോകും. ഇത് 1/15 ആണ്, ഇത് 1/15 ആണ്, ഇത് 1/15. അപ്പോൾ ടോട്ടൽ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ ഈ 3 ചാൻസസിലെയും കൂടെ ടോട്ടൽ സമ്മിനെ വിളിക്കുന്ന പേരാണ് ടോട്ടൽ പ്രോബബിലിറ്റി. 3 ചാൻസസിലുള്ള ടോട്ടൽ സം എന്ന് വെച്ചാൽ 1/15 പ്ലസ് 1/15 പ്ലസ് 1/15, അങ്ങനെ അത് 3/15 ആയി മാറും. ഓക്കെ, അടുത്ത 13ാമത്തെ ക്വസ്റ്റ്യൻ, എ ബാഗ് contains 2n+1 coins. It is not that n of these coins have head on both sides, whereas remaining n+1 coins are fair. Fair means നല്ല coin ആണ്. A coin is chosen at random from the bag and is tossed. What is the probability? If the probability that the toss result in head is 31/42, then the number of coins in the bag is എത്രയാണ് എന്നാണ് ചോദ്യം. ഞാൻ പറയാം, ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിക്കാം. ഒരു ബാഗിനകത്ത് 2n+1 കോയിൻസ് ഉണ്ട്, 2n+1 കോയിൻസ്. ഞാൻ ഈ വരയ്ക്കുന്നൊക്കെ ശ്രദ്ധിച്ചോണം, 2n+1 കോയിൻസ് ഉണ്ട്. It is not that n of these coins have head on both sides. Head on both sides. n കോയിൻസിന്റെ head on both sides. രണ്ട് സൈഡിലും ഹെഡ് ആണ്. അപ്പോൾ ഈ കോയിൻ ടോസ് ചെയ്യുന്ന സമയത്ത് ഹെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി എപ്പോഴും എന്തായിരിക്കും? 1 ആയിരിക്കും, 1/1. ടെയിൽ കിട്ടാനുള്ള പ്രോബബിലിറ്റി എത്ര ആയിരിക്കും? 0 ആയിരിക്കും, കാരണം ഒരു സൈഡിൽ പോലും എന്തില്ല, ടെയിൽ ഇല്ല. ഇനി അടുത്ത പറയുന്നതാണ് whereas the remaining n+1 coins are fair. Fair means good coins. അപ്പോൾ n+1 coins എന്നാണ് good coins ആണ്, good coins. അങ്ങനെയെങ്കിൽ അവിടെ ഹെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി എത്രയാണ്? 1/2 ആണ്. ടെയിൽ കിട്ടാനുള്ള പ്രോബബിലിറ്റി എത്രയാണ്? 1/2 ആണ്. ഓക്കെ, ബാക്കി a coin is chosen at random from the bag and is tossed. If the probability that the toss result in head is 31/42, then the number of coins in the bag is, അതായത് ഈ പറയുന്ന 2n+1 ൽ ഒരു കോയിൻ എടുത്ത് ടോസ് ചെയ്തു. കോയിൻ ടോസ് ചെയ്ത സമയത്ത് അയാൾക്ക് എന്ത് കിട്ടി? ഹെഡ് കിട്ടി. A coin is chosen from random from the bag and is tossed. If the probability that toss result in head is, ആ ഹെഡ് കിട്ടി. ആ ഹെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി പറയുന്നുണ്ട് 31/42 ആണ്. അങ്ങനെയെങ്കിൽ എത്ര കോയിൻസ് ബാഗിനകത്തുണ്ട് എന്നാണ് ചോദ്യം. ഞാൻ ഒന്നുകൂടെ പറയാൻ, മൊത്തം എൻ്റെ 2n+1 കോയിൻസ് ഉണ്ട്. അതിനതിൽ n കോയിൻസ് എന്ന് പറയുമ്പോൾ അതിന്റെ രണ്ട് സൈഡും ഹെഡ് ആണ്. n കോയിൻസിന്റെ ഹെഡ് ഓൺ ബോത്ത് സൈഡ്സ് എന്ന് എഴുതിയിട്ടുണ്ട്. ഹെഡ് ഓൺ ബോത്ത് സൈഡ്സ്, ഹെഡ് ഓൺ ബോത്ത് സൈഡ്സ്. അപ്പൊ ഹെഡ് ഓൺ ബോത്ത് സൈഡ്സ് ആയതുകൊണ്ട് തന്നെ അതിന്റെ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ഹെഡ് എപ്പോഴും എന്തായിരിക്കും? 1 ആയിരിക്കും. രണ്ട് സൈഡിലും ഹെഡ് ആണ്. ടോട്ടൽ കേസ് 2 ആണ്, ഫേവറബിൾ കേസും 2 ആണ്. 2/2 1. ടെയിൽ കിട്ടുമോ? ഇല്ല. ഇനി n+1 കോയിൻസ് എന്ന് പറഞ്ഞാൽ ഫെയർ കോയിൻസ് ആണ്, ഗുഡ് കോയിൻസ് ആണ്. അപ്പൊ ഹെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി സാധാരണ നല്ല കോയിൻ ആകുമ്പോൾ 1/2, കോയിൻ പിന്നെ ടെയിൽ കിട്ടാനുള്ള പ്രോബബിലിറ്റി 1/2 ആണ്. ക്വസ്റ്റിനകത്ത് പറയുന്നത് അയാൾ ഏതോ ഒരു കോയിൻ സെലക്ട് ചെയ്തു. അപ്പൊ സെലക്ട് ചെയ്തിട്ട് അയാൾക്ക് ഹെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്ന അവർ തന്നിട്ടുണ്ട് 31/42 ആണ്. അങ്ങനെയെങ്കിൽ എത്ര കോയിൻ ഈ ബാഗിനകത്തുണ്ട് എന്നാണ് ചോദ്യം. അപ്പൊ ഞാൻ പറയുന്നു, ആദ്യം ഈ 2n+1 കോയിൻസ് ഉണ്ട്, അവിടുന്ന് n കോയിൻ സെലക്ട് ഹെഡ് n കോയിൻ ആണ് സെലക്ട് ചെയ്യുക. അവിടെ പ്രോബബിലിറ്റി എത്ര കിട്ടും? n/2n+1. ഫേവറബിൾ കേസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ കേസ്. സപ്പോസ് ഇതിൽ നിന്നാണ് ഒരു കോയിൻ സെലക്ട് ചെയ്യുന്നത്, മൊത്തം n കോയിൻസ് ഇരിക്കുകയാണ്. 10 കോയിൻസ് ഉണ്ടെങ്കിൽ 10/100 എന്ന് പറയുന്ന പോലെ n കോയിൻസ് ഉണ്ട്. അപ്പൊ n/2n+1 പ്ലസ് ഇവിടെ എത്ര കോയിൻ ഉണ്ട്? ഇനി അല്ലെങ്കിൽ എന്ത് ചെയ്യുക? അല്ലെങ്കിൽ മീൻസ് പ്ലസ് ആണ്. ഇവിടെ എത്ര കോയിൻ ഉണ്ട്? n+1 കോയിൻസ് ഉണ്ട്. ടോട്ടൽ എത്ര കോയിൻസ് ഉണ്ട്? 2n+1. അവിടുന്ന് ഒരു ഹെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി എത്ര കിട്ടും? 1/2. ഇത് ഒരു ഹെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഹെഡ് ഇൻറ്റു 1 ഉണ്ട്, അത് ഞാൻ എഴുതിയില്ല എന്ന് മാത്രം. n/2n+1 കോയിൻസ് ഇൻറ്റു ഹെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി 1. ഇവിടെ n+1 ഡിവൈഡഡ് ബൈ ടോട്ടൽ എത്ര കോയിൻസ്? 2n+1 കോയിൻസ് ഇൻറ്റു ഒരു ഹെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി അല്ലേ. ഇപ്പോൾ 10 കോയിൻസ് ഉണ്ടെങ്കിൽ 10 ഹെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി ഉണ്ട്. 5 കോയിൻസ് ഉണ്ടെങ്കിൽ 5 ഹെഡ് കിട്ടും. അപ്പോൾ 5 × 1/2. 40 കോയിൻസ് ഉണ്ടെങ്കിൽ 40 ഹെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി 40 × 1/2. അപ്പോൾ ഇവിടെ ടോട്ടൽ സം എത്രയായി മാറിയെന്നാണ് പറഞ്ഞാൽ 31/42 എന്നായി മാറി. പറഞ്ഞാൽ മനസ്സിലായല്ലോ. അപ്പൊ n കോയിൻസ് ഉണ്ട്, അവിടുന്ന് ഹെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്ന് വെച്ചാൽ n/2n+1 ഇൻറ്റു ഒരു ഹെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി. അല്ലെങ്കിൽ മീൻസ് പ്ലസ്
ബാക്കി എന്താണ് n+1 ഫെയർ കോയിൻസ് ഉണ്ട്. n+1 ഡിവൈഡഡ് ബൈ എന്ത് വരും ടോട്ടൽ കോയിൻസ് എത്ര 2n+1 ഇൻറ്റു ഒരു ഹെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി അതാണ് 1/2 ഈസ് ഈക്വൽ ടു ക്വസ്റ്റ്യനകത്ത് പറയുന്ന 31/42 എന്നാണ്. നമ്മൾ LCM എടുക്കുന്നു. LCM ഇവിടെ ഒരു 2 കൊണ്ട് മുകളിൽ താഴെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ചെയ്യാൻ എളുപ്പമായിരിക്കും. 2n+1 പ്ലസ് n+1 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 2n+1 ഈസ് ഈക്വൽ ടു എത്ര കിട്ടും 31/42. ഇത് രണ്ടിടത്തും LCM 2 ഇൻറ്റു 2n+1 ആണ്. ഇത് കൂട്ടുമ്പോൾ 3n+1 ഈസ് ഈക്വൽ ടു 31/42. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പം വരും 3 ഇൻറ്റു 42 ഇൻറ്റു 3 എന്ന് വെച്ചാൽ 3 ഇൻറ്റു 2 6 126 n പ്ലസ് 42 ഈസ് ഈക്വൽ ടു 31 ഇൻറ്റു ഇത് 2 ഇൻറ്റു 2 4 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4 124 അല്ലേ 124 ഇത് 4 124 n പ്ലസ് എന്ത് വിളിക്കാം 62 which is equal to എത്ര വരും 2n 124 n ഇപ്പുറത്ത് വരുമ്പോൾ 2n ആയി മാറും. ഇത് അപ്പുറത്ത് വരുമ്പോൾ 20 ആയി മാറും. n is equal to 10 എന്ന് വരും. നമ്പർ ഓഫ് കോയിൻസ് ഇൻ ദി ബാഗ് ഈസ് ഈക്വൽ ടു 10. നമ്മുടെ ഓപ്ഷൻ പറയുന്ന സമയത്ത് ഓപ്ഷൻ എ ആണ്. നമ്പർ ഓഫ് കോയിൻസ് ഇൻ ദി ബാഗ് എന്ന് പറയുമ്പോൾ 10. ആ ബാഗിനകത്ത് മൊത്തം എത്ര കോയിൻസ് വരും 10 കോയിൻസ് വരും. ഓർമ്മയിരിക്കുക. അപ്പോൾ ചെയ്ത കാര്യം ഓർമ്മയിരിക്കുക. വരച്ച് കാണിച്ചിട്ടുണ്ട് വ്യക്തമായി മനസ്സിലാക്കാൻ വേണ്ടി. n കോയിൻസും n+1 ഗുഡ് കോയിൻസും ഉണ്ട്. അപ്പോൾ ബോത്ത് ഹെഡ് ഓൺ ബോത്ത് സൈഡ്സ് വെച്ചാൽ n ഡിവൈഡഡ് ബൈ 2n+1 ഇൻറ്റു ഒരു ഹെഡ് കിട്ടാനുള്ള പ്രോബിലിറ്റി പ്ലസ് മീൻസ് അല്ലെങ്കിൽ മീൻസ് ഓർ മീൻസ് യൂണിയൻ പ്ലസ് എന്ന് വിളിക്കാം n+1 ഡിവൈഡഡ് ബൈ 2n+1 ഇൻറ്റു ഒരു കോയിൻ കിട്ടാനുള്ള പ്രോബിലിറ്റി 1/2 ഈസ് ഈക്വൽ ടു എത്ര കിട്ടും 31/42 ചെയ്തു. എന്നിന്റെ വില എത്ര വരും 10 എന്നായി മാറും. അപ്പോൾ n ഈസ് ഈക്വൽ ടു 10 എന്ന് പറയുന്നതാണ് അതിന്റെ കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, ആ സൗണ്ട് കേൾക്കുക. 14ാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം. ദി ലീസ്റ്റ് നമ്പർ ഓഫ് ടൈംസ് എ ഫെയർ കോയിൻ മസ്റ്റ് ബി ടോസ്ഡ് സോ ദാറ്റ് ദി പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് അറ്റ്ലീസ്റ്റ് 1 ഹെഡ് ഈസ് അറ്റ്ലീസ്റ്റ് 0.8. ആ സെന്റൻസ് ആണ് വളരെയേറെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം. ദി ലീസ്റ്റ് നമ്പർ ഓഫ് ടൈംസ് എ ഫെയർ കോയിൻ മസ്റ്റ് ബി ടോസ്ഡ് എന്ന് പറഞ്ഞാൽ ഒരു ഫെയർ കോയിൻ എത്ര തവണ മിനിമം ടോസ് ചെയ്ത് കഴിഞ്ഞാൽ ദി പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് നീ ശ്രദ്ധിക്കണം അറ്റ്ലീസ്റ്റ് 1 ഹെഡ് ഈസ് അറ്റ്ലീസ്റ്റ് 0.8. പ്രോബബിലിറ്റി അറ്റ്ലീസ്റ്റ് 1 ഹെഡ് ഈസ് അറ്റ്ലീസ്റ്റ് 0.8 എന്ന്. അപ്പം ഒരു ഹെഡെങ്കിലും കിട്ടണം. അതിന്റെ പ്രോബബിലിറ്റി അറ്റ്ലീസ്റ്റ് എത്ര എന്ന് പറയുന്നുണ്ട് 0.8 ആണ് എന്ന് പറയുന്നു. അപ്പം ഞാൻ എഴുതുന്ന ശ്രദ്ധിച്ചോണം. ഞാൻ പറയും let x denote number of heads. Let x denote number of heads. ഓക്കെ, അത് ഞാൻ പറഞ്ഞു. Let the number of tosses നമ്മൾ എന്നു വിളിക്കും. Let the number of tosses is equal to എത്ര തവണ മിനിമം ടോസ് ചെയ്യണം എന്നാണ് ചോദ്യം. നമ്പർ ഓഫ് ടോസസ് ഈസ് ഈക്വൽ ടു n എന്നായി മാറും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എത്ര തവണ മിനിമം ടോസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഹെഡെങ്കിലും അറ്റ്ലീസ്റ്റ് 1 ഹെഡ് എന്നാ മിനിമം ഒരു ഹെഡെങ്കിലും കിട്ടാനുള്ള പ്രോബബിലിറ്റി 0.8 ആയി മാറുന്നു എന്നാണ് ചോദ്യം. ആ ലാസ്റ്റ് സെന്റൻസ് അതായത് സോ ദാറ്റ് ദി പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് അറ്റ്ലീസ്റ്റ് 1 ഹെഡ് ഈസ് അറ്റ്ലീസ്റ്റ് 0.8 എന്നാണ് ചോദ്യം. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്തു ലെറ്റ് x denote the number of heads എന്ന് വിളിച്ചു. ലെറ്റ് the number of tosses is equal എന്ന് വിളിച്ചു n എന്ന് വിളിച്ചു അല്ലേ. അപ്പോൾ ഒരു തവണ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഞാൻ വേണമെങ്കിൽ പറയാം x follows ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് ഹെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി ആയതുകൊണ്ട് p ഈസ് ഈക്വൽ ടു 1/2. p 1/2 എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും q എത്രയായി മാറിക്കോളും 1/2 ആയി മാറിക്കോളും. ക്യൂവിന്റെ ആവശ്യമില്ല, ഞാൻ ജസ്റ്റ് എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. p ഈസ് ഈക്വൽ ടു 1/2. ക്വസ്റ്റ്യൻ ഞാൻ ഒന്നുകൂടെ പറയാം. ഒരു കോയിൻ മിനിമം എത്ര തവണ ടോസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഹെഡെങ്കിലും കിട്ടണം. അതിന്റെ പ്രോബബിലിറ്റി 0.8 ആയിരിക്കണം. അറ്റ്ലീസ്റ്റ് 1 ഹെഡ് ഈസ് അറ്റ്ലീസ്റ്റ് 0.8 എന്നാണ്. അപ്പോൾ x follows by x denote the number of distribution and x follows binomial distribution. Number of tosses is equal to n. By question പറയുന്ന അനുസരിച്ച് ശ്രദ്ധിച്ചോണം. അറ്റ്ലീസ്റ്റ് 1 ഹെഡ് എന്ന് പറയുമ്പോൾ മക്കളെ എങ്ങനെ എഴുതാം? പ്രോബബിലിറ്റി x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ഈസ് അറ്റ്ലീസ്റ്റ് 0.8 എന്ന് പറഞ്ഞാൽ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0.8. ഇതാണ് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം. അറ്റ്ലീസ്റ്റ് 1 ഹെഡ് ഈസ് അറ്റ്ലീസ്റ്റ് 0.8. അപ്പോൾ പ്രോബബിലിറ്റി x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0.8 എന്നായി മാറും. വിച്ച് ഇംപ്ലൈസ് എന്ത് വിളിക്കാം 1 minus probability x is equal to 0 is greater than or equal to 0.8. x greater than or equal to 1 എന്ന് പറയുന്ന സമയത്ത് നമുക്ക് എന്ത് വിളിക്കാം 1 minus probability x is equal to 0 which is greater than or equal to 0.8. ഇതെന്ത് ചെയ്യാം which is equal to 1 minus
0.8 is greater 0.8 ഇപ്പുറത്ത് വരുന്നു. അപ്പോൾ 1 minus 0.8 is greater than or equal to probability x is greater equal to 0. X is equal to 0, which is equal to എന്താ വിളിക്കാം 0.2 is greater than or equal to probability of x is equal to 0 എന്ന് വിളിക്കാം അല്ലെ. probability of q greater than or equal to probability x is equal to 0. അപ്പോൾ ഞാൻ പറഞ്ഞു ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്, which implies 0.2 is greater than or equal to probability of x greater than or equal to 0 എന്ന് പറയുമ്പോൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ അനുസരിച്ച് എന്ത് വിളിക്കാം nc0 p raised to 0 q raised to എന്ത് വിളിക്കാം n minus 0. that which implies 0.2 greater than or equal to nc0 എന്ന് പറഞ്ഞാൽ 1 ആണ്. ഇത് 1/2 raised to n എന്ന് എഴുതാം, which implies എന്ത് വിളിക്കാം 1/2 means 1/5 greater than or equal to 1/2 raised to n. റെസിപ്രോ എടുക്കുക, ഒരു ഇൻഇക്വാലിറ്റി സിമ്പിൾ ആണ്. റെസിപ്രോ എടുക്കുമ്പോൾ തിരിഞ്ഞു വരും 5 less than or equal to 2 raised to n. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം n-ന് ഏത് വില കൊടുക്കുന്ന സമയത്ത് 5 എന്താണ് അതിനെക്കാട്ടി ചെറുതാവും, n is equal to 3. 2 raised to 1 ആകുമ്പോൾ 2 ആകത്തുള്ളൂ, 5 less than or equal to എന്ന് പറയാൻ പറ്റത്തില്ല. 2ന്റെ സ്ക്വയർ ആകുന്ന സമയത്ത് 4 എന്നേ പറയാൻ പറ്റൂ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറയാൻ പറ്റത്തില്ല. 2ന്റെ വില മിനിമം n-ന്റെ വില 3 ആകുന്ന സമയത്ത് 2 ക്യൂബ് ആയി മാറും, അപ്പോൾ 8 ആയി മാറും. നിശ്ചയമായിട്ടും 5 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 8 എന്ന് പറയാം. അപ്പോൾ ഈ പറഞ്ഞ കണ്ടീഷൻ മിനിമം ഒരു ഹെഡെങ്കിലും കിട്ടിയിട്ട് മിനിമം പ്രോബബിലിറ്റി 8 ആവണമെങ്കിൽ കോയിൻ എത്ര തവണ ടോസ് ചെയ്യണം, 3 തവണ ടോസ് ചെയ്യണം. അപ്പോൾ ഞാൻ ഇന്നോടെ പറയാം, ക്വസ്റ്റൻ ആദ്യം ചോദിച്ചേക്കുന്നത് the least number of times a fair coin must be tossed so that the probability of getting at least 0.8 എന്നാണ്. at least one head is at least 0.8. അപ്പോൾ x denote number of heads, നമ്പർ ഓഫ് ടോസസിനെ നമ്മൾ n എന്ന് വിളിച്ചു. x ഫോളോസ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ നമുക്കറിയാം ഒരു കോയിൻ ടോസ് ചെയ്യുന്ന സമയത്ത് ഹെഡ് കിട്ടാനുള്ള പ്രോബിലിറ്റി p ഈക്വൽ ടു 1/2 ആണ്. p 1/2 ആകുമ്പോൾ സ്വാഭാവികമായിട്ട് q ഈക്വൽ ടു 1/2. q ഈക്വൽ 1/2 കൊണ്ട് യാതൊരു സ്ഥാനവുമില്ല, എന്നാലും എഴുതിയെന്ന് മാത്രം. ക്വസ്റ്റൻ അത് പറയുന്നത് അറ്റ്ലീസ്റ്റ് വൺ ഹെഡ് ഈസ് അറ്റ്ലീസ്റ്റ് 0.8. അറ്റ്ലീസ്റ്റ് മീൻസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. അത് സമയം ഓർമ്മയിരിക്കണം, അറ്റ്ലീസ്റ്റ് മീൻസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ. അറ്റ്മോസ്റ്റ് ആകുമ്പോഴാണ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വരുന്നത്. അറ്റ്ലീസ്റ്റ് വൺ ഹെഡ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു അറ്റ്ലീസ്റ്റ് 0.8. x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യാം 1 മൈനസ് പ്രോബിലിറ്റി ഓഫ് x ഈക്വൽ ടു 0, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 അല്ലെങ്കിൽ x ഈസ് ഈക്വൽ ടു 0. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനകത്ത് x-ലുള്ള 0ൽ താഴെ പോകാറില്ല, അതുകൊണ്ടാണ് x ഈസ് ഈക്വൽ ടു 0 എന്ന് എഴുതിയത്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു പറയാത്തതിന്റെ കാരണം അത് തന്നെയാണ്. is greater than or equal to 0.8. 1 minus 0.8 is greater than probability x is equal to 0. 0.2 is greater than or equal to probability x is equal to 0. അല്ലെങ്കിൽ 0.2 greater than or equal to nc0. 1/2 raised to 0, 1/2 raised to n minus 0. അതായത് 0.2 greater than or equal to 1/2 raised to n. 0.2നെ നമ്മൾ വിളിച്ച പേരാണ് 1/5. 1/5 is greater than or equal to 1/2 raised to n. റെസിപ്രോ എടുക്കുന്ന സമയത്ത് ഇൻഇക്വാലിറ്റി സിമ്പിൾ റിവേഴ്സ് ആയി മാറും. 5 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 raised to n. n-ന് ഏത് വില കൊടുക്കുന്ന സമയത്ത് 5-നേക്കാട്ടി കൂടുതലാകുമെന്ന് ചിന്തിക്കുക. n-ന് ഏത് വില കൊടുത്താൽ മതി, n is equal to 3. സോ ദി ലീസ്റ്റ് നമ്പർ ഓഫ് ടൈംസ് ദി കോയിൻ ടോസ് ഈസ് n is equal to 3. 3 തവണ ടോസ് ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. അപ്പോൾ നമ്മൾ 14 ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞു. 15ാമത്തെ ക്വസ്റ്റ്യൻ, ദി ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ n ആൻഡ് p ആർ 16 ആൻഡ് 1/2 റെസ്പെക്റ്റീവ്ലി. ഇതിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനായിട്ട് ബന്ധപ്പെടുത്തിയുള്ള സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വളരെ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, അത് ശ്രദ്ധിക്കണം, പെട്ടെന്ന് കിട്ടുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ n ആൻഡ് p തന്നിട്ടുണ്ട്. n is equal to 16 ആണ്, n is equal to 16 ആണ്, p is equal to 1/2 ആണ്. അപ്പോൾ p 1/2 ആകുമ്പോൾ q-ന്റെ വിലയും എത്ര തന്നെ വരും, 1/2 എന്ന് വരും. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനകത്ത് നമ്മളോട് കണ്ടുപിടിക്കാൻ ചോദിച്ചേക്കുന്നത് എന്താണ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കാൻ റൂട്ട് npq. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കാൻ npq. ഈ ഫോർമുല ഓർമ്മയിരിക്കണം, which is equal to root of n into p യുടെ വില 1/2 into 1/2. ദി ആൻസർ ഈസ് 2 ഇവിടെ വെട്ടും, 4 ആയിട്ട് വെട്ടാം, 4 വരും, 16 ആയിട്ട് വെട്ടാം, 4 വരും, 4ന്റെ റൂട്ട് 2. സോ ദി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈസ് 2 എന്ന് വരും. അപ്പോൾ ഒരു ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഓർമ്മയിരിക്കുക, റൂട്ട് npq. മീൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുലയും കൂടെ ഞാനിവിടെ അനുബന്ധമായിട്ട് പറയുകയാണ്. മീൻ കണ്ടുപിടിക്കാൻ np ആണ്. ഒരു ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ മീൻ കണ്ടുപിടിക്കാൻ np-യും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കാൻ റൂട്ട് npq ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടത് റൂട്ട് npq ആണ്. നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ ഇ വരും. ഓക്കെ, 16ാമത്തെ ക്വസ്റ്റ്യന് നമ്മൾ ഔട്ട് ഓഫ് 13 ആപ്ലിക്കൻസ് ഫോർ എ ജോബ് ദർ ആർ 5 വുമൺ ആൻഡ് 8 മെൻ. 5 വുമണും 8 മെന്നും ഉണ്ട്. 5 സ്ത്രീകളും 8 പുരുഷന്മാരും. It is decided to select 2 persons for a job. The probability that at least one of the selected persons will be a woman. ഒരു വിമണെങ്കിലും ഉണ്ടായിരിക്കാനുള്ള പ്രോബിലിറ്റി. at least എന്ന് പറയുന്ന വാക്കാണ്, എപ്പോഴും ശ്രദ്ധിക്കുക. at least one woman എന്ന് പറയുമ്പോൾ നമ്മൾ പറയും 1 മൈനസ് പ്രോബിലിറ്റി ഓഫ് നോ വുമൺ എന്ന് വിളിക്കാം. അപ്പം നോ വുമൺ എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താ, എടുക്കുന്ന എല്ലാ ആളുകളും എന്തായി മാറി, മെന്നായി മാറും.
അപ്പോൾ എല്ലാ ആളുകളും മെന്നായി മാറാൻ ഉള്ള പ്രോബിലിറ്റി എത്രയാണ്? വിച്ച് ഈസ് ഈക്വൽ ടു 1 മൈനസ് മെൻ എത്ര പേരുണ്ട്? 8. 8ൽ നിന്ന് 2 വരെ എടുക്കണം. ഡിവൈഡഡ് ബൈ ടോട്ടൽ എത്ര പേരുണ്ട്? 8 5 കൂടെ കൂട്ടുമ്പോൾ 13 C2. അപ്പോൾ 1 മൈനസ് 8 C2 ഡിവൈഡഡ് ബൈ 13 C2 എന്ന് എഴുതാം. അപ്പോൾ മൊത്തം 8 ആളുകളുണ്ട്. അതിൽ നിന്ന് 2 പേരെ സെലക്ട് ചെയ്യണം. 1 മൈനസ് 8 C2 ഡിവൈഡഡ് ബൈ 13 C2 എന്നായി മാറും. വിച്ച് ഈസ് ഈക്വൽ ടു 1 മൈനസ് 8 ഇൻറ്റു 7 ഡിവൈഡഡ് ബൈ 1 ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ 13 ഇൻറ്റു 12 ഡിവൈഡഡ് ബൈ 1 ഇൻറ്റു ഈ 1 ഇൻറ്റു 2 രണ്ടിടത്തുനിന്ന് ക്യാൻസൽ ചെയ്യാം. ബാക്കി വരുന്ന സമയത്ത് വിച്ച് ഈസ് ഈക്വൽ ടു 1 മൈനസ് 8 ഇൻറ്റു 7 ഡിവൈഡഡ് ബൈ 13 ഇൻറ്റു 12. വീണ്ടും ചെറുതാക്കാം. 1 മൈനസ് 4 വെച്ച് കട്ട് ചെയ്യുമ്പോൾ 2 ഇൻറ്റു 7 ഡിവൈഡ് ബൈ 13 ഇൻറ്റു എത്ര വരും? 6 എന്ന് എഴുതാം. 4 വെച്ച് 3 അല്ലേ? 4 വെച്ച് കട്ട് ചെയ്യുമ്പോൾ ഇത് 2ഉം ഇത് 3ഉം ആയി മാറും. വിച്ച് ഈസ് ഈക്വൽ ടു 1 മൈനസ് 14 divided by 9 39 which is equal to 39 minus 14 divided by 39 which is equal to 25 divided by 39 എന്നായി മാറും. അപ്പോൾ നമ്മുടെ റിക്വയർഡ് പ്രോബിലിറ്റി ചെയ്താൽ മനസ്സിലാക്കപ്പെടുക. പ്രോബിലിറ്റി അറ്റ്ലീസ്റ്റ് 1 വുമൺ, ഒരു വുമണെങ്കിലും എന്ന് പറഞ്ഞാൽ 1 മൈനസ് പ്രോബിലിറ്റി ഓഫ് നോ വുമൺ എന്നാണ്. ഒരു വുമൺ പോലും കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ കിട്ടുന്ന എല്ലാ ആളുകളും മെന്നാണ്. മെൻ എടുക്കാൻ 8 മെന്നുണ്ട്. അതിൽ നിന്ന് 2 വരെ സെലക്ട് ചെയ്യാൻ 8 C2 ഡിവൈഡഡ് ബൈ 13 C2 1 മൈനസ് 8 C2 ഡിവൈഡഡ് ബൈ 13 C2. അത് സോൾവ് ചെയ്യുക. സോൾവ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് 25/39. നമ്മുടെ ഓപ്ഷൻ പറയുകയാണെങ്കിൽ ഓപ്ഷൻ ആദ്യ ഓപ്ഷനാണ് 16ന്റെ ആദ്യ ഓപ്ഷൻ. അറ്റ്ലീസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ വരുന്ന സമയത്തെല്ലാം 1 മൈനസ് ആണ്. അതും ഓർമ്മയിൽ നിൽക്കണം. 17ാമത്തെ ക്വസ്റ്റ്യൻ. ദി ഫോളോയിങ് ടേബിൾ ഈസ് ദി പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദി റാൻഡം വേരിയബിൾ എക്സ് ദെൻ മീൻ ഓഫ് എക്സ് ഈസ് കണ്ടുപിടിക്കുക. അതൊക്കെ ഈ വർഷം പഠിച്ചാണ്. പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ടേബിളിൽ നിന്ന് എന്ത് ചെയ്യണം? മീൻ കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം? പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ടേബിളിന്റെ പ്രത്യേകത അറിഞ്ഞിരിക്കണം. ഇതാണ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ. അപ്പോൾ ഇതിന്റെ പ്രത്യേകത എന്താണ് എന്ന് ചോദിച്ചാൽ എപ്പോഴും പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ടേബിളിന്റെ പ്രോബബിലിറ്റി സിഗ്മ പി ഓഫ് എക്സ് എപ്പോഴും എത്ര ആയിരിക്കും? 1 ആയിരിക്കും. ഇതങ്ങ് കൂട്ടണം. ഇത് കൂട്ടുമ്പോൾ ആര് വരും? ഇത് കൂട്ടുമ്പം ഇത് 2k ഉണ്ട്. ഇത് 2k എത്ര വരും? 4k ഉണ്ട്. 4k ഇത് കൂട്ടുമ്പോൾ 4k അല്ല 7k വരും അല്ലേ? 7k. ഇത് 0.1ഉം 0.2 കൂടെ കൂട്ടുമ്പോൾ 0.3 പ്ലസ് 0.4 4 ഈസ് ഈക്വൽ ടു 1 എന്നായി മാറും. 7k പ്ലസ് 0.4 ഈസ് ഈക്വൽ ടു അല്ലേ 2k ഇവിടെ k ആണ്. ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് k ആണ്. അപ്പം 2k പ്ലസ് k 3k പ്ലസ് 3 6k പ്ലസ് 0.4 ഈസ് ഈക്വൽ 1 അല്ലെ 6k ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? 0.6. k ഈസ് ഈക്വൽ ടു 0.6/6 അതായത് 1/10. ഓക്കെ, കെയുടെ വില എത്ര കിട്ടും? 1/10 എന്നായി മാറും. അപ്പൊ കെയുടെ വില 1/10 ആണ്. അങ്ങനെയെങ്കിൽ മീൻ കണ്ടുപിടിക്കാം. മീൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുല അറിയണം. മീൻ ഈസ് ഈക്വൽ ടു സിഗ്മ xi ഇൻറ്റു എഫ് ഓഫ് xi അല്ലെങ്കിൽ p ഓഫ് xi. അപ്പൊ 1 ഇൻറ്റു 0.1 വിച്ച് ഈസ് ഈക്വൽ ടു 1 ഇൻറ്റു 0.1 1/10 പ്ലസ് 2 ഇൻറ്റു 2k മീൻസ് 2 ഇൻറ്റു k. കെയുടെ വില 1/10 2/10 പ്ലസ് 3 ഇൻറ്റു എന്ത് വിളിക്കാം? 1/10 പ്ലസ് 4 ഇൻറ്റു 0.2 നമുക്ക് വേണമെങ്കിൽ 2/10 ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി പ്ലസ് 5 ഇൻറ്റു 3k അപ്പൊ 3/10 പ്ലസ് ആര് വരും? 6 ഇൻറ്റു 0.1 1/10. അപ്പൊ ഇത് എത്രയായി മാറി? 1 പ്ലസ് 2 ഇൻറ്റു 2 എത്രയായി മാറും? 4 പ്ലസ് 3 പ്ലസ് 8 പ്ലസ് 15 പ്ലസ് 6 ഡിവൈഡഡ് ബൈ 10. 15 മാറി 21 21 8 കൂടെ കൂട്ടുമ്പോൾ 29 1 30 37/10 എന്നായി മാറും വിച്ച് ഇസ് ഈക്വൽ ടു 3.7. നമ്മുടെ ഓപ്ഷൻസ് നോക്കണം. നമ്മുടെ ഓപ്ഷൻ വരുന്നത് ഓക്കെ കറക്റ്റ് ഓപ്ഷൻ സി ആണ്. 3.7 എന്ന് വരും മീൻ കണ്ടുപിടിക്കുന്ന രീതി. അപ്പം ഇത് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണ്. സിഗ്മ പി ഓഫ് എക്സ് നമ്മൾ കണ്ടുപിടിച്ചു. അവിടുന്ന് കെയുടെ വില കണ്ടുപിടിക്കുക. അതിനുശേഷം മീൻ കണ്ടുപിടിക്കുന്ന ഫോർമുല അറിഞ്ഞിരിക്കുക. മീൻ ഈസ് ഈക്വൽ ടു സിഗ്മ xi ഇൻറ്റു പി ഓഫ് xi എന്ന് എഴുതാം. സിഗ്മ xi ഇൻറ്റു പി ഓഫ് xi അതാണ് ഈ ചെയ്ത രീതി. 18ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 18ാമത്തെ ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് എ ബെർണോളിസ് ട്രയൽസ് എന്നാണ്. ബെർണോളിസ് ട്രയൽസിന്റെ പ്രത്യേകത ഞാൻ നേരത്തെ പറഞ്ഞ നമ്പർ ഓഫ് ട്രയൽസ് ലാർജ് ആയിരിക്കും, ഫൈനൈറ്റ് ആയിരിക്കും. പ്രോബബിലിറ്റി ഓഫ് സക്സസ് ആൻഡ് ഫെയിലുവർ റിമെയിൻസ് കോൺസ്റ്റന്റ് ഇൻ എവറി ട്രയൽ. ഓരോ ട്രയലും എന്തായിരിക്കും? ഇൻഡിപെൻഡന്റ് ആയിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന 18ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് എ ബെർണോളിസ് ട്രയൽ സെലക്ടിംഗ് ബോൾസ് ഫ്രം എ ബാഗ് കണ്ടെയ്നിങ് 2 റെഡ് ആൻഡ് 3 ഗ്രീൻ 1 by 1 വിത്ത് റീപ്ലേസ്മെന്റ്. ഒരു റെഡ് ബോൾ എടുക്കുക പിന്നെ അത് തിരിച്ചിടുക, അല്ലെങ്കിൽ ഒരു ഗ്രീൻ ബോൾ എടുക്കുക അത് തിരിച്ചിടുക. ഇത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആണോ എന്നാണ് ചോദ്യം. ഇത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആണോ എന്ന് ചോദിച്ചാൽ ഇൻഡിപെൻഡന്റ് ആണ്. പക്ഷേ ഇതെന്തല്ല ബെർണോളിസ് ട്രയൽസ് ഫോം ചെയ്യപ്പെടത്തില്ല. കാരണം ബെർണോളിസ് ട്രയൽസിന് പ്രധാനപ്പെട്ട കണ്ടീഷൻ ദി പ്രോബബിലിറ്റി ഓഫ് സക്സസ് ആൻഡ് ഫെയിലുവർ റിമെയിൻസ് കോൺസ്റ്റന്റ് ഇൻ എവറി ട്രയൽ എന്നാണ്. അതുകൊണ്ട് ഇത് സക്സസും ഫെയിലുവറും രണ്ടിന്റെ ബോളുകളുടെ എണ്ണം തുല്യമായത് നമുക്കത് ബെർണോളിസ് ട്രയൽസ് എന്ന് പറഞ്ഞു. ഇവിടെ 2 റെഡും 3 ഗ്രീനുമാണ്. ക്വസ്റ്റ്യൻ അത് റീഡ് എന്നാണ് ചെയ്യുന്ന, റീഡ് അല്ല റെഡ് ആണ് വായിക്കേണ്ടത്. അപ്പൊ 2 റെഡും 3 ഗ്രീനുമാണ്.
അപ്പോൾ ഇതെന്തല്ല ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ അല്ലെ ബെർണോളിസ് ട്രയൽസ് ഫോളോ ചെയ്യത്തില്ല. അതുകൊണ്ട് തന്നെ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് അപ്ലൈ ചെയ്യാനും പറ്റുകയില്ല. അതുപോലെ സെലക്ടിങ് ബോൾസ് ഫ്രം എ ബാഗ് കണ്ടെയ്നിങ് 2 റെഡ് ആൻഡ് 3 ഗ്രീൻ 1 by 1 വിത്തൗട്ട് റീപ്ലേസ്മെന്റ്. അപ്പം വിത്തൗട്ട് റീപ്ലേസ്മെന്റ് ആകുമ്പോൾ ഓൾറെഡി എന്തായി മാറി, പ്രോബബിലിറ്റി ചേഞ്ചസ് ആയി മാറി. ഈ തന്നിരിക്കുന്ന 4 ഓപ്ഷൻസ് വായിക്കുമ്പോഴും 4 ഓപ്ഷൻസും ഈ പറഞ്ഞ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തില്ല. പ്രോബബിലിറ്റി നമ്പർ ഓഫ് ട്രയൽസ് ലാർജ് ആൻഡ് ഫൈനൈറ്റ്, ഇൻഡിപെൻഡന്റ് ആയിരിക്കണം, പ്രോബബിലിറ്റി ഓഫ് സക്സസ് ആൻഡ് ഫെയിൽവർ റിമൈൻസ് കോൺസ്റ്റന്റ് ഇൻ എവറി ട്രയൽ. ഇതാണ് ബെർണോളിസ് ട്രയൽസിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകത. ബെർണോളിസ് ട്രയൽസിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ പറഞ്ഞു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ബെർണോളിസ് ട്രയൽസ് ഒന്നും തന്നെ എന്തല്ല, ഈ പറഞ്ഞ കണ്ടീഷൻസ്, ഞാൻ ഈ പറഞ്ഞ 3 കണ്ടീഷൻസ്, ചിലത് ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുള്ളൂ, ചിലത് 2 കണ്ടീഷൻ സാറ്റിസ്ഫൈയും. ഈ പറയുന്ന 3 കണ്ടീഷൻ സാറ്റിസ്ഫൈ പെടുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് പോലും അതിനകത്തില്ല. സോ ദി ഓപ്ഷൻ ഈസ് നൺ ഓഫ് ദിസ്. നമ്മൾ ഇപ്പോൾ ചെയ്തു കഴിഞ്ഞത് 18ാമത്തെ ക്വസ്റ്റ്യൻ. 19ാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. സപ്പോസ് x follows a binomial distribution with parameters n and p where 0 less than p less than 1 if p of x is equal to r, p of x is equal to r divided by probability of x is equal to n minus r is independent of n and r, then p is equal to independent of n and r, then p is equal to എത്രയാണ് എന്നാണ് ചോദ്യം. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം. സപ്പോസ് x follows a binomial distribution with a parameter n and p where 0 less than p less than 1 if p of x is equal to r divided by p of x is equal to n minus r is independent of n and r. Independent of n and r എന്ന് പറഞ്ഞാൽ n നെ r നെ യാതൊരു വിധത്തിലും ബാധിക്കുന്നില്ല. അങ്ങനെയെങ്കിൽ p യുടെ വാല്യൂ എത്രയാണ് എന്നാണ് ചോദ്യം. അപ്പോൾ പി ഓഫ് എക്സ് ഇസ് എന്ന് പറഞ്ഞാൽ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ അനുസരിച്ച് എൻ സി ആർ പി റൈസ് ടു ആർ ക്യൂ റൈസ് ടു എൻ മൈനസ് ആർ ഡിവൈഡഡ് ബൈ എൻ സി എൻ മൈനസ് ആർ പി റൈസ് ടു എൻ മൈനസ് ആർ ക്യൂ റൈസ് ടു എൻ മൈനസ് എൻ മൈനസ് ആർ. ഈ എൻ സി ആർ തന്നെയാണ് എൻ സി എൻ മൈനസ് ആർ. ഈ 2 ടേമുകൾ തമ്മിൽ ക്യാൻസൽ ആയി മാറും. ഇത് പി റൈസ് ടു ആർ ഇതിനെ വേണമെങ്കിൽ പിയിൽ പറഞ്ഞാൽ 1 മൈനസ് പി ദി ഹോൾ റൈസ് ടു എൻ മൈനസ് ആർ, അല്ലെങ്കിൽ പി ഒന്നിച്ചാക്കിയതിനു ശേഷം ചെയ്യാം. അപ്പൊ പി റൈസ് ടു ആർ മൈനസ് എൻ പ്ലസ് ആർ ഇത് മുകളിലോട്ടം കൊണ്ടുപോയി. അപ്പൊ ഈ എൻ അങ്ങ് മൈനസ് ആയി മാറും, ഇത് പ്ലസ് ആർ ആയി മാറും. അതുപോലെ ക്യൂ റൈസ് ടു എൻ മൈനസ് ആർ ഡിവൈഡഡ് ബൈ ഇത് എന്നോട് ക്യാൻസൽ ആകുന്ന സമയത്ത് എൻ മൈനസ് എൻ ക്യാൻസൽ ആയി മാറും, ഇത് പ്ലസ് ആർ ആയി മാറും, മുകളിൽ ചെല്ലുമ്പോൾ മൈനസ് ആർ ആയി മാറും. വിച്ച് ഇസ് ഈക്വൽ ടു പി റൈസ് ടു 2r മൈനസ് എൻ ഇൻറ്റു ക്യൂ റൈസ് ടു n മൈനസ് 2r എന്നായി മാറും. വിച്ച് ഇസ് ഈക്വൽ ടു പി റൈസ് ടു 2r മൈനസ് എൻ ഇൻറ്റു ക്യൂവിന്റെ വില 1 മൈനസ് പി ദി ഹോൾ റൈസ് ടു n മൈനസ് 2r എന്നെഴുതാം. ഇതിനെ നമ്മൾ താഴെ ഇറക്കുന്ന സമയത്ത് പി റൈസ് ടു 2n മൈനസ് ആർ ഡിവൈഡഡ് ബൈ 1 മൈനസ് പി ദി ഹോൾ റൈസ് ടു ഇത് താഴെ വരുമ്പോൾ 2r മൈനസ് n ആണ്. 2r മൈനസ് n ഇവിടെയും 2r മൈനസ് n ആണ്. ഇത് താഴെ വരുന്ന സമയത്ത് 2r പോസിറ്റീവായി മാറി, n എന്തായി മാറി, നെഗറ്റീവായി മാറി. ഇതിനെ ക്ലബ് ചെയ്യാം. p ഡിവൈഡഡ് ബൈ 1 മൈനസ് പി ദി ഹോൾ റൈസ് ടു 2r മൈനസ് n എന്നായി മാറും. അപ്പോൾ ഞാൻ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഫോർമുല അപ്ലൈ ചെയ്തു. എൻ സി ആർ പി റൈസ് ടു ആർ ക്യൂ റൈസ് ടു എൻ മൈനസ് ആർ. അപ്പോൾ എൻ സി ആർ പി റൈസ് ടു ആർ ക്യൂ റൈസ് ടു എൻ മൈനസ് ആർ. ഇവിടെ എൻ സി ആറിന്റെ സ്ഥാനത്ത് എൻ സി എൻ മൈനസ് ആർ. സോ ബൈനോമിയൽ എക്സ്പാൻഷൻ, അതായത് പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എൻ സി എക്സ് പി റൈസ് ടു എക്സ് ക്യൂ റൈസ് ടു എൻ മൈനസ് എക്സ് ഒന്ന് ചേഞ്ച് ആയി മാറും. എങ്ങനെ ചേഞ്ച് ആയി മാറും? ദാറ്റ് ഈസ് എൻ സി എൻ മൈനസ് ആർ ഇൻറ്റു പി റൈസ് ടു എൻ മൈനസ് ആർ ഇൻറ്റു ക്യൂ റൈസ് ടു എൻ മൈനസ് ആറിന്റെ സ്ഥാനത്ത് എൻ മൈനസ് ആർ ആയി മാറും. ഇത് മുകളിൽ വരും. അതുപോലെ ഇത് നമ്മൾ ചെയ്യുന്ന സമയത്ത് പോസിറ്റീവ് ആറാണ്, ഇയാൾ മുകളിൽ വരും, അപ്പം മൈനസ് ആർ. ഇത് ക്യൂവിനെ കൂടെ പിയിലേക്ക് മാറ്റി. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇൻഡിപെൻഡന്റ് ആണെന്നാണ് പറഞ്ഞത്. ഈ ഇൻഡിപെൻഡന്റ് ഓഫ് എൻ ആൻഡ് ആർ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഏത് സംഖ്യയുടെ പവർ എടുത്താലാണ് വ്യത്യാസം വരാത്തത്. ഈ സംഖ്യ എന്തായിരിക്കണം? ഇപ്പൊ 0 ആകാൻ പറ്റില്ല, 0 സ്ക്വയർ അങ്ങനെ വരാൻ പറ്റത്തില്ലല്ലോ. പി എം 1 മൈനസ് പി എം എന്ന് പറയപ്പെടുന്ന ഏത് സംഖ്യ ആയാലും അതിന്റെ പവർ ഇൻഡിപെൻഡന്റ് ആകും എന്ന് ചോദിച്ചാൽ ദിസ് ഈസ് ഇൻഡിപെൻഡന്റ് only when എപ്പോഴാണ് p ഡിവൈഡഡ് ബൈ 1 മൈനസ് പി ഈസ് ഈക്വൽ ടു 1. ബാക്കി ഏത് സംഖ്യ എടുത്താലും അതിന് പവർ വന്നാൽ അതിനെ ബാധിക്കും. 1ന്റെ മാത്രം ഏത് പവർ എടുത്താലും അത് അതുപോലെ തന്നെ നിലനിൽക്കപ്പെടും. അതുകൊണ്ട് ഈ പറയുന്ന ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് എന്തായി മാറണം? ഇൻഡിപെൻഡന്റ് എൻ ആൻഡ് ആറിനെ ബാധിക്കുന്നില്ല എന്ന് പറയണമെങ്കിൽ ഈ സംഖ്യ നിശ്ചയമായിട്ടും എന്തായിരിക്കണം? 1 ആയിരിക്കണം. സോ p ഈസ് ഈക്വൽ ടു 1 മൈനസ് പി, അല്ലെങ്കിൽ 2p ഈസ് ഈക്വൽ ടു 1, p ഈസ് ഈക്വൽ ടു 1/2. ഇപ്പൊ പി ഡിവൈഡ് ബൈ 1 മൈനസ് പി സിക്കൽ 2 എന്ന് എടുത്തു കഴിഞ്ഞാൽ, കാരണം 2ന്റെ പവർ ആയിട്ടാണ് 2r മൈനസ് n വരുന്നത്, സ്വാഭാവികമായിട്ടും അതിനെ ബാധിക്കും. 3യുടെ പവർ എടുത്താൽ അതിനെ ബാധിക്കും. 0.1 നെഗറ്റീവ് ഒക്കെ എടുത്താൽ ഇതിന്റെ പവർ വരുന്ന സമയത്ത് അത് ബാധിക്കും. ഇത് ഇൻഡിപെൻഡന്റ് ആണ്. ഏതൊരു പവറും ഇൻഡിപെൻഡന്റ് ആകണമെങ്കിൽ ആ ക്വാണ്ടിറ്റി എന്തായിരിക്കണം? 1 ആയിരിക്കണം. സോ പി ഡിവൈഡഡ് ബൈ
1 മൈനസ് പി ഈസ് ഈക്വൽ ടു 1 എന്നായി മാറും. അവിടുന്ന് പി യുടെ വില കണ്ടുപിടിക്കും. പി ഈസ് ഈക്വൽ ടു 1/2 എന്നായി മാറും. അപ്പൊ ഇതാണ് പി യുടെ വില കണ്ടുപിടിക്കുന്ന രീതി. 20th question, 3 persons A, B, C along with the 10 others are to be ranked. If they are arranged randomly, then the probability that A will always come before B, B will always come before C. അപ്പോൾ ഒന്നുകൂടെ വായിക്കാം. 3 persons A, B, C along with the 10 other persons. അപ്പോൾ അത് മനസ്സിലാക്കേണ്ട, A, B, C എന്ന് പറയുന്ന 3 പേരുണ്ട്. along with the 10 other persons എന്ന് പറയുമ്പോൾ മൊത്തം എത്ര പേഴ്സൺസ് ആയി മാറി? 13 പേഴ്സൺസ് ആയി മാറി. A, B, C യും 10 കൂടെ ചേർത്ത് മൊത്തം എത്ര പേരായി മാറി? 13 പേരായി മാറി. ക്വസ്റ്റ്യന്റെ പാർട്ട് ഇതാണ്. എ എല്ലായ്പ്പോഴും ബി യെക്കാട്ടിലും ബി എല്ലായ്പ്പോഴും സി യെക്കാട്ടിലും മുൻപ് എന്ത് ചെയ്യണം? സ്പീക്ക് ചെയ്യണം. അങ്ങനെയെങ്കിൽ പ്രോബബിലിറ്റി എത്രയാണ് എന്നാണ് അല്ലെ. if they are arranged randomly, the probability A will always comes before. A എപ്പോഴും ബിക്ക് മുമ്പായിരിക്കണം, ബി എല്ലായ്പ്പോഴും സിക്ക് മുമ്പായിരിക്കണം. അങ്ങനെ എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യപ്പെടാൻ പറ്റും എന്നാണ് ഈ ചോദ്യം. അപ്പൊ ഒന്നുകൂടെ ഞാൻ പറയാം, എ ബി സി ഉണ്ട്, മറ്റ് 10 പേരുണ്ട്. അപ്പൊ മൊത്തം എത്ര പേരായി മാറി? 13 ആയി മാറി. അപ്പൊ 13 പേരെ എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യപ്പെടാൻ പറ്റും? ടോട്ടൽ കേസസ് ഈസ് ഈക്വൽ ടു എത്ര വരും? 13 പേരുണ്ട്, ഇൻക്ലൂഡിംഗ് എ കോമ ബി കോമ സി. അപ്പൊ 13 പേരെ എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യപ്പെടാൻ പറ്റുമെന്ന് പറഞ്ഞാൽ, സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ 13 ഫാക്ടോറിയൽ രീതിയിൽ അറേഞ്ച് ചെയ്യപ്പെടാൻ പറ്റും. ഇനി എന്താണ്? ഇനി നമ്മളോട് പറഞ്ഞേക്കുന്നത് എന്താണ്? എയും ബിയും സി എപ്പോഴും ബിക്ക് മുമ്പായിരിക്കണം എ, അല്ലെങ്കിൽ സിക്ക് മുമ്പായിരിക്കണം ബി, ബിക്ക് മുമ്പ് എയും സിക്ക് മുമ്പ് ബി ആയിരിക്കണം. അങ്ങനെ എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യപ്പെടാൻ പറ്റും എന്നാണ് ചോദ്യം. അപ്പൊ ഞാനൊന്ന് ജസ്റ്റ് എഴുതി കാണിക്കാം. 1 2 3 എക്സെട്ര അപ് ടു എവിടം വരെ? 13 വരെ. അപ്പോൾ 1 2 3 ഇവരെ അങ്ങ് ഫിക്സ് ചെയ്യണം. ഇവരെ ഫിക്സ് ചെയ്യുമ്പോൾ എത്ര പേരുണ്ട്? മൊത്തം 13 പേരിൽ നിന്ന് ഈ 3 പേരെ എത്ര രീതിയിൽ എടുക്കാം? 13C3 രീതിയിൽ എടുക്കാം. ബാക്കി 3 പേരെ ബാക്കി കഴിഞ്ഞാൽ ബാക്കി എത്ര പേരുണ്ട്? 10 പേര്. ഇറ്റ് ഈസ് 10 ഫാക്ടോറിയൽ. അപ്പോൾ ഫേവറബിൾ കേസ് ഈസ് ഈക്വൽ ടു ഫേവറബിൾ കേസസ് ഈസ് ഈക്വൽ ടു 13C3 ഡിവൈഡഡ് ബൈ 10 ഫാക്ടോറിയൽ. കാരണം ഈ 3 പേരെ അങ്ങ് ഫിക്സ് ചെയ്യും. ഈ 3 പേരെ 13 ഫിക്സ് ചെയ്താൽ 13 ഈ 3 പേരെ എത്ര രീതിയിൽ ഈ സെലക്ട് ചെയ്യാം? 13C3 രീതിയിൽ എടുക്കാൻ സാധിക്കുമെന്നാണ്. 13C3 into 10 factorial. So probability is equal to 13C3 into 10 factorial divided by total case എത്രയാണ്? 13 factorial. ഈ 13C3 എന്ന് പറയുന്ന സമയത്ത് 13 into 12 into 11 divided by 1 into 2 into 3 into 10 factorial divided by 13 factorial. ഈ 13 factorial 10 factorial നമ്മൾ ക്യാൻസൽ ചെയ്യാം. ക്യാൻസൽ ചെയ്യുന്ന സമയത്ത് ആര് വരും ബാക്കി? 13 into 12 into 11 divided by 1 into 2 into 3 into ബാക്കി 30 10 വരെ പോയി കഴിഞ്ഞാൽ ബാക്കി 11 into 12 into 13 എന്നായി മാറും, which is equal to 1/6 എന്നായി മാറും. So the option is 1/6 എന്ന് വരും. നമ്മുടെ ഓപ്ഷൻ ഇ ആണ്. ഒന്നുകൂടെ ഞാൻ വായിക്കാം. എ ബി സി along with the 10 other persons എന്ന് പറയുമ്പോൾ മൊത്തം ആളുകളുടെ എണ്ണം 13 ആയി മാറി. 13 ഫാക്ടോറിയൽ രീതിയിൽ ടോട്ടൽ ഈ പേഴ്സണെ അറേഞ്ച് ചെയ്യപ്പെടാൻ പറ്റും. ചോദ്യം ഇതാണ്, ബിക്ക് മുമ്പായിരിക്കണം എ വരുന്നത്, സിക്ക് മുമ്പായിരിക്കണം ബി വരുന്നത് എന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ എ ബി സി എന്ന് പറയുന്ന 3 പേഴ്സണെ ഞാൻ അങ്ങ് ഫിക്സ് ചെയ്തു. ഓക്കെ, അപ്പൊ മൊത്തത്തിൽ എത്ര പേരുണ്ട്? 13 പേരുണ്ട്. ഈ 13 പേരിൽ നിന്ന് 3 പേരെ എത്ര രീതിയിൽ എടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ 13C3 രീതിയിൽ എടുക്കാൻ പറ്റും. ഈ 13C3 രീതിയിൽ എടുക്കാൻ പറ്റും. 13C3 രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ ബാക്കി എത്ര പേഴ്സൺസ് ഉണ്ട്? 10 പേഴ്സൺസ് ഉണ്ട്. ആ 10 പേഴ്സണെ എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യപ്പെടാൻ പറ്റും? അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഷഫിൾ ചെയ്യപ്പെടാൻ പറ്റും. ദേ ക്യാൻ ബി അറേഞ്ച്ഡ് ഇൻ 10 ഫാക്ടോറിയൽ വേസ്. 13 നിന്ന് 3 പേരെ 13C3 എടുത്തു കഴിഞ്ഞാൽ ബാക്കി എൻ്റെ കയ്യിലുള്ളത് 10 പേരാണ്. ആ 10 പേരെ 10 ഫാക്ടോറിയൽ രീതികളിൽ അറേഞ്ച് ചെയ്യപ്പെടാൻ പറ്റും. അതുകൊണ്ട് ടോട്ടൽ ഫേവറബിൾ കേസ് ഈസ് ഈക്വൽ ടു 13C3 into 10 ഫാക്ടോറിയൽ. സോ പ്രോബബിലിറ്റി ഈസ് ഈക്വൽ ടു 13C3 into 10 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 13 ഫാക്ടോറിയൽ ആയി മാറും. സോ ദി ആൻസർ ഈസ് എത്ര കിട്ടും? 1/6. ഓക്കെ, 21ാമത്തെ ക്വസ്റ്റ്യൻ വേണ്ട, അതിനകത്തൊരു കറക്ഷൻ ഉണ്ട്, അതുകൊണ്ട് ആ ക്വസ്റ്റ്യൻ വേണ്ട. അതുകൊണ്ട് നമ്മൾ 22ാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യുകയാണ്. 22ാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം. ദി പ്രോബബിലിറ്റി ഓഫ് സോൾവിംഗ് എ പ്രോബ്ലം ബൈ 3 students A, B, C are 1/2, 1/3, 1/4 respectively. If they try independently, the probability that the problem will be solved. A സോൾവ് ചെയ്യാനുള്ള പ്രോബ്ലം നമുക്കറിയാം. A സോൾവ് ചെയ്യാനുള്ള പ്രോബ്ലം 1/2 ആണ്. A സോൾവ് ചെയ്യാനുള്ള പ്രോബ്ലം 1/2 ആണ്. A സോൾവ് ചെയ്യാതിരിക്കാനുള്ള പ്രോബ്ലം 1 - 1/2 which is equal to 1/2. അതുപോലെ B സോൾവ് ചെയ്യാനുള്ള പ്രോബിലിറ്റി അറിയാം 1/3 ആണ്. അങ്ങനെയെങ്കിൽ B സോൾവ് ചെയ്യാതിരിക്കാനുള്ള പ്രോബിലിറ്റി 1 - 1/3 അതായത് 2/3. അതുപോലെ C സോൾവ് ചെയ്യാനുള്ള പ്രോബ്ലം അറിയാം 1/4 ആണ്. അങ്ങനെയെങ്കിൽ C സോൾവ് ചെയ്യാതിരിക്കാനുള്ള പ്രോബ്ലം 1 - 1/4 അതായത് 3/4 എന്നാണ്. ചോദ്യത്തിനകത്ത് പറയുന്നത് ദി പ്രോബിലിറ്റി ദാറ്റ് ദി പ്രോബ്ലം വിൽ ബി സോൾവ്ഡ്. പ്രോബ്ലം ഈസ് സോൾവ്ഡ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാം? 1 - പ്രോബിലിറ്റി ഓഫ് പ്രോബ്ലം ഈസ് നോട്ട് സോൾവ്ഡ്. പ്രോബ്ലം ഈസ് നോട്ട് സോൾവ്ഡ് എന്ന് പറഞ്ഞാൽ എയും സോൾവ് ചെയ്യുന്നില്ല, ബിയും സോൾവ് ചെയ്യുന്നില്ല, സിയും സോൾവ് ചെയ്യുന്നില്ല, വിച്ച് ഈസ് ഈക്വൽ ടു 1 - എ സോൾവ് ചെയ്യുന്നില്ല,
ബി സോൾവ് ചെയ്യുന്നില്ല, സി സോൾവ് ചെയ്യുന്നില്ല. ഇൻഡിപെൻഡന്റ് ആണ് എന്ന് ക്വസ്റ്റൻ അത് പറഞ്ഞിട്ടുണ്ട്. വിച്ച് ഈസ് ഈക്വൽ ടു 1 മൈനസ് 1/2 ഇൻറ്റു 2/3 ഇൻറ്റു 3/4. ആരെ ക്യാൻസലായി മാറും? ഇവ തമ്മിൽ ക്യാൻസലായി മാറും. 1 മൈനസ് 1/4 എന്നായി മാറും. 1 മൈനസ് 1/4 എന്ന് പറഞ്ഞാൽ 3/4. സോ ദി ഓപ്ഷൻ ഈസ് 3/4. അപ്പൊ എ സോൾവ് ചെയ്യാനുള്ള പ്രോബിലിറ്റി തന്നിട്ടുണ്ടായിരുന്നു, ബി സോൾവ് ചെയ്യാനുള്ള പ്രോബിലിറ്റി അറിയാമായിരുന്നു, സി സോൾവ് ചെയ്യാൻ. അപ്പൊ ഈ മൂന്നും തന്നിരിക്കുന്ന സോൾവ് ചെയ്യാനുള്ള പ്രോബിലിറ്റി അടിസ്ഥാനപ്പെടുത്തി ഞാൻ സോൾവ് ചെയ്യാതിരിക്കാനുള്ള പ്രോബിലിറ്റി കണ്ടുപിടിക്കും. എ കോംപ്ലിമെന്റ്, ബി കോംപ്ലിമെന്റ്, സി കോംപ്ലിമെന്റ്. എന്നിട്ട് എന്താണ്? ദി പ്രോബ്ലം ഈസ് സോൾവ്ഡ്. ദി പ്രോബ്ലം ഈസ് സോൾവ്ഡ് എന്ന് പറഞ്ഞാൽ 1 മൈനസ് പ്രോബിലിറ്റി ഓഫ് ദി പ്രോബ്ലം ഈസ് നോട്ട് സോൾവ്ഡ്. അതാണ് ഈ ചെയ്തേക്കുന്നത്. അപ്പൊ 23ാമത്തെ ക്വസ്റ്റ്യൻ. ദി ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് മീൻ ഈസ് ഈക്വൽ ടു 20 ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈസ് 4 ഈസ്. ദി ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് മീൻ അറിയാം 20 ആണ്. മീൻ എന്ന് പറഞ്ഞാൽ NP ആണ്. NP ഈസ് ഈക്വൽ ടു 20. അതുപോലെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ റൂട്ട് NPQ ആണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈസ് ഈക്വൽ ടു റൂട്ട് NPQ ഈസ് ഈക്വൽ ടു 4 എന്നറിയാം. അങ്ങനെയെങ്കിൽ നമുക്ക് ഏതാണ് നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ എന്നാണ് ചോദ്യം. നമ്മുടെ രണ്ടാമത്തെ ഇക്വേഷൻ സ്ക്വയർ ചെയ്യും. അപ്പൊ NPQ ഈസ് ഈക്വൽ ടു 16. NP എന്ന് പറഞ്ഞ ഇക്വേഷൻ ദാറ്റ് ഈസ് 20. ഇവ തമ്മിൽ പരസ്പരം ഒന്ന് ഡിവൈഡ് ചെയ്യണം. 1ഉം 2ഉം. ദാറ്റ് ഈസ് ഇവിടുന്ന് Q കിട്ടും 1/2. 1/2 എടുക്കുന്ന സമയത്ത് NP ക്യാൻസലായി മാറും. Q ഈസ് ഈക്വൽ ടു 16/20 എന്നായി മാറും. 16/20 എന്ന് പറഞ്ഞാൽ 4/5 എന്നായി മാറും. Q ഈസ് ഈക്വൽ ടു 4/5. Q 4/5 ആണെങ്കിൽ P യുടെ വില 1 മൈനസ് 4/5 എന്ന് പറഞ്ഞാൽ 1/5. എപ്പോഴും ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ സ്റ്റാൻഡേർഡ് ഫോം എന്ന് പറഞ്ഞാൽ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഇൻ സ്റ്റാൻഡേർഡ് ഫോം എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ എഴുതാം P പ്ലസ് Q ദി ഹോൾ റൈസ് ടു n എന്നാണ്. P പ്ലസ് Q ദി ഹോൾ റൈസ് ടു n എന്ന് എഴുതാം. ഇവിടെ P അറിയാം, Q അറിയാം. ഇവിടെ n-ന്റെ വില കണ്ടുപിടിക്കാം. n ഈസ് ഈക്വൽ ടു P 20/P. 20/P എന്ന് പറഞ്ഞാൽ 20/P എന്ന് പറഞ്ഞാൽ 20/1/5. അതായത് n ഈസ് ഈക്വൽ ടു 100 എന്നായി മാറും. സോ എന്ത് വരും? P യുടെ വില അറിയാം. P യുടെ വില 1/5. Q-ന്റെ വില അറിയാം. ദാറ്റ് ഈസ് 4/5 ദി ഹോൾ റൈസ് ടു 100. 1/5 പ്ലസ് 4/5 ദി ഹോൾ റൈസ് ടു 100. അപ്പോൾ ഒന്നുകൂടെ ഞാൻ പറയാം. മീനിന്റെ ഫോർമുല ഓർമ്മയിരിക്കുക NP. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നേരത്തെ ഒരു ക്വസ്റ്റൻ അത് ഞാൻ പറഞ്ഞതാണ്. റൂട്ട് NPQ ആണ് 4 എന്ന് പറഞ്ഞത്. അപ്പോൾ NPQ എന്തായി മാറി? 16 ആയി മാറി. NPQ അറിയാം, NP അറിയാം. NPQ-നെ NP വെച്ച് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ Q-ന്റെ വില കിട്ടും. Q ഉപയോഗിച്ചുകൊണ്ട് P കണ്ടുപിടിക്കാം. Pയും Q ഉണ്ടെങ്കിൽ ഇവിടുന്ന് P യുടെ വില അറിയാം. P യുടെ വില ഇക്വേഷനകത്ത് കൊടുത്ത് n കണ്ടുപിടിക്കാം. രണ്ടാമത്തെ ഇക്വേഷനകത്ത് കൊടുത്താൽ മതി. 1/5 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ n-ന്റെ വില 100 ആയി മാറിക്കോളും. അപ്പോൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുല P പ്ലസ് Q ദി ഹോൾ റൈസ് ടു n ഡിവൈഡഡ് P പ്ലസ് Q ദി ഹോൾ റൈസ് ടു n. ഇവിടെ പറയുമ്പോൾ P യുടെ വില അറിയാം, Q-ന്റെ വില അറിയാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതിയാവും. നമ്മുടെ ഓപ്ഷൻ പറയുമ്പോൾ 1/5 പ്ലസ് 4/5 ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ക്വസ്റ്റ്യൻ ഇതാണ്. There are 2 bags A and B. Bag A contains 2 white and 3 black balls. The bag B contains 3 white and 4 black balls. One bag is selected and the ball is selected from at random. The ball selected is black. What is the probability that it is from the bag B? ഇത് കൃത്യമായി പറഞ്ഞാൽ വായിക്കുമ്പോൾ തന്നെ നമുക്ക് വ്യക്തമായി മനസ്സിലാകും ഇത് ബേസ് തിയറമാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു ബേസ് തിയറം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ പരിചയപ്പെടുത്താം എന്ന് പറഞ്ഞു. അപ്പോൾ 2 ബാഗ് ഉണ്ട്, ബാഗ് എ ഉണ്ട്, ബാഗ് ബി. ഞാൻ ഒന്ന് വരച്ച് കാണിക്കാം. ഇത് ബാഗ് എ, ഇത് ബാഗ് ബി. ബാഗ് എയ്ക്കകത്ത് 2 വൈറ്റും 3 ബ്ലാക്ക് ബോൾസും ഉണ്ട് എന്ന് പറഞ്ഞു. 2 വൈറ്റും 3 ബ്ലാക്ക് ബോൾസും. ബാഗ് ബിക്കകത്ത് 3 വൈറ്റും 4 ബ്ലാക്ക് ബോളും. ബാഗ് ബിക്കകത്ത് 3 വൈറ്റും 4 ബ്ലാക്ക് ബോൾസും ഉണ്ട്. 2 ബാഗ് ഉണ്ട്. അപ്പൊ നമ്മൾ ആദ്യം E1 ബി ദി ഇവന്റ് ഓഫ് സെലക്ടിങ് ഫസ്റ്റ് ബാഗ്. E2 നമ്മൾ പറയുന്നു E2 ബി ദി ഇവന്റ് ഓഫ് സെലക്ടിങ് സെക്കൻഡ് ബാഗ്. അപ്പോൾ പ്രോബിലിറ്റി എത്ര വരും? പ്രോബിലിറ്റി എന്ന് പറയുമ്പോൾ ആദ്യ ബാഗ് സെലക്ട് ചെയ്യാനുള്ള പ്രോബിലിറ്റി 2 ബാഗിൽ നിന്ന് 1 ബാഗ് സെലക്ട് ചെയ്യണം. പ്രോബിലിറ്റി 1/2. പ്രോബിലിറ്റി ഓഫ് E2 എത്ര വരും? 1/2 വരും. ഇനി നമുക്ക് വേണ്ടത് ആരാണെന്ന് നോക്കണം. വേണ്ടത് ആരാണ്? എ ബോൾ ഈസ് സെലക്ടഡ് ഈസ് ബ്ലാക്ക്. ബ്ലാക്ക് ആണ്. അപ്പൊ ഞാൻ പറയും എ ബി ദി ഇവന്റ്. ലെറ്റ് എ ബി ദി ഇവന്റ് ഓഫ് ഗെറ്റിംഗ് ബ്ലാക്ക് ബോൾ. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഫസ്റ്റ് ബാഗ് സെലക്ട് ചെയ്തതിന് ശേഷം അവിടുന്ന് ബ്ലാക്ക് ബോൾ കിട്ടാനുള്ള പ്രോബിലിറ്റി കണ്ടുപിടിക്കണം. ഫസ്റ്റ് ബാഗ് സെലക്ട് ചെയ്തതിന് ശേഷം അവിടുന്ന് ബ്ലാക്ക് ബോൾ കിട്ടാനുള്ള പ്രോബിലിറ്റി എത്ര? 3/5. സെക്കൻഡ് ബാഗ് ഞാൻ എഴുതുന്ന ഓരോന്നും ശ്രദ്ധിക്കണം. സെക്കൻഡ് ബാഗ് സെലക്ട് ചെയ്തതിന് ശേഷം അതാണ് ഈ ബൈ. അവിടുന്ന് ഒരു ബ്ലാക്ക് ബോൾ കിട്ടാനുള്ള പ്രോബിലിറ്റി എത്രയാണ്? 4/7. ഇനി എന്താണ് ക്വസ്റ്റൻ അത് പറഞ്ഞേക്കുന്നത്? നിങ്ങൾക്കൊരു ബ്ലാക്ക് ബോൾ കിട്ടി, അത് സെക്കൻഡ് ബാഗിൽ നിന്നാണുള്ള പ്രോബിലിറ്റി.
നിങ്ങൾക്ക് ഒരു ബ്ലാക്ക് ബോൾ, ഞാൻ ശ്രദ്ധിച്ചോളാം, നിങ്ങൾക്ക് ഒരു ബ്ലാക്ക് ബോൾ കിട്ടി, അത് സെക്കൻഡ് ബാഗിൽ നിന്നുള്ള പ്രോബിലിറ്റി കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കാൻ ബേസ് പറഞ്ഞ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ സെക്കൻഡ് ബാഗ് എടുക്കുക, സെക്കൻഡ് ബാഗ് എടുത്തതിന് ശേഷം അവിടുന്ന് ബ്ലാക്ക് ബോൾ കിട്ടാനുള്ള പ്രോബിലിറ്റി ഡിവൈഡഡ് ബൈ ഓരോ ബാഗും. ഫസ്റ്റ് ബാഗ് എടുക്കണം, ഫസ്റ്റ് ബാഗ് എടുത്തതിന് ശേഷം അവിടുന്ന് ബ്ലാക്ക് ബോൾ കിട്ടാനുള്ള പ്രോബിലിറ്റി പ്ലസ് എന്ത് ചെയ്യണം, സെക്കൻഡ് ബാഗ് എടുക്കുക, സെക്കൻഡ് ബാഗ് എടുത്തതിന് ശേഷം അവിടുന്ന് ബ്ലാക്ക് ബോൾ കിട്ടാനുള്ള പ്രോബിലിറ്റി which is equal to probability of E2 അറിയാം 1/2 into probability of A/E2 എന്ന് പറഞ്ഞാൽ 4/7 divided by ഇവിടെ വരുന്ന സമയത്ത് 1/2 into 3/5 plus 1/2 into 4/7 which is equal to 4 divided by 14 divided by എത്ര വരും 3/10 plus 4/14. ഇത് ചെറുതാക്കാം, ഇത് ചെറുതാക്കുന്ന സമയത്ത് that is 2/7 divided by which is equal to 2/7 divided by 3/10 plus 2/7 which is equal to 2/7 into ഇത് LCM എടുക്കുന്ന സമയത്ത് 21 23 എന്നായി മാറും. 23 ഇവിടെ വരും, 70 മോളിൽ പോകും. that is 20/23 എന്നായി മാറും. നമ്മുടെ ഓപ്ഷൻസ് വരുന്നത് 4/14 ഇത് വരുന്ന സമയത്ത് പ്രോബിലിറ്റി A/E1 എന്ന് പറയുന്ന സമയത്ത് 3/5ഉം മറ്റേത് 4/7ഉമാണ്. 3/5ഉം 4/7ഉം 4/14 ഡിവൈഡഡ് ബൈ 3/10 പ്ലസ് 4/14 കട്ട് ചെയ്യുന്ന സമയത്ത് 2/7 ആയി മാറും. അപ്പോൾ നമ്മൾ LCM എടുക്കുന്ന സമയത്ത് 2/7 ഇത് 27 into 3 21 plus 2 22 അല്ല 20 അല്ല 23 അല്ല 21 plus 20 that is 41. അപ്പോൾ 20/41 എന്നായി മാറും. 20/41 നമ്മുടെ കറക്റ്റ് ഓപ്ഷൻസ് വരുമ്പോൾ ഓപ്ഷൻ ഡി ആണ്. അപ്പോൾ ഇതാണ് ബയേസ് തിയറം ചെയ്യുന്ന രീതി. അതൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാണ്, കഴിഞ്ഞ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അപ്പം നമ്മൾ 24 ക്വസ്റ്റ്യൻ ആണ് ചെയ്തത്. 25ാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ അസൈൻമെൻ്റ് ആയിട്ട് ചെയ്യണം, അസൈൻമെൻ്റ് ആയിട്ട് ചെയ്തു നോക്കണം. അതിൻ്റെ കറക്റ്റ് ആൻസർ നിങ്ങൾ ചെയ്ത് മനസ്സിലാക്കപ്പെടുക. അതിൻ്റെ ആൻസർ വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, 53/91 എന്ന് വരും. അപ്പോൾ 25ാമത്തെ ക്വസ്റ്റ്യൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ആ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾ അസൈൻമെൻ്റ് ആയിട്ട് ചെയ്തു നോക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, അതായത് ബയേസ് തിയറം, കണ്ടീഷണൽ പ്രോബബിലിറ്റി, അതുപോലെ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ കുറേ ക്വസ്റ്റ്യൻസ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചെയ്ത് പഠിച്ച്. ഇതെല്ലാം നിങ്ങൾ ഒരു ബുക്ക് എടുത്ത് ഓരോ ക്വസ്റ്റ്യൻ വെച്ചിട്ട് ചെയ്ത് നോക്കണം. എന്നാൽ മാത്രമേ ഇത് പഠിക്കാൻ പറ്റുകയുള്ളൂ.